السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിലാണ് നാം ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം നിർവഹിച്ച നോമ്പും നിസ്കാരങ്ങളുമെല്ലാം അവൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ കുറവുകൾ അല്ലാഹു തആല പരിഹരിച്ചു നൽകുമാറാകട്ടെ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നിസ്കാരത്തോടൊപ്പം തന്നെ നിരവധി തവണ ആവർത്തിച്ചു പറഞ്ഞൊരു കർമ്മമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് എന്നുള്ളത്. സക്കാത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ നമ്മൾ ചിന്തിച്ചാൽ മതിയാകുന്നതാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് ആവർത്തിച്ച് പറഞ്ഞത് കാണാൻ സാധിക്കും. മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുമ്പോൾ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്നെല്ലാം അവരെ പുകഴ്ത്തി പറയുന്നത് കാണാൻ സാധിക്കും. സക്കാത്തിന് എത്രമാത്രം ബാധ്യതയുണ്ട് എന്ന് നമുക്കതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ച ഇബാദത്തായ സക്കാത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും അനിവാര്യമായ കാര്യമാണ്. പ്രത്യേകിച്ചും സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിട്ടുള്ള ഒരുവൻ അത് പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. കാരണം സമ്പത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് ആസ്വദിക്കുന്നവൻ തീർച്ചയായും അതിന് നന്ദി കാണിക്കൽ നിർബന്ധമാണ്. ഒരാളവൻ്റെ സമ്പാദ്യത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് ഒരിക്കലും അവൻ നന്ദി കാണിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് അത് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എളുപ്പമാകുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ദർസിൽ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം സഹോദരങ്ങൾ, എന്താണ് സക്കാത്ത് എന്നുള്ളതെന്ന്. സക്കാത്ത് എന്നുള്ള വാക്കിന് അറബി ഭാഷയിൽ അർത്ഥം വരിക, മലയാളത്തിൽ അർത്ഥം വരിക, അതിന് വർധനവ് എന്നൊരു അർത്ഥമുണ്ട് സക്കാത്തിന്. അതുപോലെ ശുദ്ധീകരണം, വികാസം, ഇതൊക്കെ സക്കാത്ത് എന്നുള്ള വാക്കിന് ഭാഷാർത്ഥം നൽകുകയാണെങ്കിൽ അങ്ങനെയാണ് ലഭിക്കുക. യഥാർത്ഥത്തിൽ ഈ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ അതൊരർത്ഥത്തിൽ ശരിയായ കാര്യവുമാണ്. കാരണം സക്കാത്തിലൂടെ ഒരിക്കലും സമ്പത്ത് കുറഞ്ഞു പോവുകയില്ല. ഒരാൾ സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ അയാളുടെ സമ്പത്തിൽ കുറവ് വരികയല്ല വരുന്നത്. യഥാർത്ഥത്തിൽ അവൻ ഭൗതികമായി നോക്കുമ്പോൾ അവന്റെ 2.5% കുറയുന്നുണ്ട് എങ്കിലും ബാക്കിയുള്ള സമ്പത്തിൽ ബറക്കത്തുണ്ടാകും. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അത് ശുദ്ധീകരണവുമാണ്. അവന്റെ സമ്പാദ്യത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതിലുള്ള ശുദ്ധീകരണം കൂടിയാണ് അവന്റെ ഈ സക്കാത്ത് എന്നുള്ളത്. അതൊക്കെ ഈ വാക്കിന്റെ അർത്ഥം കാണാൻ സാധിക്കും. എന്നാൽ കർമ്മശാസ്ത്രപരമായി എന്താണ് സക്കാത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിന്റെ സാങ്കേതികമായ ഉദ്ദേശം മഹാനായ അല്ലാമ ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. സക്കാത്ത് എന്ന് പറയുന്നത് അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫീ മാലിൻ മുഅയ്യിൻ ലിതായിഫത്തിൻ ഔ ജിഹത്തിൻ മഖ്സൂസ എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. സക്കാത്തിന്റെ മുഴുവൻ ആകത്തുക അതിൽ വരുന്നുണ്ട്. ഒന്നാമത് സക്കാത്ത് എന്ന് പറയുന്ന തഅബ്ബുദു ലില്ലാഹി തആല, അത് കൊടുക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്ത് എന്നോണമായിരിക്കണം. അതായത് നിയ്യത്തില്ലാതെ നമ്മൾ എത്ര കൊടുത്തിട്ട് 2.5 അല്ല 25% കൊടുത്തിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഏതൊരു ശറഇൽ ദീനിലുള്ള അതിന്റെ ഇബാദത്തിന്റെ നിർവചനം പറയുമ്പോഴും ഈ കാര്യം വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അത്തഅബ്ബുദു ലില്ലാഹി തആല, അള്ളാഹുവിനുള്ള ഇബാദത്ത് എന്നോണം കൊടുക്കണം. അല്ലാതെ ആളുകളെ കാണിക്കാൻ, നാട്ടുകാരെ കാണിക്കാൻ, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് കാണിക്കാൻ യാതൊരു കാര്യം അതുകൊണ്ട് ഉണ്ടാവുകയില്ല. സക്കാത്ത് വീടുകയില്ല എന്ന് മാത്രമല്ല അതിന് ശിക്ഷ കൂടിയുണ്ട് എന്നുള്ളത് ഒരുപാട് ഹദീസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഇനി പറയുന്നു ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫി മാലിൻ മുഅയ്യിൻ,
ഒരു നിർബന്ധമായ ഒരു ജുസ് ആണ് സക്കാത്തിന് കൊടുക്കേണ്ടത്. നമുക്കറിയാം 2.5%, ചിലതിന് അതിന്റെ വ്യത്യാസമുണ്ട്. അത് എല്ലാത്തിനും കൊടുക്കണോ വേണ്ട. ഫിമാലിൻ മുഅയ്യിൻ, എല്ലാ വസ്തുക്കൾക്കും സക്കാത്തില്ല, സക്കാത്തുള്ള വസ്തു ഉണ്ട്. ഇനി ആർക്കാണ് കൊടുക്കേണ്ടത്? ലിതായിഫ ഔ ജിഅത്തിൻ മഖ്സൂസ, സക്കാത്തിന്റെ അവകാശികളായിട്ടുള്ള 8 അവകാശികളുണ്ട്, അവരിലേക്ക് കൊടുത്താലേ അത് വീടുകയുള്ളൂ. ഈ കാര്യത്തിൽ സക്കാത്തുമായി ബന്ധപ്പെട്ട അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടു. ഇൻഷാ അല്ലാഹ് അതാണ് നമ്മളിനി ബാക്കി വരുന്ന ഭാഗങ്ങളിൽ മനസ്സിലാക്കുന്നത്. സക്കാത്ത് സഹോദരങ്ങളെ, അതിന്റെ അഹ്കാമുകളിലേക്ക്, വിധിവിലക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ ശ്രേഷ്ഠതകൾ, ആ സക്കാത്ത് കൊടുക്കുമ്പോൾ വ്യക്തിക്കും സമൂഹത്തിനും ഉണ്ടാകുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട്. അത് തിരിച്ചറിയുകയാണ് എങ്കിൽ വളരെ ഹൃദയവിശാലതയോടുകൂടി നമ്മൾ സമ്പത്ത് കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. കാരണം പലപ്പോഴും ആളുകളെ സക്കാത്ത് എന്ന വിഷയം വരുന്ന സമയത്ത് ഒരുപാട് ആളുകളോട് പോയി ചോദിക്കുന്നത് കൂടുതൽ കൊടുക്കാനല്ല, എങ്ങനെ ഇതിന് കൊടുക്കാതിരിക്കാൻ സാധിക്കുമെന്നുള്ള നിലക്കാണ് പലരും ചോദിക്കുന്നത്. എങ്ങനെ ഇതിൽ കുറവ് കൊടുക്കും, അതിലും കൊടുക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു പ്രയാസത്തോടു കൂടി കൊടുക്കുന്നത് പോലെയാണ്. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല. അപ്പൊ അത് ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ സക്കാത്തിന്റെ ശ്രേഷ്ഠതയും സക്കാത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന, ഒരു മുസ്ലിമിന് ലഭിക്കുന്ന നേട്ടങ്ങളെ കുറിച്ചും തിരിച്ചറിഞ്ഞാൽ അവൻ എങ്ങനെ കൂടുതൽ കൊടുക്കാൻ നോക്കും, അതായിരിക്കും അവൻ ചിന്തിക്കുക. സക്കാത്തിന്റെ ശ്രേഷ്ഠതകളിൽ പണ്ഡിതന്മാർ പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠത, ഖുർആനിൽ നമ്മൾ നോക്കിയാൽ സക്കാത്തിനെ കുറിച്ച് 30ഓളം പരാമർശം ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല 30ഓളം ഇടങ്ങളിൽ സക്കാത്തിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിൽ 27 തവണയും നിസ്കാരത്തിനോടൊപ്പം ചേർത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വഅഖീമുസ്സലാ വആതുസ് സക്കാ, നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, സക്കാത്ത് കൊടുക്കുക പോലെയുള്ള, അല്ലെങ്കിൽ അല്ലദീന യുഖീമൂനസ്സലാ വയുഅ്തൂനസ് സക്കാ, അവർ നിസ്കാരം നിലനിർത്തുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. ഇങ്ങനെ എവിടെയെല്ലാം സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ അവിടെ നിസ്കാരം ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയാത്തവർ മുസ്ലിമീങ്ങളിൽ ആരുമില്ല. അപ്പൊ നിസ്കാരത്തിനോടൊപ്പം തന്നെ 27 തവണ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ ശ്രേഷ്ഠത, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ര വലിയ പ്രാധാന്യം അതിന് നൽകിയിട്ടുണ്ട് എന്നാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് നിങ്ങൾക്കറിയാമല്ലോ. ദീനുൽ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത്. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഒരാളുടെ ഇസ്ലാം അത് നിർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ അത് പടുത്തുയർത്തപ്പെട്ടത് 5 കാര്യങ്ങളിൽ നിന്നാണ്, 5 സ്തംഭങ്ങളിൽ നിന്നാണ്. ഒന്നാമതായി വിശ്വാസകാര്യാണ് പറഞ്ഞത്, ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അംഗീകരിക്കണം, എന്നാലാണ് അവന്റെ ഇസ്ലാം ശരിയാവുകയുള്ളൂ. അത് അംഗീകരിക്കാത്ത അവൻ മുസ്ലിം അല്ല. രണ്ടാമത് പറഞ്ഞു ഇഖാമിസ് സലാ, അവൻ നിസ്കാരം നിലനിർത്തേണ്ടതുണ്ട്, 5 നേരത്തെ നിർബന്ധ നിസ്കാരം നിർവഹിക്കാത്തവൻ മുസ്ലിം അല്ല. മൂന്നാമതായി പറയുന്നത് സഹോദരങ്ങളെ അവൻ സക്കാത്ത് കൊടുക്കണമെന്നാണ്. വൽ ഹജ്ജി വസൗമി റമളാൻ, ഹജ്ജും റമളാൻ മാസത്തെ നോമ്പുമാണ് ബാക്കിയുള്ള 2 കാര്യങ്ങൾ. അപ്പോൾ ഇസ്ലാമിന്റെ റുക്കനാണത്, ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുടെ അടയാളമായി സക്കാത്ത് കൊടുക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്ക് തഖ്വയുണ്ട് എങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കുന്നവനാണ്. അത് സ്വർഗപ്രവേശനത്തിനുള്ള മാർഗവുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ, അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ ഹിജ്റിൽ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി വഉയൂൻ, തീർച്ചയായും മുത്തഖീങ്ങൾ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അവർ സ്വർഗത്തോപ്പുകളിലും അരുവികളിലുമായിരിക്കും. സ്വർഗത്തിൽ ഉണ്ടാകുന്ന മനോഹരമായ അതിന്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു ആഖിദീന മാ ആതാഹും റബ്ബുഹും ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുഹ്സിനീൻ, അവർക്ക് അവരുടെ റബ്ബ് നൽകിയ കാര്യങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അവർ ആസ്വദിക്കുകയാണ്. തീർച്ചയായും ദുനിയാവിൽ അവർ നല്ല സദ്വൃത്തരായിരുന്നു, അവർ മുഹ്സിനീങ്ങളായിരുന്നു, നന്നായി ഇബാദത്ത് ചെയ്യുന്ന നല്ലവരായിരുന്നു. എന്നിട്ട് അവരുടെ ഇബാദത്തിന്റെ പ്രധാനപ്പെട്ട ദുനിയാവിലെ ഇബാദത്തിനെ കുറിച്ച് അള്ളാഹു പറയാൻ, കാനു ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവർ രാത്രിയിൽ അല്പമേ ഉറങ്ങാറുണ്ടായിരുന്നു. അത് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്തും അവരൊരു സമയം നിസ്കരിക്കാൻ മാറ്റിവെച്ചിരുന്നു. അതുപോലെ പറയുന്നു വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, ഫജ്റിന്റെ മുമ്പുള്ള സമയത്ത് എഴുന്നേറ്റുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരായിരുന്നു. വഫി അംവാലിഹിം ഹഖ്ഖുൽ ലിസ്സായിലി വൽ മഹ്റൂം, ഉടനെ തന്നെ അവരുടെ സമ്പത്തിന്റെ കാര്യത്തിൽ അവരെ കുറിച്ച് പറയാണ്. അവർ ചോദിച്ചു വരുന്നവർക്കാകട്ടെ, അതുപോലെ ഹക്കുള്ള ആളുകൾക്കാകട്ടെ, അല്ലെങ്കിൽ തടയപ്പെട്ടവർക്കൊക്കെ എന്ത് ചെയ്യും, അവരൊരു ഹക്ക് അവകാശം നൽകുന്നതാണ്. അഥവാ സക്കാത്ത് കൊടുക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ രാത്രി നിസ്കാരം സക്കാത്തും ഒക്കെ ഒരുമിച്ചിട്ട്, ഇസ്തിഗ്ഫാറും ഒക്കെ ഒരുമിച്ചിട്ടാണ് പറയുന്നത്. സ്വർഗപ്രവേശനത്തിന് കാരണമായത് ദുനിയാവിൽ ഇങ്ങനെ സമ്പത്ത് നന്നായി ചെലവഴിച്ചത് കൊണ്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖംസുൻ മൻ ജാഅ ബിഹിന്ന മഅ ഈമാനിൻ ദഖലൽ ജന്ന, വിശ്വാസത്തോടു കൂടി, അതായത് നിർബന്ധമാണ്, അല്ലാഹുവിലുള്ള ഒരു വിശ്വാസം ഒരാൾക്കുണ്ട്, എന്നിട്ട് 5 കാര്യങ്ങൾ ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്തൊക്കെയാണത്? മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം നിർബന്ധമായി അത് കൃത്യമാണ്. അല വുളൂഇഹിന്ന വറുകൂഇഹിന്ന വസുജൂദിഹിന്ന വവാഖീതിഹിന്ന, നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ പോരാ, എങ്ങനെയാണ് പറഞ്ഞത്?
അതിന്റെ വുളു കൃത്യമായി എടുത്തിട്ട്, അതായത് അതിന്റെ നിബന്ധനകളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റുകൂഇഹിന്ന സുജൂദിഹിന്ന, അതിന്റെ അർക്കാനുകളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. മവാഖീതിഹിന്ന, അതിന്റെ നിബന്ധനയാണ് കൃത്യസമയത്ത് നിസ്കരിക്കണം എന്നുള്ളത്. ആ നിലക്ക് അവൻ 5 നേരത്തെ നിസ്കാരം നന്നായി നിർവഹിക്കുന്നവനാണ് എങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. അതോടൊപ്പം പറഞ്ഞു വസാമ റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. വഹജ്ജൽ ബൈത ഇൻ ഇസ്തതാഅ ഇലൈഹി സബീല, അതുപോലെ സാധിക്കുന്നുണ്ടെങ്കിൽ ഹജ്ജും കൂടി ചെയ്യണം. സാധിക്കുന്നുണ്ടെങ്കിൽ ഹജ്ജും കൂടി ചെയ്യണം. മൂന്നാമത്തെ കാര്യം അതാണ് പറഞ്ഞത്. നാലാമത് പറയുന്നു വഅത സകാത ത്വയ്യിബതൻ ബിഹാ നഫ്സു, ഹൃദയ വിശാലതയോടുകൂടി സക്കാത്ത് കൊടുക്കണം. അതാ പറഞ്ഞത്. ഒരു കുടുങ്ങിപ്പോയി, ഇത് കൊടുക്കണ്ടല്ലോ, വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി, 1 കോടി ഉറുപ്പ്യുണ്ട്, ഇപ്പൊ 2.5% എന്ന് പറഞ്ഞ അത്രയും കൊടുക്കേണ്ടി വരും എന്ന പ്രയാസത്തിലല്ല, മറിച്ച് ഹൃദയ വിശാലതയോടുകൂടി സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാം. 5ാമത് പറഞ്ഞ കാര്യമാണ് അദ്ദൽ അമാന, അമാനത്ത്, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി പാലിക്കും, ആരെയും വഞ്ചിക്കുകയില്ല. ഈ 5 കാര്യങ്ങൾ ഒരാൾക്കുണ്ട് എങ്കിൽ, ഏതൊക്കെയാണ് പറഞ്ഞത്? നിസ്കാരം പറഞ്ഞു. നിസ്കാരം പറയുമ്പോൾ അതിന്റെ സമയ നിബന്ധനയും അതിന്റെ അർക്കാനുകളും വളരെ കൃത്യമായി എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നിസ്കരിക്കണം തന്നെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പ് പറഞ്ഞു. കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യണം എന്ന് പറഞ്ഞു. ഹൃദയ വിശാലതയോടുകൂടി സക്കാത്ത് കൊടുക്കുക എന്ന 4ാമത്തെ കാര്യം അവിടെ പറയാണ്. 5ാമത് അമാനത്ത് പാലിക്കുക. ഈ പറയുന്ന ഗുണം ഒരാളിലുണ്ട് എങ്കിൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും എന്ന് അറിയിക്കുകയാണ്. അതുപോലെ സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് നാളെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും പദവിയിലെത്താൻ പറ്റുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആരാണ് സിദ്ദീഖീങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനുമായി വന്നപ്പോൾ അതിനെ കൃത്യമായി ഒരു ശങ്കയുമില്ലാതെ നേർക്കുനേരെ വിശ്വസിച്ച് അവിടത്തേക്ക് സത്യപ്പെടുത്തിയ അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ഉന്നത പദവി അലങ്കരിച്ച ആളുകൾ. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി ശുഹദാക്കളായി മരണപ്പെട്ട ആളുകൾ, ഈ വലിയ ഉന്നത സ്ഥാനമുള്ള നബിമാരുടെ പദവി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പദവികളാണ് സിദ്ദീഖീങ്ങളും ശുഹദാക്കളും ഒക്കെ. ആ പദവിയിലേക്ക് ഒരാൾക്ക് ഉയരണമെങ്കിൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ഒരിക്കൽ ഖുലാ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇന്നി ഷഹിദ്തു, ഞാനിതാ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ല, താങ്കൾ അല്ലാഹുവിന്റെ റസൂലുമാണ്. വസല്ലൈതു അസ്സലവാത്തിൽ ഖംസ്, ഞാൻ 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കും. വസുംതു റമളാന വഖുംതുഹു, ഞാൻ റമളാൻ മാസത്തിൽ ഞാൻ നോമ്പ് അനുഷ്ഠിക്കുകയും രാത്രി നിസ്കരിക്കുകയൊക്കെ ചെയ്യും. വആതൈതു സക്കാ, അതുപോലെ ഞാൻ സക്കാത്ത് കൊടുക്കും. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത അലാ ഹാദാ കാന മിനസ് സിദ്ദീഖീന വശുഹദാ, ആരെങ്കിലും ഈ നിലക്ക് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂടെ പെട്ടിട്ടുണ്ട്, അവരോടൊപ്പം എത്താൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സഹോദരങ്ങളെ സക്കാത്ത് കൊടുക്കുന്നവരെ കുറിച്ചിട്ട് അറിയിക്കുകയാണ്. സക്കാത്തിന്റെ മഹത്തരമായ കാര്യങ്ങളെ കുറിച്ചിട്ട്, അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ചിട്ടാണ് അറിയിക്കുന്നത്. അതുപോലെ ഈ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് നേട്ടങ്ങളും ഉണ്ട്. സക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കരുത് അതൊരു പൈസ നഷ്ടമാണ്, സാമ്പത്തിക നഷ്ടമാണ്. അല്ല, അതിനെക്കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഓരോ വ്യക്തിക്കും ലഭിക്കുന്നുണ്ട്. ആ സാമൂഹികമായ മുസ്ലിമീങ്ങൾക്കുള്ള ഐക്യത്തിനും അവിടെ എല്ലാം ലഭിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറയുന്നത് സക്കാത്തിലൂടെയാണ് ഒരുവൻ ഒരാളുടെ ഇസ്ലാം പൂർത്തീകരിക്കുന്നത് എന്നാണ്. ആ സക്കാത്ത് കൊടുക്കുമ്പോഴാണ് അവന്റെ ഇസ്ലാം പൂർത്തിയാക്കുന്നത്. കാരണം 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൂടി പൂർത്തിയാക്കുമ്പോഴാണ് ഒരാൾക്ക് അവന്റെ ഇസ്ലാം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ സക്കാത്ത് എന്ന് പറയുന്നത് അതൊരാൾക്ക് സത്യസന്ധതയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അതായത് ഈമാൻ, അവൻ വിശ്വസിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഈമാനിന്റെ തെളിവാണ്, അവന്റെ സത്യസന്ധതക്കുള്ള തെളിവാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അസ്സദഖത്തു ബുർഹാൻ, സദഖ എന്ന് പറയുന്നത് ബുർഹാനാണ്, തെളിവാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈമാനുള്ള തെളിവാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതിയാണ്, അവന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു സ്വഭാവമാണ് അവന് സമ്പത്തിനോട് അതിയായ ആഗ്രഹം ഉണ്ടാകുക എന്നുള്ളത്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അപ്പൊ അവൻ എത്രയും പ്രിയപ്പെട്ട അവന് പ്രിയപ്പെട്ട കാര്യങ്ങളൊക്കെ വാങ്ങാനും ഉപയോഗിക്കാനൊക്കെ സാധിക്കുന്ന ഈ സമ്പത്ത് അവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്. ഈ ചെലവഴിക്കുന്ന സമയത്ത് ആരെങ്കിലും അവിടെ രേഖ വെക്കുന്നുണ്ട്, എന്താണ് അവന് കിട്ടുന്നത്? അവന് ഒരേ ഒരു വിശ്വാസം മാത്രമേ ഉള്ളൂ, ഇത് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട, എനിക്ക് വേണ്ടുന്ന രൂപത്തിലൊക്കെ ചെലവഴിക്കാൻ പറ്റുന്ന ഈ സമ്പത്ത് ഞാനിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ അടുക്കൽ കിട്ടും. ആ ഉറച്ച വിശ്വാസമാണ് അവൻ ഉണ്ടാകുന്നത്. അവന് ഈമാനിന്റെ സത്യസന്ധതയാണ്. ഞാൻ ഈ വിശ്വസിച്ചു എന്ന് പറയുന്നത് വെറുതെ അല്ല, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് എനിക്കേറെ പ്രിയപ്പെട്ട ഈ സമ്പത്ത് എനിക്ക് ഇങ്ങനെ ഒരു മടിയില്ലാതെ കൊടുക്കാൻ പറ്റും. നാളെ ഇത് കണ്ടുമുട്ടും, ഇതെനിക്ക് പ്രതിഫലമായി ലഭിക്കും എന്നൊരൊറ്റ പ്രതീക്ഷ അത് കാരണത്താലാണ് അവന് കൊടുക്കുന്നത്. കാരണം ഇത് ആരും അറിയാൻ പാടില്ല, ആളുകളെ കാണിക്കുന്നതാകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയണം, അതിനുവേണ്ടി അവൻ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇത് റബ്ബിലുള്ള അങ്ങേയറ്റത്തെ വിശ്വാസം കാരണത്താലാണ്, അത് അവന്റെ സത്യസന്ധതയുടെ തെളിവാണ് എന്ന് പറയുന്നു. അതുപോലെ ഇതൊരു മനുഷ്യന്റെ സ്വഭാവത്തെയും ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും മോശം ഒരു ഗുണമാണ്
പിശുക്ക് എന്ന് പറയുന്നത്. അവൻ ബഖീലാവുക. പിശുക്ക് എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. സമ്പത്ത് കൊടുക്കുന്ന ആളുകൾക്ക്, സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് അത് ഇല്ലാതായി തീരുന്നതാണ്. അവൻ കൊടുത്തതിനെ പിശുക്ക് എന്ന് പറയുന്ന മോശപ്പെട്ട സ്വഭാവം അവനിൽ ഉണ്ടാവുകയില്ല. എത്രത്തോളം പണ്ഡിതന്മാർ പറയുന്നു, പിന്നീട് അവന് കൊടുക്കാതിരിക്കാനായിരിക്കും പ്രയാസം. ഏതെങ്കിലും ഒരു മാസം, ഏതെങ്കിലും ഒരാഴ്ച കൊടുക്കുന്നവനാണെങ്കിൽ കൊടുക്കാതിരിക്കുമ്പോൾ മനസ്സിൽ പ്രയാസമായിരിക്കും. പക്ഷേ എനിക്കിത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, അവിടെ ഒരു അവസരം ഉണ്ടായി കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇതായിരിക്കും അവന് പ്രയാസം ഉണ്ടാവുക. എന്നാൽ പിശുക്കൻ എങ്ങനെയാണ്? ഒരു രൂപ കൊടുക്കാൻ പ്രയാസമായിരിക്കും, വിചാരിച്ചത് കൊടുക്കുകയില്ല, കൊടുക്കാതെ നീട്ടിവെക്കും. അങ്ങനെ സമ്പത്ത് ഇങ്ങനെ കൂട്ടിവെക്കുക എന്നുള്ളതല്ലാതെ ഒരാൾക്ക് കൊടുക്കുകയില്ല. അത് പിശുക്കനാണ്. നേരെ തിരിച്ചാകാൻ സാധിക്കും. കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ആളുകൾക്ക് ആ പിശുക്കനിൽ നിന്നും ഔദാര്യവാനായി കരീമായി മാറാൻ അവൻ സാധിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കും. അതുപോലെ സഹോദരങ്ങളെ, ഹൃദയവിശാലത നൽകുന്ന കാര്യമാണത്. ഹൃദയവിശാലത നൽകും. ഒരാളുടെ മനസ്സിന് ഹൃദയവിശാലത ഉണ്ടാക്കുന്ന കാര്യമാണ് അവൻ സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? സന്തോഷത്തോടു കൂടി കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് മനസ്സ് വിശാലമാവുകയുള്ളൂ. അതായത് അവർ പറയാറുള്ളത്, നീ കൈ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് നിന്റെ കൽബ് കൊണ്ട് കൊടുക്കണമെന്നാണ്. നീ കൈ കൊണ്ട് കൊടുക്കുന്നതിന് മുമ്പ് കൽബ് കൊണ്ട് കൊടുക്കാൻ നിനക്ക് സാധിക്കണം. എങ്കിൽ ഈ സക്കാത്ത് കൊടുക്കുന്നത് കൊണ്ട് നിനക്ക് ഹൃദയവിശാലത ലഭിക്കും, മനസ്സമാധാനം ലഭിക്കും. ഇതെല്ലാം സഹോദരങ്ങൾ ഇതിന്റെ വലിയ നേട്ടങ്ങളിൽപ്പെട്ട കാര്യമാണ്. സ്വർഗപ്രവേശനത്തിന് കാരണമാകുമെന്നുള്ള മറ്റു ഹദീസിലും കാണാൻ സാധിക്കും. ആർക്കാണ് സ്വർഗമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ലിമൻ അത്താബൽ കലാം. നോക്കണം, ഓരോ വാക്കും നോക്കണം. സംസാരം നന്നാക്കിയാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് നമ്മുടെ സംസാരം നന്നാക്കുക എന്നുള്ളത്. ലിമൻ അത്താബൽ കലാം സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അവനാണ് സ്വർഗപ്രവേശനം കിട്ടുന്നത്. വസല്ല ലില്ലാഹി ബില്ലൈലി വന്നാസു നിയാം. ജനങ്ങളെല്ലാം രാത്രി ഉറങ്ങുന്ന സമയത്ത് അവൻ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്നവൻ. ഇപ്പം നല്ല സംസാരമുള്ളവൻ, ആളുകൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സംസാരം ഒന്നും അവനിൽ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ സാധുക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനുള്ള വളരെ താല്പര്യമുള്ള വ്യക്തിയാണ്. അതുപോലെ രാവിലെ ആളുകൾ ഉറങ്ങുമ്പോൾ ഇവൻ എഴുന്നേറ്റ് നിസ്കരിക്കും. ഈ 3 ഗുണങ്ങളും ഒരാളിൽ സമ്മേളിച്ചാൽ അവൻ സ്വർഗപ്രവേശനത്തിൻ്റെ കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ സക്കാത്ത് കൊടുക്കുമ്പോൾ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾക്ക് അവരൊരൊറ്റ കുടുംബം പോലെ വർത്തിക്കാൻ സാധിക്കുന്നു എന്നാണ്. ഇപ്പൊ കഴിവില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു വേറെ ഒരാളാണ് എന്നുള്ള തോന്നലില്ല. കഴിവുള്ള ആളുകൾ അവന് സമ്പത്തിൽ നിന്നും കൊടുക്കുന്ന സമയത്ത് എന്നെ ആശ്വസിപ്പിക്കാൻ, എൻ്റെ പ്രയാസങ്ങൾ അറിയാൻ എൻ്റെ കുടുംബം പോലെ ആളുകൾ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം അവന് ലഭിക്കുന്നതാണ്. ഞാനെല്ലാം ഒരൊറ്റ കുടുംബം പോലെയാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. തീർച്ചയായും വിശ്വാസികളെല്ലാം പരസ്പര സഹോദരങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ഇത്തരം സക്കാത്തിലൂടെ സാധൂകരിക്കുകയാണ്. അവന് അറിയാം, എനിക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ ഇവരൊന്ന് കണ്ടറിഞ്ഞ് ചെയ്തു തരും, കണ്ടറിഞ്ഞ് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇത് ചിന്തിക്കുന്ന സമയത്ത് ഒരൊറ്റ കുടുംബം പോലെ അവർക്ക് വർത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ മോഷണങ്ങൾ പോലെയുള്ള സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറക്കാൻ ഒരു പരിധിവരെ സക്കാത്തിന് സഹായകമാകുമെന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇപ്പം കുറ്റകൃത്യങ്ങൾ സഹോദരങ്ങൾ എപ്പോഴോ ഉണ്ടാവുക, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, മറ്റുള്ളതിൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, അപ്പം എങ്ങനെയെങ്കിലൊക്കെ എൻ്റെ ആവശ്യങ്ങൾ നടക്കണം. ഇവൻ ചിന്തിക്കുകയാണ്, എനിക്ക് അങ്ങനെ പരിശ്രമിച്ചിട്ടും കിട്ടുന്നില്ല, അപ്പോൾ അവൻ്റെ അത് എടുക്കുക തന്നെ. അതിനൊരു ന്യായമല്ല, അത് തെറ്റ് തന്നെയാണ്, അവൻ പാപം തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഇസ്ലാമിക ശരീഅത്തുണ്ടെങ്കിൽ അവൻ്റെ കൈവെട്ടേണ്ട കേസ് തന്നെയാണ്. പക്ഷേ സഹോദരങ്ങളെ, സക്കാത്ത് കൊടുക്കുന്നത് വഴി ഒരു പരിധി വരെയൊക്കെ എന്ത് ചെയ്യും? ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കി തീർക്കും. കാരണം എല്ലാവർക്കും അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള പണം കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മോഷ്ടിക്കേണ്ട, കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അരിക്ക് വേണ്ടി മോഷ്ടിക്കേണ്ട ആവശ്യം അവനില്ല, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ആവശ്യങ്ങൾ ഇല്ല. അത് ഒരു പരിധി വരെയൊക്കെ കുറക്കാൻ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, മഹ്ശറയിൽ നാളെ സൂര്യൻ ഒരു ചാണിന് മുകളിൽ മാത്രം നിൽക്കുന്ന സമയത്ത് തണലായി അവിടെ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് ദുനിയാവിൽ വെച്ച് സദഖകൾ കൊടുത്തവരെന്നാണ്. കുല്ലു മ്രിഇൻ ഫീ ളില്ലി സദഖതിഹി യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും തങ്ങളുടെ സദഖകളുടെ തണലിലായിരിക്കും. എത്രത്തോളം സദഖ കൊടുത്തിട്ടുണ്ട് അത്ര വലിയ തണൽ അവന് ലഭിക്കും. ചെറിയ കൊടുത്താണെങ്കിൽ ചെറിയ തണലേ കിട്ടുള്ളൂ, ഒരുപാട് കൊടുത്തവനാണെങ്കിൽ അവന് വലിയ തണൽ ലഭിക്കും എന്ന് കാണാൻ സാധിക്കും. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങളിൽ ഒരു വിഭാഗം അവന്റെ വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാതെ കൊടുത്തവനാണ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകളെ കാണിച്ച്, ആളുകളെ അറിയിച്ചല്ല കൊടുക്കുന്നത്, രഹസ്യമായി കൊടുക്കുന്നത്. അതിന് കുറച്ച് ക്ഷമ വേണം. അല്ല, ആരും അറിയാതിരിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം ക്ഷമ വേണ്ട കാര്യമാണ്. കാരണം മനുഷ്യന്റെ പ്രകൃതാണ് എങ്ങനെയൊക്കെ അറിയിക്കണം. രണ്ടാൾ അറിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുന്നുള്ളൂ എന്നൊരു തോന്നലായിരിക്കും. അപ്പോൾ ആരും അറിയാതെ കൊടുക്കുമ്പോൾ അത്രയും അള്ളാഹുലുള്ള ഈമാൻ വർദ്ധിച്ചാലാണ് അത് സാധിക്കുക. കാരണം അള്ളാഹ് മാത്രം അറിഞ്ഞാൽ മതി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് തരും എന്നുള്ള ചിന്തയാണ്. ആ ചിന്ത കുറയുമ്പോഴാണ് 4 ആളെങ്കിലും അറിയട്ടെ, 2 ആൾ എന്നെ പ്രശംസിക്കട്ടെ, അങ്ങനെയെങ്കിലും ഒരു സമാധാനം, ഒരു സന്തോഷം കിട്ടട്ടെ എന്ന നിലക്ക് എത്തും. അപ്പോൾ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണലേകുന്ന ഒരു വിഭാഗം
ഈ സക്കാത്തും സദഖകളും കൊടുത്തവരാണ് എന്നാണ്. അതുപോലെ നാം നേരത്തെ പറഞ്ഞു സമ്പത്തിനെ ശുദ്ധീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ സമ്പത്ത് സക്കാത്ത് കൊടുക്കാതെ അത് ശുദ്ധിയാവുകയില്ല. സക്കാത്തിന്റെ പണം സമ്പത്തിൽ കലർന്നാൽ ആ സമ്പത്ത് അത് ശുദ്ധിയാകാതിരിക്കും. ആ ശുദ്ധീകരണം സക്കാത്തിലൂടെയാണ് നയിക്കുന്നത്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെ സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവരുടെ സമ്പത്ത് അത് നേർക്ക് നേരെ നശിച്ചു പോകാനുള്ള കാരണമാവാറുണ്ട്. ഇത്തരം പിശുക്കന്മാരുടെ പൈസ പലപ്പോഴും ഇല്ലാണ്ടായിപ്പോകും. എന്നാൽ കൊടുക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നൽകും. പിടിച്ചു വെച്ച് പിശുക്കന്മാരായി ജീവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാകെ നശിപ്പിക്കും. ആർക്കും കൊടുക്കാതെ പിടിച്ചു വെച്ചാൽ പിന്നെ അവന് തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും. എന്നാൽ കൊടുക്കുന്നവർക്ക് അള്ളാഹു തആല അത് വർദ്ധിപ്പിച്ചു നൽകും. അതുപോലെ തന്നെ സാമൂഹികമായി സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് മഴ വർധനക്ക് കാരണമാകും. ഒരു നാട്ടിൽ നല്ല സമൃദ്ധമായി മഴ ലഭിക്കാൻ ജക്കാത്ത് കൊടുക്കുന്നവരുണ്ടെങ്കിൽ അത് ഉണ്ടാകുമെന്നാണ്. ഒരു ഹദീസിൽ കാണാം, മാ മനഅ ഖൗമുൻ ജക്കാത്ത് അംവാലിഹിം, ഒരു വിഭാഗം ജനങ്ങൾ അവരുടെ ജക്കാത്ത് പിടിച്ചു വെക്കുന്നില്ല, ഇല്ല മുനിഉ അൽ ഖത്ര മിനസ് സമാ, ആകാശത്ത് നിന്നും മഴ അത് മുഖേന പിടിച്ചു വെച്ചിട്ടല്ലാതെ. അത് ജക്കാത്ത് കൊടുക്കാതിരുന്നാൽ ദാരിദ്ര്യം ഉണ്ടാകും, വരൾച്ചയുണ്ടാകും. ഇതെല്ലാം ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതിന് ഒരുപാട് നേട്ടങ്ങൾ, ഇനിയും ധാരാളക്കണക്കിന് നേട്ടങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ സക്കാത്തിനെ കുറിച്ചും സദഖകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതാനും ചില കാര്യങ്ങളാണ് നിങ്ങളെ കൽപ്പിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് അതിൻ്റെ അഹ്കാമുകളിലേക്ക്, അതിൻ്റെ കർമ്മശാസ്ത്ര വിധികളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യമായി ഏതൊരു വിഷയത്തിലും ചർച്ച ചെയ്യാറുള്ളത് അതിൻ്റെ ഹുക്കുമാണ്. ഹുക്കുമു സക്കാ, സക്കാത്തിന്റെ വിധി എന്താണ്? ദീനുൽ ഇസ്ലാമിൽ സക്കാത്തിന്റെ വിധി എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നിർബന്ധമാണ്, വാജിബാണ്, ഫർളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ നേരത്തെ മനസ്സിലാക്കി, സക്കാത്ത് എന്നുള്ളത് ബുനിയൽ ഇസ്ലാം അല ഖംസിൻ എന്ന് പറഞ്ഞ 5 ഇസ്ലാം കാര്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടതാണ് എന്നാണ് പറഞ്ഞത്. 5 നിർബന്ധ കാര്യമാണ്, അതിലൊന്നും സുന്നത്തില്ല, എല്ലാം നിർബന്ധമാണ്. പക്ഷെ കഴിവുള്ള ആളുകൾക്ക്, അത് കൊടുക്കേണ്ട നിബന്ധനകൾ എത്തിയ ആളുകൾക്ക് നിർബന്ധമാണ്. ഖുർആനിൽ അല്ലാഹു തആല ഒരുപാട് കൽപ്പിച്ചു, വഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തണം, വആത്തുസ് സക്കാ, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഏതൊരു കൽപ്പനയും അറിയിക്കുന്നത് അത് നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി യമനിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സമയത്ത് അവരോട് ആദ്യമായി പറയാൻ പറഞ്ഞത്, ആദ്യമായി നീ അവരോട് പറയണം, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ പറയണം. നീ അഹ്ലുൽ കിതാബിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. ആദ്യം നീ പറയേണ്ടത് യുവഹിദുല്ലാഹ്, അവർ തൗഹീദ് സ്വീകരിക്കണമെന്നാണ്. ആ കാര്യം അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീ പറയണം 5 നേരത്തെ നിർബന്ധ നിസ്കാരം അവർ നിർവഹിക്കണം. അത് അവർ സ്വീകരിച്ചു കഴിഞ്ഞാൽ അലിംഹും അന്നല്ലാഹു ഇഫ്തറദ അലൈഹിം സദഖ തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം, നീ എന്ത് ചെയ്യണം? അവരിലെ ധനികരിൽ നിന്നും സദഖ പിരിക്കണം. ഇസ്ലാമിക ഭരണകൂടം ഉണ്ടെങ്കിൽ അത് പിരിക്കാൻ ഒരാളുണ്ടാകും. അപ്പൊ അവിടെ പോയി സദഖ പിരിക്കണം, സക്കാത്ത് പിരിക്കണം, എന്നിട്ട് സാധുക്കൾക്ക് വിതരണം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിർബന്ധമായ കാര്യമാണ്. മുസ്ലിം ഉമ്മത്തിൽ ഏക അഭിപ്രായമുള്ള ഇജ്മാ ഉള്ള വിഷയമാണ്. സക്കാത്ത് നിർബന്ധമല്ല എന്ന് പറയുന്ന ഒരു പണ്ഡിതനും സഹോദരങ്ങളെ ഇല്ല. ഇനി ഒരാൾ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ അവന്റെ വിധി എന്താണ്? നിർബന്ധമാണെന്ന് മനസ്സിലായി, എന്നിട്ടും ഒരാൾ സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ സഹോദരങ്ങൾ, ഒരാൾ അതിനെ നിഷേധിച്ചുകൊണ്ടാണ് തള്ളുന്നതെങ്കിൽ ദീനുൽ ഇസ്ലാമിന് പുറത്തു പോകും. ഒരാൾ പറയണം അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കൊടുത്തതാണ്, അങ്ങനെ എല്ലാ കാലത്തേക്കും അങ്ങനെ സക്കാത്തൊന്നും കൊടുക്കണ്ട, അങ്ങനെ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയൊന്നുമില്ല എന്ന് പറഞ്ഞ അതിന്റെ വുജൂബിനെ തന്നെ, നിർബന്ധ ബാധ്യത തന്നെ ചോദ്യം ചെയ്ത് നിഷേധിക്കുകയാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. നിസ്സാരമായ കാര്യമല്ല. ഒരാൾ പറയാം എനിക്ക് അങ്ങനെ കൊടുക്കാനും കഴിയില്ല, ഞാൻ അധ്വാനിച്ച് നയിച്ചുണ്ടാക്കിയതാണ്, ഞാൻ അതിൽ കൊടുക്കാൻ പറയാം, അതൊന്നും കഴിയില്ല. വേണമെങ്കിൽ ഞാൻ കുറച്ച് കൊടുക്കും, വേണമെങ്കിൽ ഞാൻ കുറച്ചെന്തേലൊക്കെ കൊടുക്കും, അങ്ങനെ ഈ പറയുന്ന ശതമാനം വെച്ചിട്ടുള്ള പരിപാടി അങ്ങനെയൊന്നും കൊടുക്കാൻ കഴിയില്ല, ഞാൻ അത്ര അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ സഹോദരങ്ങളും ദീനുൽ ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്, നിസ്സാരമായ കാര്യമല്ല. ഈ വാദത്തോടു കൂടി അവൻ പാവങ്ങളെ സഹായിക്കുന്നവനാണെങ്കിൽ പോലും, ഒരാൾക്ക് അങ്ങനെ വാദം ഉണ്ടാവും, ഞാൻ വേണമെങ്കിൽ എനിക്ക് തോന്നുമ്പോൾ കുറച്ച് സാധുക്കളൊക്കെ സഹായിക്കും, ചിലപ്പോൾ അവനെ കണക്കൂട്ടി അതിനേക്കാളും കൂടുതലുണ്ടാവും, പക്ഷേ ഇതാണ് അവന്റെ വിശ്വാസമെങ്കിൽ, അങ്ങനെ കൊടുക്കൽ നിർബന്ധമൊന്നുമില്ല എന്നാണ് അവന്റെ വിശ്വാസമെങ്കിൽ ഇസ്ലാമിൽ നിന്ന് അവൻ പുറത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ലാത്ത ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ സഹോദരങ്ങൾ, ഒരാൾ പിശുക്ക് കാരണത്താലാണ്, സമ്പത്തിനോടുള്ള ഭ്രമം കാരണത്താൽ, പിശുക്ക് കാരണത്താൽ കൊടുക്കാത്തവനാണ് എങ്കിൽ ഒരുപാട് ഹദീസുകളിലൊക്കെ വന്നതുപോലെ, ആയത്തുകളിലൊക്കെ വന്നതുപോലെ വൻ പാപമാണത്. നാളെ അവൻ ഈ സമ്പാദിച്ചുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മളത് ആയത്തൊക്കെ വായിക്കും, അവന്റെ മുതുകത്തും അവന്റെ നെറ്റിത്തടത്തിലും പാർശ്വങ്ങളിലുമെല്ലാം വെച്ച് ചുട്ടുപഴുപ്പിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മടി കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പറയുന്നത് പോലെയുള്ള പണത്തോടുള്ള ഭ്രമം കാരണത്താൽ ഒരാൾ കൊടുക്കാത്തതാണ് എങ്കിൽ അത് അത്ര വലിയ പാപം തന്നെയാണ്. ദീനുൽ ഇസ്ലാം നമ്മൾ പുറത്തു പോകുന്നില്ല എന്നാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. ഇനി ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ ഭരണാധികാരിക്ക് എന്ത് ചെയ്യാം? നിർബന്ധിച്ച് അവനിൽ നിന്നും വാങ്ങാമെന്നാണ്. അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കാത്തവന്റെ അടുക്കൽ നിന്നും നിർബന്ധിച്ച് വാങ്ങുമ്പോൾ
നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവന്റെ സമ്പത്തിന്റെ പകുതി വരെ ഭരണാധികാരിക്ക് കണ്ടുകെട്ടാമെന്ന്. ഒരാൾ സക്കാത്ത് കൊടുക്കുന്നില്ല, സക്കാത്ത് ആകെ 2% കൊടുക്കേണ്ടുള്ളൂ, അവന് 50% മൊത്തം സ്വത്തിന്റെ പകുതി വരെ ഇസ്ലാമിക ഭരണകൂടത്തിന് അത് കെട്ടാമെന്നാണ്, അത് തിരിച്ചു പിടിക്കാമെന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ചില വിഭാഗങ്ങൾ ഉടലെടുത്തു, ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കുകയില്ല. സക്കാത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളപ്പോൾ കൊടുത്തു, മുഹമ്മദ് നബി വഫാത്തായി, ഇനി ആർക്കും ഞങ്ങൾ സക്കാത്ത് കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്കൂട്ടർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. യുദ്ധം നടത്തിയിട്ടാണെങ്കിലും ഒരു മൂക്ക് കയറാണ് അവൻ ഒരാൾ സക്കാത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തിരിച്ചുപിടിക്കും എന്ന് പറഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം നടത്തിയത് കാണാൻ സാധിക്കും. സക്കാത്ത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന് സഹോദരങ്ങളെ, അതിന്റെ അടുത്ത അഹ്കാം, അടുത്ത രണ്ടാമത്തെ കാര്യം, ഇതിന്റെ വിധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഷുറൂത്തു സക്കാത്തിന്റെ നിബന്ധനകൾ. സക്കാത്തിന്റെ നിബന്ധനകളെ കുറിച്ച് പറയുമ്പോൾ ദീൻ ഇസ്ലാമിൽ ഏതൊരു ഇബാദത്തും നിബന്ധനകളുണ്ട്. നിബന്ധനകൾക്ക് വിധേയമാണ് ഇബാദത്തുകൾ. ആ നിബന്ധനകൾ ഒരാളിൽ പൂർത്തിയായാൽ മാത്രമേ അയാൾ ആ അമല് ചെയ്യേണ്ടതുള്ളൂ. ആ നിബന്ധനകൾ പൂർത്തിയാകാത്ത ആളുകൾക്ക് അത് ചെയ്യേണ്ടതില്ല. അതുപോലെ അത് ചെയ്യൽ ബാധ്യതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിബന്ധന പൂർത്തിയാക്കി ചെയ്താലേ അത് സ്വീകരിക്കപ്പെടുകയുമുള്ളൂ. അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. സക്കാത്തിന്റെ നിബന്ധനകൾ 2 രൂപത്തിലുണ്ട്. ഒന്ന്, സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ വ്യക്തിക്ക് ചില നിബന്ധനകൾ ഉണ്ടാകണം, എങ്കിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ, സക്കാത്ത് സ്വീകരിക്കപ്പെടുകയുള്ളൂ. അതുപോലെ നൽകേണ്ട സമ്പത്തുമായി ബന്ധപ്പെട്ട ചില നിബന്ധനകളുണ്ട്. സമ്പത്തിന് ചില നിബന്ധനകൾ ഒത്താലേ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്നാണ്. ഒന്നാമത്, വ്യക്തിയുമായി ബന്ധപ്പെട്ട സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ പറയുകയാണെങ്കിൽ എല്ലാ ഇബാദത്തിലും പറയുന്നത് പോലെ തന്നെ ഒരാൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ള നിബന്ധനയാണ്. ഇപ്പൊ ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാൾക്ക് സക്കാത്ത് എന്തില്ല? സക്കാത്ത് ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ അവന് കുറ്റമില്ല എന്നല്ല. ഇസ്ലാം സ്വീകരിക്കാതെ ഒരാൾ സക്കാത്ത് കൊടുത്താൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു പ്രതിഫലം കിട്ടൂല. ഒരു നല്ലൊരു മനുഷ്യൻ, അയാൾ എന്താണ്, മുസ്ലിം ആയിട്ടില്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷെ ആളുകൾക്കൊക്കെ സക്കാത്തും അതിനപ്പുറത്തേക്ക് അവൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണമെങ്കിൽ എന്തായിരിക്കണം? അവൻ മുസ്ലിം ആയിരിക്കണം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിക്കാത്ത ഒരു വ്യക്തി എത്ര തന്നെ ഇബാദത്തുകളായി ചെയ്താൽ പോലും അതൊന്നും ഇബാദത്തുകളായി പരിഗണിക്കുകയില്ല. കാരണം ഇബാദത്തിന് നിബന്ധനയിൽപ്പെട്ടതാണ് അവൻ മുവഹിദായിരിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന മുവഹിദായിരിക്കണം, എങ്കിലേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു തആല പറഞ്ഞല്ലോ, വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും ഇല്ലാ അന്നഹും കഫറു ബില്ലാഹി വബിറസൂലിഹി. വമാ മനഅഹും അൻ തുഖ്ബല മിൻഹും നഫഖാതുഹും, അവരുടെ നഫഖാത്തുകൾ, അവർ ചെലവഴിച്ച കാര്യങ്ങൾ അത് സ്വീകരിക്കപ്പെടാതിരിക്കാൻ ഒരേ ഒരു തടസ്സമേ ഉണ്ടായിട്ടുള്ളൂ. ഇല്ല അന്നഹും കഫറു ബില്ലാഹി വറസൂലി, അവർ അള്ളാഹുവിനും റസൂലിനും നിഷേധിച്ചിരുന്നു എന്നാണ്. അള്ളാഹുവിനെ നിഷേധിച്ചവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകത്വത്തെ നിഷേധിച്ചവൻ. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടാൽ പോരാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ എൻ്റെ ജീവിത ശൈലി അവിടുന്നാണ് പഠിക്കേണ്ടത്, ഇബാദത്തുകൾ അവിടുത്തെ അനുസരിച്ച് മനസ്സിലാക്കണം എന്ന് നിഷേധിച്ചാൽ സഹോദരങ്ങളെ, അവന് സക്കാത്ത് ശരിയാവുകയില്ല, അവനിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കപ്പെടുകയുമില്ല. എന്നാൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിക്കാത്തതിനും സക്കാത്ത് കൊടുക്കാത്തതിനൊക്കെ കുറ്റമുണ്ടോ? കുറ്റമുണ്ട്. നാളെ പരലോകത്ത് വെച്ച് സൂറത്തുൽ മുദ്ദസ്സിർ കാണാൻ സാധിക്കും, മാ സലകക്കും ഫീ സഖർ, നിങ്ങൾ സഖറാകുന്ന നരകത്തിൽ എങ്ങനെയാണ് പ്രവേശിച്ചത് എന്ന് മുശ്രിക്കുകളോട് ചോദിക്കുമ്പോൾ അവരാദ്യം പറയുന്നത് ഖാലു ലം നകു മിനൽ മുസല്ലീൻ, നമ്മൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, വലം നകു നുത്ഇമുൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല, സക്കാത്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സാധുക്കൾക്ക് കൊടുക്കുന്ന ആളായിരുന്നില്ല, വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങളിതാ തോന്നിവാസത്തിൽ മുഴുകുന്നവരുടെ കൂടെ ഞങ്ങളും മുഴുകുമായിരുന്നു. ദീനിനെ കുറിച്ച് പരിഹസിക്കുമ്പോൾ, ദീനിനെ കുറിച്ച് കളിയാക്കുമ്പോൾ അവരെ കൂടെ കിടന്ന് അങ്ങനെ മുഴുകുന്ന ആളുകളായിരുന്നു. നിസ്കാര സമയത്ത് നിസ്കരിക്കാറില്ല, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എന്ന് മുശ്രിക്കുകൾ പറയുന്നുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം കാര്യങ്ങൾക്കാണോ മുസ്ലിമീങ്ങൾക്ക് ശിക്ഷ ഏർപ്പാടാക്കിയിട്ടുള്ളത് അതെല്ലാം മുശ്രിക്കുകൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ വിചാരിക്കരുത് 5 നേരത്തെ നിസ്കാരം ഇവർക്കൊക്കെ നല്ല സുഖം, ഒരു പണിയില്ല, ഇവരിങ്ങനെ നടക്കുകയാണ്, ഇവർക്കൊക്കെ സമ്പത്ത് ഉണ്ടാക്കി ഒന്നും കൊടുക്കേണ്ടതില്ല. അല്ല, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിനുള്ള കാലാകാല ശിക്ഷ അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന എല്ലാ കാര്യത്തിനുള്ള ശിക്ഷയും സഹോദരങ്ങളെ അവർക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് സ്വതന്ത്രനായിരിക്കുക എന്നുള്ളതാണ്. അഥവാ അടിമകളെ സംബന്ധിച്ചിടത്തോളം സക്കാത്ത് നിർബന്ധമില്ല. കാരണം അടിമയുടെ സമ്പത്ത് മുഴുവൻ യജമാനനുമായി ബന്ധപ്പെട്ടതാണ്. യജമാനനാണ് അതിന്റെ നിയന്ത്രണ അവകാശമുള്ളത്. അതുകൊണ്ട് സ്വന്തമായി സമ്പത്ത് നിയന്ത്രിക്കാൻ അവകാശമില്ലാത്ത
സ്വതന്ത്ര അടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ എന്ത് ചെയ്തിട്ടില്ല, സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. അടിമ കുറെ കച്ചവടം ചെയ്തിട്ടോ ജോലി ചെയ്തിട്ടോ ഒക്കെ പണം ഉണ്ടാക്കിയാലും അതെല്ലാം അതിന്റെ യജമാനനാണ് കൊടുക്കുക. കാരണം യജമാനനാണ് അവന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കാൻ ബാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ നിസ്കാരമൊക്കെ പറയുമ്പോൾ രണ്ട് നിബന്ധനകൾ പറയാറുണ്ട്. ഒന്ന് ബുദ്ധി ഉണ്ടായിരിക്കുക, രണ്ട് പ്രായപൂർത്തി എത്തിയിരിക്കുക. ഇപ്പൊ ബുദ്ധി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം എന്തില്ല, ബാധ്യതയില്ല. അതുപോലെ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടിയൊക്കെ നിസ്കാരം നിർബന്ധവുമില്ല. 7 വയസ്സാകുമ്പോൾ കൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടല്ല. എന്നാൽ ഈ പറയുന്ന സക്കാത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങൾ, ഒരാൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനാണെങ്കിലും ശരി, പ്രായപൂർത്തി എത്താത്തവനാണെങ്കിലും ശരി, അവന്റെ വലിയൻ, അവന്റെ രക്ഷാധികാരിക്ക്, അവനെ നോക്കുന്ന ആളുണ്ടാവുമല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം ഇവന്റെ പണത്തിൽ നിന്നും സക്കാത്ത് കൊടുക്കണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു വ്യക്തി, അവന്റെ വാപ്പ മരണപ്പെട്ടപ്പോൾ അനന്തരമായി ചിലപ്പോൾ ലക്ഷങ്ങളോ കോടികളോ ചിലപ്പോൾ അവന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാകും. അവൻ അതിന്റെ ഉടമസ്ഥനായിട്ടുണ്ടാകും. പക്ഷെ ഇവൻ അതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ ഇവനെ നോക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യണം, വർഷാവർഷം ഇവന്റെ സമ്പത്തിൽ നിന്നും 2% വെച്ച് അത് കൊടുക്കണം. അതേപോലെ തന്നെയാണ് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ വാപ്പ മരണപ്പെട്ടു, യത്തീമായി പോയി, അവൻ 5 വയസ്സ് 6 വയസ്സ് 10 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇത്ര ചിലപ്പോൾ കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയായിരിക്കും. ഇവന്റെ സമ്പത്തും ആര് കൊടുക്കണം, ഇവനെ നോക്കുന്ന ആളുകൾ അതിൽ നിന്നും 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. നിസ്കാരത്തെ പോലെയല്ല സാമ്പത്തികമായിട്ടുള്ള ഈ കാര്യത്തിലെന്ന് മനസ്സിലാക്കുക. ഇത്രയും സക്കാത്ത് കൊടുക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന നിബന്ധനയാണ്. ഇനി സക്കാത്ത് നൽകുന്ന സമ്പത്തുമായി ചില നിബന്ധനകളുണ്ട്. അതിലൊന്നാമത്തേത്, കയ്യിലുള്ള സമ്പത്ത് അത് സക്കാത്ത് നിർബന്ധമാകുന്ന ഇനത്തിലുള്ളതായിരിക്കണം. അതിനെ സക്കാത്തുള്ളൂ. എല്ലാത്തിനും നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ സക്കാത്ത് നിർബന്ധമാകുന്ന പ്രധാനമായും 5 ഇനങ്ങളാണുള്ളത്. 5 ടൈപ്പ് കാര്യങ്ങൾക്കാണ് സക്കാത്ത് നിർബന്ധമുള്ളൂ. ഒന്ന് സ്വർണ്ണമുള്ളതിന് സക്കാത്ത് ഉണ്ട്. 2 വെള്ളിയാണ്, വെള്ളിക്ക് സക്കാത്ത് ഉണ്ട്. 3 കച്ചവട വസ്തുക്കളാണ്, കച്ചവടം ചെയ്യാൻ വെച്ച വസ്തുക്കൾക്ക് സക്കാത്തുണ്ട്. 4-മത്തത് കാലികളാണ്, ആട് മാട് ഒട്ടകമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിന് സക്കാത്തുണ്ട്. 5-മത്തത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്, അത് കൃഷി ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്, അതല്ലാത്ത ഖനന വസ്തുക്കളും മറ്റുമൊക്കെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഈ 5 ടൈപ്പ് കാര്യങ്ങൾക്കാണ് സക്കാത്തുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട്. തേന് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സക്കാത്തുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ എല്ലാ വസ്തുക്കൾക്കും സക്കാത്തില്ല. ഈ പറയുന്ന 5 കാര്യങ്ങൾക്കേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അവന്റെ വീടിന് സക്കാത്തുണ്ടോ? ഇല്ല. കാരണം വീട് സ്വർണ്ണമല്ല, വെള്ളിയല്ല, കച്ചവട വസ്തുക്കളല്ല, കാലികളല്ല, ഭൂമിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യമല്ല. ഒരാൾക്ക് വീടുണ്ട്, അതിന് സക്കാത്തുണ്ടോ? ഇല്ല. 1 കോടി രൂപയുടെ വീടാണ്, സക്കാത്തുണ്ടോ? ഇല്ല. സക്കാത്ത് അതിനില്ല. അല്ല, അവനതിന് ദൂർത്ത് നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിഷയമൊക്കെ അത് വേറെയാണ്. സക്കാത്ത് കൊടുക്കണോ? 1 കോടിയുടെ വീടാണെങ്കിൽ ശരി, 5 കോടിയുടെ വീടാണെങ്കിൽ ശരി, അതിന് സക്കാത്തില്ല. വർഷാവർഷം 5 കോടിയുടെ ആസ്തി നോക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. ഒരാളുടെ കയ്യിൽ 100 ഏക്കറുണ്ട്, 1000 ഏക്കറുണ്ട്, അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഇല്ല. അയാൾ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ അതിന് സക്കാത്തില്ല. കാരണം കച്ചവട വസ്തുക്കളിലായി സ്വർണ്ണമല്ല, വെള്ളിയല്ല, കാലികളുമല്ല, ഭൂമിയിൽ നിന്ന് എടുക്കുന്നതല്ല, പിന്നെ കച്ചവട വസ്തുവാണ്. കച്ചവട വസ്തു ആയാൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന കാര്യത്തിന് സക്കാത്ത്. ഒരാളടുത്ത് ഒരുപാട് കാറുണ്ട്, കാറിന്റെ കളക്ഷൻ ഉണ്ട് എന്ന് തന്നെ വിചാരിക്കാം. അല്ല, അതിന്റെ ശരി തെറ്റുകളല്ല നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരാളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ കാറുകളുണ്ട്, വിൽക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല, അയാളിങ്ങനെ വാങ്ങി വെക്കും, അത്രേ ഉള്ളൂ. അയാൾക്ക് അതിന് സക്കാത്തുണ്ടോ? സക്കാത്തില്ല. വേറൊരാൾ കുറെ വാച്ചുകളുണ്ട്, കുറെ ലക്ഷങ്ങളുടെ വാച്ചുകൾ അയാൾ വാങ്ങി വെച്ചിട്ടുണ്ട്, അയാൾക്ക് അതിന് സക്കാത്തുണ്ടോ? വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ സക്കാത്തില്ല. അയാൾ വാങ്ങി വെച്ചതാണ്, വിൽക്കാൻ എന്ന് പറയുന്ന കാര്യം അയാൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിന് വില കിട്ടിയാൽ വിൽക്കണമെന്ന് ഉദ്ദേശമില്ല എങ്കിൽ അയാൾക്ക് സക്കാത്തില്ല. അയാൾ ഉപയോഗിക്കാനായിട്ടോ അല്ലെങ്കിൽ ആ നിലക്കോ വാങ്ങിയതാണ് എങ്കിൽ അതിന് സക്കാത്തില്ല. അപ്പൊ അതാണ് ഈ 5 പറയുന്ന കാര്യങ്ങൾക്കേ സക്കാത്തുള്ളൂ. അതാണ് വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ പറയുന്ന 5 ഇനം വസ്തുക്കൾ നമ്മുടെ അടുത്തുണ്ടായാലും അതിന് നിസാബ് എത്തേണ്ടതുണ്ട്. നിസാബ് എത്തേണ്ടതുണ്ട്, ഒരു പരിധിയാണ്. ആ പരിധി എത്തിയാൽ മാത്രമേ സഹോദരങ്ങളെ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. സ്വർണ്ണമുള്ള എല്ലാവരും സക്കാത്ത് കൊടുക്കണോ? വേണ്ട. ഒരാളുടെ 5 പവനേ ഉള്ളൂ സ്വർണം, കൊടുക്കേണ്ട ആവശ്യമില്ല. 10 പവനേ ഉള്ളൂ, കൊടുക്കേണ്ട ആവശ്യമില്ല. 10.5 പവനാകുമ്പോൾ മാത്രമാണ് അതിന്റെ നിസാബ് എത്തുന്നുള്ളൂ. അപ്പൊ അതേപോലെ എല്ലാ കാര്യത്തിനും ഉണ്ട്. കച്ചവട വസ്തുക്കൾക്കും അങ്ങനെ തന്നെയാണ്, വെള്ളികൾക്കും അങ്ങനെ തന്നെയാണ്. കാലികളെ പോറ്റി വളർത്തുന്ന ആളുകൾക്ക്, ആട് മാട് ഒട്ടകത്തിനൊക്കെ നിസാബുകളുണ്ട്. ഒരാളടുത്ത് 10 ആടുണ്ട്, 20 ആടുണ്ട്, 30 ആടുണ്ട്, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം 40 ആടെത്തുമ്പോൾ മാത്രമാണ് ഒരാട് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. പറഞ്ഞു വന്നത്, ഈ പറയുന്ന സക്കാത്ത് കൊടുക്കുന്ന വസ്തു ഒരാളുടെ കയ്യിൽ ഉണ്ടായാലും അതിന് നിസാബ് എത്തണം. എന്താണ് തെളിവ്? ഹദീസിൽ കാണാം, ലൈസ ഫീമാ ദൂന 5 ഔസുഖിൻ സദഖ. 5 വിസ്കിൽ കുറവുള്ള കാര്യത്തിന് സക്കാത്തില്ല. എന്താണ് 5 വസ്തു എന്ന് പറയുന്നത്? 300 സാ ആണ്. 300 സായിനാണ്
5 വസ്ക് എന്ന് പറയുന്നത്. ഒരു സാ ഏകദേശം നമ്മൾ 3 കിലോ വെച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ അത് 900 കിലോളം വരും. ചിലപ്പോൾ സായിന്റെ കണക്ക് വ്യത്യാസപ്പെടാറുണ്ട്. അപ്പൊ അതിന്റെ അതായത് കൃഷിയിനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഗോതമ്പോ അരിയോ ഒക്കെ ഒരാൾക്കുണ്ട്, അയാൾ വർഷാവർഷം തൂക്കി നോക്കുമ്പോൾ ഒരു 500 കിലോ അരി അയാൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അതിന് സക്കാത്ത് വരുന്നില്ല. അത്രയേ ഉള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വിളവെടുക്കുന്നുണ്ടാവും, പക്ഷെ മൊത്തത്തിൽ അത്രയൊന്നും വരുന്നില്ല. ചെറിയ രീതിയിൽ ഒരു വീട്ടിലൊരു വാർപ്പിന്റെ മേലെ കൃഷി നടത്താൻ അതിന് സക്കാത്തുണ്ടോ? ഇല്ല. കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിനൊന്നും സക്കാത്തില്ല. അപ്പൊ ഒരു നിസാബ് എത്തേണ്ടതുണ്ട്. മൂന്നാമത് പൂർണ്ണമായി ഉടമപ്പെടുത്തണം, അഥവാ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ. എവിടെ പറയാനുള്ള കാരണം, ചില പണങ്ങൾ നഷ്ടപ്പെട്ട പണം ഉണ്ടാവും. നമ്മുടെ കയ്യിൽ ഒരാൾ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി, 10 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കയ്യിലില്ല. അത് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് നമുക്ക് പൂർണ്ണമായി ഉടമപ്പെടുത്തുന്നില്ല യഥാർത്ഥത്തിൽ. നമ്മളാണ് അതിന്റെ മാലിക്ക്, പക്ഷേ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ കയ്യിലില്ല. അത്തരം സാഹചര്യങ്ങളിൽ വർഷാവർഷം അതിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് എപ്പോഴാണോ കിട്ടുന്നത് അപ്പോൾ കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് മോഷ്ടിക്കപ്പെട്ട ചിലത് നഷ്ടപ്പെട്ടതുണ്ടാവും, ചിലത് മോഷ്ടിക്കപ്പെട്ടതുണ്ടാവും. ഇതൊക്കെ അങ്ങനെയാണ്. നഷ്ടപ്പെട്ടത് ആരെങ്കിലും കണ്ടെത്തിയിട്ട് തരണം, മോഷ്ടിക്കപ്പെട്ടത് ഇനി പോലീസ് അന്വേഷിച്ച് മറ്റും തരണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ കടം കൊടുത്തു, കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല, അതുകൊണ്ട് പോയി. കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല. ഒരാൾക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുത്തു അത്യാവശ്യത്തിന്, പിന്നെ ഒരു അഡ്രസ്സേ ഇല്ല, തരുന്നുമില്ല, വിളിച്ചിട്ടൊരു ഇതുമില്ല, അയാൾ എവിടെ പോയി. ആ നിലക്കാണെങ്കിൽ അതിന് വർഷാവർഷത്തിൽ നമ്മൾ 5 ലക്ഷത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. അത് എപ്പോഴാണോ എനിക്ക് കിട്ടുന്നത് അപ്പോൾ കൊടുത്താൽ മതി. അപ്പൊ അത് അതിന്റെ ഒരു നിബന്ധനയാണ്. അതുപോലെ സഹോദരങ്ങളെ, ഹൗല് തികയേണ്ടതുണ്ട്. ഇപ്പൊ നിസാബ് എത്തിയാൽ, നിസാബ് ഓരോന്നിന്റെ നിസാബ് ഇൻഷാ അല്ലാഹ് അവിടെ നമ്മൾ പറയും. നിസാബ് എത്തി ഉടനെ സക്കാത്ത് കൊടുക്കണ്ട. നമ്മൾ നേരത്തെ സ്വർണം പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 10.5 പവനാണ് എന്ന് പറഞ്ഞു. ഏകദേശം 85 ഗ്രാമാണ്, അഥവാ 10.5 പവൻ 1 ഗ്രാമും ഉണ്ടാവും. അപ്പോൾ അത്ര ഒരാളുടെ കയ്യിലുണ്ടായ ഉടനെ തന്നെ സക്കാത്ത് കൊടുക്കണ്ട. ഇപ്പൊ ഒരു സ്ത്രീയാണ്, അവളുടെ കയ്യിൽ ഇന്ന് 20 പവൻ സ്വർണം കിട്ടി എന്ന് വിചാരിക്കുക. എന്തായാലും അത് നിസാബ് എത്തിയതാണ്. പക്ഷേ ഹൗല് തികഞ്ഞോ? ഇല്ല. അവളെ കല്യാണത്തിന്റെ അന്നാണ് അവൾക്ക് സ്വർണം കിട്ടിയത്. 1 വർഷം കഴിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ? അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അല്ല, ഇന്നിപ്പോ നമ്മളത് എല്ലാം അറബി മാസത്തിലാണ് നോക്കുക. മുഹറം 1 ഒരു സ്ത്രീയുടെ നിക്കാഹ് കഴിഞ്ഞു, അവൾക്കൊരു 20 പവൻ സ്വർണവും കിട്ടി. അന്ന് തന്നെ അവൾ സക്കാത്ത് 2% കണക്കൂട്ടണോ? വേണ്ട. അടുത്ത മുഹറം 1 ആകുന്നത് വരെ ഇത് കയ്യിലുണ്ട്, ഇതിൽ കുറഞ്ഞു പോയിട്ടൊന്നുമില്ല, ആവശ്യത്തിന് ഉപയോഗിച്ച് തീർന്നിട്ടൊന്നുമില്ല. എത്രയാണോ ഉള്ളത് അടുത്ത മുഹറം 1 ആകുമ്പോൾ നോക്കുക. ചിലപ്പോൾ 20 ഉണ്ടാവും, ചിലപ്പോൾ 15 ആയിട്ടുണ്ടാവും, ചിലപ്പോൾ 18 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് അതിന്റെ 2% നമ്മൾ കൊടുക്കുക. അഥവാ ഹൗല് തികയണം. ഹദീസിൽ കാണാം, ലാ സകാത്ത ഫീ മാലിൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. ഒരു ധനത്തിനും വർഷം പൂർത്തിയാകുമ്പോഴല്ലാതെ സക്കാത്തില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഹിജറ വർഷമാണ് നമ്മൾ വർഷമായി കണക്കൂട്ടേണ്ടത്. കാരണം വർഷാവർഷത്തിൽ ഒരാഴ്ചയോളമൊക്കെ വ്യത്യാസം അത് വരും. അതുകൊണ്ട് ഹിജറ വർഷം നോക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ സക്കാത്ത് നിർബന്ധമാകുന്ന എല്ലാ ഇനത്തിനും വർഷം തികയേണ്ടതില്ല. ചില ഇനം അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്, മുസ്തസ്നാത്ത് ഉണ്ട്. അതിൽപ്പെട്ടതാണ് കൃഷിയുടെ സക്കാത്ത്. കൃഷിയുടെ സക്കാത്ത് അത് ആതു ഹഖഹു യൗമ ഹസാദിഹി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. കൊയ്തെടുക്കുന്ന അന്നാണ് കൊടുക്കേണ്ടത്. ഒരാൾക്ക് വലിയ പാടമുണ്ട്, അപ്പൊ അതിൽ അയാൾ കൃഷി അരി ഉണ്ടാക്കി, അത് എന്നാണ് കൊയ്തെടുക്കുന്നത്, അപ്പൊ ടൺ കണക്കിന് അരി അന്ന് കിട്ടിയാൽ അന്നാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. അത് വർഷാവാൻ കാത്തിക്കേണ്ടതില്ല. അപ്പോൾ കൃഷിയുടെ സക്കാത്ത് അങ്ങനെയാണ്. എല്ലാ ഇനത്തിനും എല്ലാ കൃഷിക്കും ഇല്ല, അതൊക്കെ ഇൻഷാ അല്ലാഹ് പിന്നീട് വരുന്നുണ്ട്. ആ കൊടുക്കേണ്ടതായ കൃഷിയുടെ സക്കാത്ത് അത് കൊയ്തെടുക്കുന്ന അന്നാണ് കൊടുക്കുക. അത് വർഷം ആവാൻ കാത്തിക്കൂല. അതാണ് ഒന്ന്. പിന്നെ കാലികളുടെ സക്കാത്ത് വരുമ്പോൾ അവിടെ കാലികൾ പ്രസവിക്കും. ആ പ്രസവിച്ച കുട്ടികൾക്കും 1 വർഷം ആവേണ്ടതില്ല. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. ഈ 40 ആടുകൾ ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് 1 ആട് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. 40 ആട് ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് 1 ആട് സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഒരാള് 40 ആട് അയാളുടെ കയ്യിലുണ്ട്, ഇന്നുണ്ട്, മുഹറം 1 40 ആട് കിട്ടി. ഈ അടുത്തൊരു വർഷത്തിന്റെ ഇടയിൽ ആട് പ്രസവിച്ചു. ഓരോ ആടും 3 4 ഒക്കെ ആയിട്ട് പ്രസവിച്ചിട്ട് അടുത്ത വർഷം എത്തുമ്പോഴേക്കും, അടുത്ത മുഹറം ആകുമ്പോഴേക്കും അയാളുടെ കയ്യിൽ ഒരു 130 ആടുണ്ടെന്ന് വിചാരിക്കുക. 130ന്റെ കാര്യം പറയാം. 120 ആടായാൽ പിന്നെ 2 ആട് സക്കാത്ത്, അങ്ങനെയാണ് അതിന്റെ കണക്ക്. 40 ആട് വരെ 1 ആട് സക്കാത്ത് കൊടുത്താൽ മതി. 120 ആടുണ്ടെങ്കിൽ 2 ആട് സക്കാത്ത് കൊടുക്കണം. അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും പ്രസവിച്ചിട്ടുണ്ടാവുക. മുഹറത്തിലായി കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ചിലപ്പോൾ റജബിലോ ഷാബാനിലോ ഒക്കെ പ്രസവിച്ചിട്ടുണ്ടാവും. അപ്പൊ അടുത്ത മുഹറം വരുമ്പോഴേക്കും അധികം ഒരു വർഷമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഇടയിൽ പ്രസവിച്ച കുട്ടികളൊക്കെ മൊത്തത്തിന്റെ കൂടെയാണ് കൂട്ടുക. അതിന് ഓരോന്നിനും 1 വർഷം തികയേണ്ടതില്ല എന്നർത്ഥം. ഓരോന്നിനും ഓരോ വർഷം തികയേണ്ടതില്ല. ഒട്ടകമൊക്കെ അങ്ങനെ തന്നെയാണ്. 5 ഒട്ടകത്തിന് 1 ആടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. 5 ഒട്ടകത്തിന് 1 ആടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാൾക്ക് 5 ഒട്ടകം ഉണ്ട്, അയാൾ അത് 1 വർഷം കഴിഞ്ഞ് 6 മാസമായപ്പോൾ ഒട്ടകമൊക്കെ പ്രസവിച്ച് അതിന്റെ കുട്ടികളൊക്കെ ആയി. അടുത്ത വർഷമായപ്പോൾ അത് 12 ഒട്ടകമായി എന്ന് വിചാരിക്കുക. 10 ഒട്ടകമായാൽ 2 ആടാണ് സക്കാത്ത്.
അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ 2 ആടിനെ സക്കാത്ത് കൊടുക്കണം. ഈ ജനിച്ച കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സാകാൻ തികയേണ്ടതില്ല, ഇതിനൊരു ഹൗല് സെപ്പറേറ്റ് വേണ്ടതില്ല എന്നർത്ഥം. അതാണ് കാലികൾ പ്രസവിച്ചവ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കച്ചവടത്തിൽ ഉണ്ടാകുന്ന ലാഭം, റിബ്ഹു തിജാറ, കച്ചവടത്തിലെ ലാഭത്തിനും എന്തില്ല, 1 വർഷം തികയേണ്ടതില്ല. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് സ്റ്റോക്ക് നോക്കിയപ്പോൾ മുഹറം 1-ന് നമ്മുടെ അടുത്ത് 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കടയിലുണ്ട് എന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യും, അടുത്ത വർഷം കൂട്ടുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പല കച്ചവടം നടന്നിട്ട് നമ്മുടെ പെട്ടിയിലേക്ക്, അക്കൗണ്ടിലേക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ലാഭം അടക്കം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അടുത്ത മുഹറത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. മുഹറത്തിന് തൊട്ടുമുള്ള ദുൽഹിജ്ജയിലോ ദുൽഖഅദിലോ ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വലിയൊരു കച്ചവടം നടന്നിട്ട് വലിയൊരു ലാഭം വന്നിട്ടുണ്ടാവും ഈ വസ്തുക്കൾ. അപ്പൊ ആ ലാഭം 1 വർഷമായിട്ടൊന്നും ഉണ്ടാവില്ല, ആവേണ്ട ആവശ്യമില്ല. ലാഭം മുതലിനോടൊപ്പം തന്നെയാണ് കൂട്ടുക. എന്നാണ് മുതലിന്റെ നിസാബ് തുടങ്ങിയിട്ട് അടുത്ത വർഷം ഹൗല് തികയുന്നത്, അതിന്റെ കൂടെ തന്നെയാണ് ലാഭങ്ങൾ കൂട്ടുക. ലാഭത്തിന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് വേണ്ടതില്ല, ഹൗല് തികയേണ്ടതില്ല എന്നർത്ഥം. അതേപോലെ 4ാമതൊരു ഇനം കൂടിയുണ്ട്, നിധികളും ഖനന വസ്തുക്കളും. ഇതും ലഭിച്ച ഉടനെ ഇതിന് സക്കാത്ത് കൊടുക്കണം. ഇപ്പൊ നിധി എന്ന് പറയുന്നത് സ്വർണ്ണോ വെള്ളിയോ ഒക്കെ അതിൻ്റെതായ ഹുക്കുമുകളുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത്. അതുപോലെ ഖനന വസ്തുക്കൾ ഉണ്ടാകും, ഈ പറയുന്ന പലതും കുഴിച്ചെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ അതിന്റെ സക്കാത്തും സഹോദരങ്ങളെ എന്ത് ചെയ്യണം, അപ്പം തന്നെ കൊടുക്കണം. അതൊന്നും 1 വർഷം തികയേണ്ടാത്ത കാര്യമാണ്. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗല് എന്ന് പറയുന്നത് ഒരു നിബന്ധനയാണ് എന്ന് പറഞ്ഞു, 1 വർഷം തികയാന്ന് പറയുന്ന ഒരു നിബന്ധനയാണ്. പക്ഷെ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഹൗല് തികയേണ്ടതില്ല. കച്ചവടത്തിന് ലാഭമൊക്കെ അത് നമ്മൾ ഇന്ന് സക്കാത്ത് കൊടുക്കണം. കഴിഞ്ഞ ആഴ്ച വലിയൊരു ലാഭം ഉണ്ടായി അല്ലെ, നമ്മൾ 10 ലക്ഷം റുപ്യന്റെ മുതൽ നമ്മുടെ അടുത്തുണ്ട്, 10 ലക്ഷം റുപ്യ. പക്ഷെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിറ്റപ്പോൾ നല്ലൊരു ലാഭത്തിൽ നമുക്ക് അത് വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. ആ പൈസയും കൂടി അതിൽ കൂട്ടണം എന്നർത്ഥം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കിന്ന് നിസാബൊക്കെ എത്തി 10 ലക്ഷമൊക്കെ ആയി. പക്ഷെ അടുത്ത വർഷം ആകുന്നതിന്റെ തൊട്ട് മുമ്പ് സ്വാഭാവികമായിട്ടും പല ചെലവുകളും മറ്റുമൊക്കെ ഉണ്ടായിട്ട് പൈസ കുറെ കുറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുക. എങ്കിൽ അതിന്റെ അടുത്ത ഇതേ മുഹറം 1 ആകുന്ന സമയത്ത് എത്രയാണോ ബാക്കി ഉണ്ടാവുക, അതിന്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ഒരാൾ ഒരുപാട് ചെലവുകൾ വരും, ഹോസ്പിറ്റൽ ചെലവ് വരും, ചിലപ്പോൾ അയാൾ കാറ് വാങ്ങാനുണ്ടാവും. അപ്പൊ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ ആ പൈസ കുറഞ്ഞു. ഒരാൾ 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ എത്രയാണ് വരിക, 25,000 രൂപയാണ് സക്കാത്തുമായിട്ട് വരിക അല്ലെ. 2.5% 25,000 രൂപയാണ് വരിക. മുഹറം 1-ന് 10 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ അടുത്ത മുഹറം ആകുന്നതിന് മുമ്പ് അയാൾ ദുൽഖഅദിലോ ദുൽഹിജ്ജയിലോ എന്ത് ചെയ്തു, അയാളൊരു 8 ലക്ഷം റുപ്യന്റെ കാറ് വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പൊ 8 ലക്ഷം റുപ്യ പോയി, പിന്നെ ബാക്കിയുള്ളത് 2 ലക്ഷമേ ഉള്ളൂ. 5,000 റുപ്യ സക്കാത്താക്ക് വരുള്ളൂ, മനസ്സിലാക്കുക. പക്ഷേ അവിടെ പണ്ഡിതന്മാർ പറയാറുണ്ട്, സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് വേറെ തന്ത്രങ്ങളൊന്നും കാണിക്കാൻ പാടില്ല. എന്ത് ചെയ്യുക, കാറ് വാങ്ങിയിടുക, എന്നിട്ട് 2 ലക്ഷം കഴിഞ്ഞ് മുഹറം കഴിഞ്ഞാൽ പിന്നെ സഫറിൽ കാറ് വിൽക്കുക, എന്നിട്ടപ്പോൾ പിന്നെ പൈസ തിരിച്ചു വന്നല്ലോ. അത് തന്ത്രമാണ്, അത് ഹീലത്താണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. എന്നാൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ വീട് വാങ്ങിയാലും അങ്ങനെ തന്നെ 10 ലക്ഷം റുപ്യ ഉള്ള ആൾ 10 ലക്ഷം റുപ്യ പോയിട്ട് വീട് വാങ്ങിയാൽ സ്ഥലം വാങ്ങി വിൽക്കാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല. എന്നിട്ട് അത് കഴിഞ്ഞ് പകുതി ആയപ്പോൾ അയാളെ വിൽക്കാൻ ഉദ്ദേശിക്കുക, അതല്ല. അങ്ങനെ തന്ത്രത്തിന് വേണ്ടി സക്കാത്തിന് ഒഴിവാകാൻ വേണ്ടി, അത് ചിലപ്പോൾ ചെറിയ എമൗണ്ട് ഉള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ മനസ്സിലാവും, വലിയ എമൗണ്ട് ഉള്ള ആൾക്ക് ഇങ്ങനെ തന്ത്രങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് കാര്യമില്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം നമ്മൾ എന്തിനു വേണ്ടി അത് ചെയ്തു എന്നുള്ളത്. അതല്ലാതെ സ്വാഭാവികമായി നമ്മൾ അതുകൊണ്ട് പൈസ കൊണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിയിട്ടാൽ അത് നമ്മളെ എന്തിൽ വരുന്നില്ല, സക്കാത്തിൽ വരുന്നില്ല എന്ന് സഹോദരങ്ങളെ പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഒരാൾക്ക് പിന്നെ എല്ലാത്തിനും ഒരു എമൗണ്ട് പറയുന്നത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. 10 ലക്ഷം രൂപ ഉള്ള ഒരാളുടെ കയ്യിൽ മുഹറത്തിന് അയാൾ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ അയാൾക്ക് അനന്തരമായിട്ട് ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടി. അനന്തര സ്വത്തുനിന്ന് ഒരു 5 ലക്ഷം രൂപ കിട്ടി എങ്കിൽ അടുത്ത മുഹറം വരുമ്പോൾ 15 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. കാരണം അയാൾക്ക് 10 ലക്ഷത്തിന് മുഹറം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. മറ്റേത് 6 മാസത്തിന് ശേഷമാണ് 5 ലക്ഷം വന്നത്. അതിന്റെ സക്കാത്ത് അടുത്ത 6 മാസത്തിലെ അടുത്ത 12 മാസം കഴിയുമ്പോഴേ എന്താവുന്നുള്ളൂ, അതിന്റെ സക്കാത്ത് ആവുന്നുള്ളൂ. എന്നാൽ നമ്മൾ നേരത്തെ പ്രോഫിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. അതാണ് വ്യത്യാസം. പ്രോഫിറ്റും ഇങ്ങനെയുള്ള എമൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റിന് ഹൗല് തികയേണ്ടതില്ല, മനസ്സിലായോ? പ്രോഫിറ്റിന് 10 ലക്ഷം കച്ചവടത്തിൽ ഇറക്കിയതാണ്, അതിനിടയിലൊക്കെ പ്രോഫിറ്റ് വന്നാൽ കുറെ പൈസ, അതിനൊന്നും 1 വർഷം ആവണ്ട. അടുത്ത മുഹറം ഒന്നാകുമ്പോൾ മൊത്തം പ്രോഫിറ്റും മുതലും ഒക്കെ എടുത്ത് നോക്കിയിട്ടാണ് നമ്മളത് 20 ലക്ഷം റുപ്യന്റെ ഉണ്ട്, അപ്പൊ അതിന്റെ 2% കൊടുക്കും. പക്ഷെ നമുക്ക് പകുതി വെച്ചിട്ട് നമുക്കൊരു എമൗണ്ട് വേറെ വന്നതാണ്, കച്ചവടമായിട്ട് ബന്ധമില്ല. നമുക്ക് അനന്തരമായിട്ട് എന്ത് ചെയ്തു, നമുക്കൊരു 5 ലക്ഷം റുപ്യ കിട്ടിയെങ്കിൽ അതിന്റെ ഹൗല് വേറെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ ഹൗല് വേറെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക, അത് പ്രോഫിറ്റ് അല്ല. യഥാർത്ഥത്തിൽ സാലറികളൊക്കെ ഈ നിലക്ക് തന്നെയാണ് യഥാർത്ഥത്തിലുള്ളത്. പക്ഷേ നമ്മളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വർഷാവർഷം നമ്മൾ ഒരൊറ്റ സക്കാത്ത് കൊടുക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, അതായത് ചെറിയ സാലറി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾക്ക് സാലറി 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക. എന്തായാലും എന്താണ്, സക്കാത്ത് കൊടുക്കേണ്ട എമൗണ്ട് ആണല്ലോ, 2.5% സക്കാത്ത് കൊടുക്കണം. അപ്പൊ അയാൾക്ക് മുഹറത്തിൽ 5 ലക്ഷം റുപ്യ കിട്ടി. അയാൾക്ക് അതിന്റെ എപ്പോഴാണ് സക്കാത്ത് കൊടുക്കണം, അടുത്ത മുഹറം എത്തിയാൽ മതി.
ഇനി സഫറിൽ അയാൾക്ക് ഒരു 5 ലക്ഷം റുപ്യ സക്കാത്ത് കിട്ടി, അത് അടുത്ത സഫറിലേ കൊടുക്കേണ്ടുള്ളൂ. അയാൾക്ക് അതിനുശേഷം റബീഉൽ അവ്വലിന് 5 ലക്ഷം റുപ്യ കിട്ടി, അത് അടുത്ത റബീഉൽ അവ്വലിനെ കൊടുക്കേണ്ടുള്ളൂ. എന്ന് വെച്ചാൽ വർഷത്തിൽ എല്ലാ മാസവും ഇങ്ങനെ സക്കാത്തിന്റെ ഒരു എമൗണ്ട് കൂട്ടേണ്ടി വരും. അതിന്റെ ചെലവുകളൊക്കെ വേറെ വേറെ നോക്കേണ്ടി വരും. ഈ 5 ലക്ഷത്തിൽ എത്ര ബാക്കിയുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. കാരണം സക്കാത്ത് ഒരു വർഷം കഴിയുമ്പോഴാണ് കൊടുക്കുന്നത്. അപ്പൊ അതിന് എളുപ്പത്തിനാണ് നമ്മൾ പറഞ്ഞത്, നമുക്ക് ഫസ്റ്റത്തത് വെച്ചിട്ട് എല്ലാ മുഹറത്തിലും ടോട്ടൽ എത്ര നമ്മൾ കയ്യിലുണ്ട് അതിന്റെ അങ്ങോട്ട് കൊടുത്താൽ മതി. അപ്പൊ ആ ടോട്ടൽ എത്ര ഉള്ളത്, അതായത് മറ്റതിന്റെ ഒക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മളത് കൊടുത്ത് തീർക്കുകയാണ്. ടോട്ടൽ നമ്മളെ അടുത്ത മുഹറത്തിലെത്തുമ്പോൾ നമ്മളൊന്നും നോക്കണം. ചെലവുകളെ കുറിച്ച് സക്കാത്തിൽ നോക്കേണ്ട ആവശ്യമേ ഇല്ല. സക്കാത്തിൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതേ നോക്കേണ്ടുള്ളൂ. ചെലവുകൾ പലതും വരാം, പല രൂപത്തിലും വരാം. അങ്ങനെ ചെലവ്, ഇങ്ങനെ ചെലവ്. ചെലവിന്റെ കണക്ക് സക്കാത്തിൽ വരികയില്ല. മിച്ചത്തിന്റെ കണക്കാണ്. ബാക്കി എത്ര ഉണ്ട്, റിമൈനിങ് ബാലൻസ് എത്ര എന്ന് നോക്കുക. അക്കൗണ്ടിൽ എത്ര, ഇത്ര. കയ്യിൽ എത്ര, ഇത്ര. സ്വർണ്ണമായിട്ട് എത്ര, ഇത്ര. വിൽക്കാൻ വെച്ച വല്ല പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ എത്ര, ഇത്ര. എല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ 2% കൊടുക്കുള്ളൂ. അവിടെ ഇത്ര ചെലവായി, ഇവിടെ ഇത്ര ചെലവായി, അതൊന്നും സക്കാത്തിന്റെ കണക്കിൽ വിഷയം വരുന്നേ ഇല്ല. കാരണം ചെലവിന്റെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ നോക്കുകയാണ്. ഇസ്രാഫ് കാണിച്ചിട്ടുണ്ടോ ഇല്ലേ, അതൊക്കെ അള്ളാഹു തആല വേറെ നോക്കുകയാണ്. ഒരു ആവശ്യമില്ലാതെ വെറുതെ ചെലവാക്കി കളഞ്ഞു, അത് വേറെയാണ്. അതുകൊണ്ട് ഞാൻ കുറെ അങ്ങനെ വാങ്ങി ഇങ്ങനെ വാങ്ങി, അതുകൊണ്ട് അതൊന്നും സക്കാത്തിൽ പെടുന്ന കാര്യമല്ല. ചില ആൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. നമ്മൾ അതൊന്നും അതൊക്കെ നമ്മൾ കുറക്കാൻ പാടില്ല. കാരണം നമ്മൾ ചിലപ്പോൾ അങ്ങനെ കാറ് വാങ്ങിയിട്ടുണ്ടാവും, ഇങ്ങനത്തെ വസ്ത്രം വാങ്ങിയിട്ട് അല്ല. കാറ് വാങ്ങാനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി, വീട് വാങ്ങാൻ അനുവാദം നൽകി. 100 റുപ്യന്റെ വീട് വാങ്ങിയാലേ നമ്മൾ സക്കാത്ത് കുറക്കാവും. അതിന്റെ അപ്പുറത്തേക്ക് വീട് വാങ്ങിയാൽ അത് കുറക്കാൻ പാടില്ല, നമ്മളെ പൈസ പോലെ കാണണം, അങ്ങനെയൊന്നുമില്ല. മനസ്സിലായില്ല? അത് വേറെ വിഷയമാണ്. സക്കാത്തിൽ അത് വരുന്നില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഇത്രയും ഞാൻ സക്കാത്തിന് ആമുഖമായി പറഞ്ഞാണ്. ഇനി ഓരോ കാര്യത്തിന്റെയും ഈ 5 കാര്യത്തിൽ എല്ലാം ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതിൽ പ്രത്യേകിച്ചും കാലികളുടെ സക്കാത്ത് വിശദീകരിക്കുന്നില്ല. ഒന്ന് നമ്മളെ കേൾക്കുന്ന ആളുകളിൽ കാലികളുടെ സക്കാത്തുള്ള ആളുകൾ വളരെ കുറവാണ്, കൊടുക്കേണ്ടി വരുന്ന ആളുകൾ. അതായത് ഒരാൾ വീട്ടിൽ 4 പശുവിനെ പോറ്റിയാൽ അതിൽ സക്കാത്തൊന്നും വരില്ല. മനസ്സിലായില്ലേ? നമ്മൾ തീറ്റ കൊടുത്ത് പോറ്റുന്ന പശുവിനല്ല സക്കാത്ത് വരുന്നത്, അത് വേറെയാണ്. നമ്മളത് 30 വേണം പശുവൊക്കെ വരികയാണെങ്കിൽ. അത് അങ്ങനെ പോത്തും കച്ചവടം ഒക്കെ ആയിട്ട് നടക്കുന്ന കച്ചവടം വേറെയാണ്. പോത്തിനെ കച്ചവടം ചെയ്യുന്നത് വേറെയാണ്, നമ്മളിങ്ങനെ പോറ്റി വളർത്തുന്നത് വേറെയാണ്. അപ്പം അത്ര വലിയ എമൗണ്ട് ഉണ്ടാകുമ്പോഴേ അത് വരാറുള്ളൂ. അതുകൊണ്ട് ആ വിഷയത്തിലേക്കും കൃഷിയുടെ വിഷയത്തിലേക്കും തൽക്കാലം പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു അവസരത്തിൽ പറയാം. ഒന്നാമത്തത്, അധിക ആളുകൾക്കും ആവശ്യം വരുന്ന കാര്യമായ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സക്കാത്താണ്. സ്വർണവും സഹോദരങ്ങളെ വെള്ളിയും, ഇത് രണ്ടും പഴയ കാലത്ത് ഇതാണ് നമ്മുടെ വിനിമയത്തിന് ഉപയോഗിച്ചിരുന്നത്. സ്വർണവും വെള്ളിയാണ്. നമ്മൾ വസ്തു കിട്ടണമെങ്കിൽ, ഈത്തപ്പഴം കിട്ടണമെങ്കിൽ സ്വർണവും വെള്ളിയോ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. എന്ത് വസ്തുക്കളാണെങ്കിലും, വീട് വാങ്ങണമെങ്കിലും ഒട്ടകത്തിനെ വാങ്ങണമെങ്കിലും ഒക്കെ അന്ന് സ്വർണവും വെള്ളിയാണ് അന്നത്തെ വിനിമയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭൗതിക ജീവിതം എളുപ്പമാകാൻ നൽകിയിട്ടുള്ള വലിയൊരു നിയമത്താണ് സ്വർണവും വെള്ളിയും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ അവരുടെ മൂല്യമൊക്കെ കണക്കാക്കുന്നത്. ഒരു രാജ്യത്തിന് എത്ര സ്വർണ്ണമുണ്ട്, എത്ര വെള്ളിയുണ്ട്, അതൊക്കെ വെച്ചിട്ടാണ് അവരുടെ കറൻസി പോലും അവർക്ക് അടിക്കാൻ സാധിക്കുന്നത്. അപ്പൊ അഥവാ സ്വർണവും വെള്ളിയും എന്ന് പറയുന്നത് സമ്പത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ, എത്ര സ്വർണ്ണമുണ്ട്, എത്ര വെള്ളിയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തിന്റെ മൂല്യമൊക്കെ ഉണ്ടാവുള്ളൂ. അല്ലെ, ആ നിലക്കാണ് അവർക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സ്വർണവും വെള്ളിയും അത് സക്കാത്തുള്ള കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല. ഒരുപാട് തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. സൂറത്തു തൗബയിൽ കാണാം, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. സത്യവിശ്വാസികളെ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം പേർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും അവരെ തടയുകയും ചെയ്യുന്നു. ശേഷം പറയുന്നു, വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ വലാ യുൻഫിഖൂന ഫീ സബീലില്ലാഹ് ഫബശ്ശിർഹും ബിഅദാബിൻ അലീം. സ്വർണവും വെള്ളിയും നിക്ഷേപമായി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരോ, അത് സക്കാത്ത് കൊടുക്കാതെ സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആരാണോ, അവർക്ക് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വ്യക്തമാണ്. സ്വർണവും വെള്ളിയും സക്കാത്ത് കൊടുക്കാതെ എടുത്തു വെക്കുന്നതിനാണ് നിക്ഷേപം, കെൻസ് എന്ന് പറയുന്നതാണ്. ഹദീസിൽ കാണാൻ സാധിക്കും, സഹാബികൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്വർണം വെറുതെ എടുത്തു വെക്കുന്നത് തെറ്റായ കാര്യമല്ല, മറിച്ച് അതിന് സക്കാത്ത് കൊടുക്കാത്ത സ്വർണ്ണമാണ് ഈ പറയുന്ന കെൻസ് എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യമാണ്. ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാൻ, മാ മിൻ സാഹിബി ദഹബിൻ വലാ ഫിദ്ദ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഉടമ, ലാ യുഅദ്ദി മിൻഹാ ഹഖ്ഖഹ, അവൻ അതിന്റെ ഹക്ക് വീട്ടുന്നില്ല, അഥവാ സക്കാത്താണ് അതിന്റെ ഹക്ക്, അത് വീട്ടുന്നില്ല എങ്കിൽ ഇല്ലാ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളെത്തിയാൽ സുഫിഹത് ലഹു സഫാഇഹ് മിൻ നാർ ഫഉഹ്മി അലൈഹി ഫീ നാരി ജഹന്നം ഫയുക്വാ ബിഹാ ജബീനുഹു വജംബഹു വളഹ്റഹു. പരലോകത്തെത്തിയാൽ, ഖിയാമത്ത് നാളിലെത്തിയാൽ അത് തീ കൊണ്ടുള്ള ഫലകങ്ങളാക്കി മാറ്റുകയും അതിനെ രൂപപ്പെടുത്തുകയും അത് നരകത്തിൽ ചൂളക്ക് വെച്ചതിന് ശേഷം, തീ പിടിപ്പിച്ചതിന് ശേഷം അവനെ നെറ്റിത്തടവും പാർശ്വവും മുതുകുമെല്ലാം അത് വെച്ച് ചൂട് വെപ്പിക്കും.
ഏതൊരു സമ്പത്താണോ അവൻ എടുത്തു വെച്ചത് അതെല്ലാം ആ സമ്പത്തിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു പലകയാക്കി മാറ്റി അതിന് തീപ്പൊള്ള ഏൽപ്പിച്ചിട്ട് ആ രൂപത്തിൽ എന്ത് ചെയ്യും, നെറ്റിത്തടത്തും അവന്റെ ശരീരം അത് മുഴുവൻ അതുകൊണ്ട് ശിക്ഷ നൽകുമെന്ന് കാണാൻ സാധിക്കും. സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് ഉണ്ടെന്നുള്ളതിൽ സഹോദരങ്ങളെ ഇജ്മാ ഉള്ള ഏക അഭിപ്രായമുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പൊ ഇവിടെ ആക്ഷേപാർഹമായ നിക്ഷേപം, സ്വർണം വെള്ളി എടുത്തു വെക്കാൻ പാടില്ലെന്ന് ആരും ധരിക്കേണ്ടതില്ല. ആക്ഷേപാർഹമായ നിക്ഷേപം എന്ന് പറയുന്നത് മഹാനായ അബ്ദുല്ലാഹിബ്നു ദീനാർ റളിയല്ലാഹു പറഞ്ഞതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് ചോദിച്ചു കൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു അത് സക്കാത്ത് നൽകാത്തതായ സമ്പത്താണ്. ഒരാളുടെ കയ്യിൽ 100 പവനുണ്ട്, 1000 പവനുണ്ട്, ഒരു കുഴപ്പമില്ല. 2% സക്കാത്ത് കൊടുത്താൽ ഒരു കുഴപ്പമില്ല, ഇല്ലെങ്കിൽ മുഴുവൻ പ്രശ്നമാണ്. 1000 പവനുണ്ട് അല്ലെ, എത്ര കൊടുക്കേണ്ടി വരും? 1000 പവൻ ഉണ്ടെങ്കിൽ 25 പവൻ കൊടുക്കേണ്ടി വരും, 25 പവൻ കൊടുക്കേണ്ടി വരും. അത് നിർബന്ധമാണ്. അത് കൊടുത്തിട്ടില്ല എങ്കിൽ അത് കൻസ, ഈ പറയുന്ന ശിക്ഷക്ക് വിധേയമാകുന്നതാണ് എന്നാണ്. ഇനി സ്വർണത്തിന് നിസാബ് എത്രയാണ് എന്ന് പറയുന്ന കണക്ക് നമുക്ക് മനസ്സിലാക്കാം. നിസാബ് എത്തുന്നത് വരെ സ്വർണത്തിന് ആരും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധം അവർക്കില്ല. സ്വർണത്തിന് നിസാബ് ഹദീസുകൾ വന്നത് 20 മിസ്കാലാണ് എന്നാണ്. ഒരു മിസ്കാൽ എന്ന് പറയുന്നത് 4.25 ഗ്രാം ആണ്. അങ്ങനെയാണ് 20 മിസ്കാല് 20 ഗുണം 4.25 ഗ്രാം ഏകദേശം 85 ഗ്രാം എന്ന് പറയുന്നു. അഥവാ നമ്മൾ 10.5 പവനും 1 ഗ്രാമും ഉണ്ട്. 10.5 പവൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യത അല്ല, 1 ഗ്രാമും ഉണ്ട്. അല്ല 8 ഗ്രാമാണ് 1 പവൻ. അപ്പോൾ 85 ഗ്രാം എന്ന് പറയുമ്പോൾ 10.5 പവനും 1 ഗ്രാമും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഹദീസിൽ വന്നതാണ്, അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലൈസ അലൈക ഷൈഉൻ ഹത്താ തകൂന ലക 20 ദീനാറ, 20 ദീനാർ ഉണ്ടാകുന്നത് വരെ നിനക്ക് എന്തില്ല, സ്വർണത്തിൽ സക്കാത്തില്ല. ഫൈദാ കാനത് ലക 20 ദീനാറ, 20 ദീനാർ സ്വർണം നിന്റെ കയ്യിൽ ഉണ്ടായി, വഹാല അലൈഹ അൽ ഹൗൽ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഹൗല് തികയണം, ഉണ്ടായ ഉടനെ കൊടുക്കണ്ട. ഫഫീഹ നിസ്ഫു ദീനാർ, അതിലെന്ത് ചെയ്യണം, നിസ്ഫു ദീനാർ, 1/2 ദീനാർ കൊടുക്കണം. 20ന്റെ അര എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് 2.5% അല്ലെ, കണക്കൂട്ടിയാൽ നോക്കിയാൽ മതി. 20ന്റെ അര എന്ന് പറയുന്നത് അതാണ് 2.5% വരുന്നത്. അത് കൊടുക്കണം എന്നുള്ളത് സഹോദരങ്ങളെ ഹദീസിൽ വളരെ വ്യക്തം. അപ്പൊ ഈ ഹദീസിൽ എല്ലാ കാര്യവും പറഞ്ഞു. സ്വർണത്തിന് നിസാബ് എത്രയാണെന്ന് പറഞ്ഞു, അതിന് ഹൗൽ എത്രയാണെന്ന് പറഞ്ഞു, അതിൽ കൊടുക്കേണ്ട എത്രയാണെന്ന് പറഞ്ഞു, എല്ലാം പറഞ്ഞില്ലേ? എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വെള്ളിയുടെ നിസാബ് അത് 5 ഊക്കിയാണ്. ഊക്കിയ എന്ന് പറയുന്ന പഴയകാല കണക്കാണ്. ഇന്നത്തെ കാലം പറയുന്നത് 200 ദിർഹമാണ്. ഏകദേശം 200 ദിർഹമാണ്. അതായത് 140 മിസ്കാലാണെന്നാണ് അതിന്റെ കണക്ക്. ഒരു മിസ്കാൽ നേരത്തെ പറഞ്ഞു 4.25 ഗ്രാം ആണ്. അങ്ങനെ 140 മിസ്കാലിന്റെ കണക്കാണ് 595 ഗ്രാം വെള്ളി എന്ന് പറയുന്നത്. അതായത് വെള്ളിയുടെ കണക്കിൽ 595 ഗ്രാം വെള്ളി ഒരാളുടെ കയ്യിൽ ഉണ്ടായാലാണ് അയാൾക്ക് സക്കാത്ത് ബാധകമാക്കുന്നത്. അതും ഹദീസിൽ വന്നതാണ്. ലൈസ ഫീമാ ദൂന 5 അവാഖിൻ മിനൽ വരിഖി സദഖ, 5 ഊക്കിയയിൽ താഴെയുള്ള വെള്ളിക്ക് സക്കാത്ത് നൽകേണ്ടതില്ല എന്ന് വന്നിട്ടുണ്ട്. അതായത് ഒരാളുടെ കയ്യിൽ 500 ഗ്രാം വെള്ളി ഉണ്ട്, 500 ഗ്രാം വെള്ളി ഉണ്ട്, അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതില്ല. 595 ഗ്രാം ആയാല് അതിന്റെ 2.5% വെള്ളി, വളരെ ചെറിയ നിസ്സാര എമൗണ്ട് വരുന്നുള്ളൂ. 595 ഗ്രാം വെള്ളി എന്നൊക്കെ പറഞ്ഞാൽ 45,000 ഇടയിൽ ആ ഒരു നമ്മൾ കണക്ക് നോക്കിയാൽ മതി. നമ്മളെപ്പോഴും കൊടുക്കുമ്പോൾ അതാത് വർഷത്തിലുള്ള ഗോൾഡ് റേറ്റ് സിൽവർ റേറ്റ് എടുത്ത് നോക്കുക. അങ്ങനെയാണ് നമ്മൾ അത് നോക്കുന്നത്. അതാത് വർഷത്തിലുള്ള ഗോൾഡ് റേറ്റ് സിൽവർ റേറ്റ് നോക്കിയിട്ടാണ് അത് കൊടുക്കുന്നത്. അല്ലാതെ വാങ്ങിയപ്പോഴുള്ള വില ഒന്നല്ല. വാങ്ങിയപ്പോഴുള്ള വില പണ്ടായിരിക്കും, എപ്പോഴാണ് ഉള്ളത് അപ്പം അത് എത്തിയാൽ മാത്രമേ കൊടുക്കേണ്ടുള്ളൂ എന്നാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം, നിസാബ് പൂർത്തിയാകാൻ സ്വർണവും വെള്ളിയും ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ്. അതായത് രണ്ടും ഒരാൾക്ക് നിസാബ് എത്തിയിട്ടില്ല. ഒരാളിൽ 10.5 പവൻ ഇല്ല, 85 ഗ്രാം സ്വർണ്ണ ഇല്ല, മറിച്ച് എത്ര ഉണ്ട്, ഒരു 70 ഗ്രാം ഉണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 8 പവൻ ഉണ്ട് എന്നൊക്കെ വിചാരിക്കുക. ഒരാളിൽ എത്ര ഉണ്ട്. എന്നാൽ ബാക്കി അയാളുടെ കയ്യിൽ വെള്ളിയുണ്ട്. വെള്ളി ഇത്രയും ഫില്ലാവുന്നത്ര വെള്ളിയുണ്ട്, വെള്ളി പകുതി വെള്ളിയുണ്ട്. അപ്പൊ അത് രണ്ടും ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ടോ എന്നാണ് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ്, അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് അമീൻ ഷൻഖീത്ത് റഹിമഹുല്ലാഹ് പോലുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അല്ല, അത് രണ്ടും വേറെ നിസാബ് നോക്കണം എന്നാണ്. സ്വർണത്തിന് സ്വർണത്തിൻ്റെതാണ്, വെള്ളിയുടേതാണ്. കാരണം രണ്ടിന്റെയും വേറെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അത് രണ്ടും പരസ്പരം ചേർക്കേണ്ടതില്ല. ഏതുപോലെ അവർ പറഞ്ഞു, ആടുമാടുകൾ പരസ്പരം ചേർക്കേണ്ടതില്ലാത്തതുപോലെ. ഒരാളുടെ കയ്യിൽ 5 ഒട്ടകം ഉണ്ടായാലാണ് ഒരാട്, ഒരാൾ 4 ഒട്ടകേ ഉള്ളൂ. ബാക്കി ആലത്ത് പോത്തോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഒട്ടകത്തിന്റെ കൂടെ കൂട്ടേണ്ടതില്ല. 5 ഒട്ടകം തന്നെ വേണം, എന്നാലേ ഒരാട് കൊടുക്കേണ്ടതുള്ളൂ. പോത്ത് 30 തന്നെ ആവണം, എന്നാലേ 1 കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ അത് രണ്ടും ചേർക്കാത്തതുപോലെ സ്വർണവും വെള്ളിയും ചേർക്കേണ്ടതില്ല എന്നാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്. അത് മനസ്സിലാക്കുക. എന്നാൽ കച്ചവട വസ്തുക്കളുടെ സക്കാത്തിൽ സ്വർണവും വെള്ളിയും ചേർക്കേണ്ടതുണ്ട്. ഇത് ഏകാഭിപ്രായമുള്ള കാര്യമാണ്. അതെങ്ങനെ മനസ്സിലാകുന്നത്? ഒരാളുടെ കച്ചവടത്തിൽ അയാൾക്ക് എന്തുണ്ട്, 10 ലക്ഷം ഉറുപ്പ്യൻ്റെ മുതൽ കച്ചവടത്തിലുണ്ട്. അതായത് നമ്മൾ നോക്കി അക്കൗണ്ട്സ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം സാധനങ്ങളും എമൗണ്ടൊക്കെ ആയിട്ട് 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. ഇയാളുടെ കയ്യിൽ സ്വർണ്ണമായിട്ട് വേറെയുണ്ട്, അതൊരു 5 പവനൊക്കെ ഉണ്ട്.
5 പവൻ സ്വർണത്തിന് എന്ത് ആവശ്യമില്ല, സ്വാഭാവികമായിട്ടും സക്കാത്ത് കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇയാളുടെ കച്ചവട വസ്തുക്കൾ ഇവിടെ ഉണ്ട് എങ്കിൽ ഈ 5 പവൻ ഇതിന്റെ കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ സക്കാത്തിനായി കണക്ക് കൂട്ടുന്നത്. 10 ലക്ഷം രൂപ അവിടെ എഴുതി വെക്കുക. 5 പവൻ അന്നത്തെ വില എത്ര അത് എഴുതി വെക്കുക. 10 ലക്ഷം പ്ലസ് 5 പവന്റെ ആ വില അല്ലെ. ഉദാഹരണത്തിന് അത് 3 ലക്ഷം റുപ്യ ഉണ്ടാവും വിചാരിക്കുക. 5 ഇപ്പൊ എത്ര ഉണ്ടോ? 60,000 എത്രയായി അല്ലേ? അപ്പൊ ഏകദേശം 3 ലക്ഷം. അപ്പൊ 13 ലക്ഷം റുപ്യ ടോട്ടൽ ഉള്ളതായിട്ട് കൂട്ടണം. അല്ലാതെ 5 പവനല്ലുള്ളൂ, അത് 10 ആയിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുത്. അതായത് ഇത് രണ്ടും ഒരേ ആളായിരിക്കണം. തന്റെ ഭാര്യയുടെ ഒന്നും കണക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. ഭാര്യ അല്ലല്ലോ, കച്ചവടം ചെയ്യുന്നത് പുരുഷനാണ്, അയാളുടെ അക്കൗണ്ട് വേറെയാണ്, ഭാര്യ വേറെ. ഭാര്യ കച്ചവടം ഉണ്ടെങ്കിൽ അത് വേറെ, അത് ഒരുമിച്ച് കൂട്ടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. മൊത്തമായിട്ട് എന്ത് ചെയ്യണം? സ്വർണവും വെള്ളിയും നമ്മൾ ഒരുമിച്ച് കൂട്ടേണ്ടതില്ലെങ്കിൽ പക്ഷേ കച്ചവട വസ്തുക്കളുമായി സ്വർണവും വെള്ളിയൊക്കെ കൂട്ടേണ്ടതുണ്ട്. ഇനി എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? നമ്മൾ പറഞ്ഞു 2.5% സക്കാത്ത് കൊടുക്കേണ്ടത്. അഥവാ 100 പവൻ ഉണ്ടെങ്കിൽ 2.5 പവനാണ് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത്. അത് സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കണമെന്നില്ല. ഒരാളുടെ കയ്യിൽ സ്വർണ്ണം 100 പവൻ അവിടെ ഉണ്ട്, എന്ത് കൊടുത്താൽ മതി? ആ 2.5 പവന്റെ വില അന്ന് നോക്കുക, അത് പണമായിട്ട് എന്ത് ചെയ്താൽ മതി? സക്കാത്തായിട്ട് കൊടുത്താൽ മതി, സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കേണ്ടതില്ല. ഇപ്പൊ ഇവിടെയാണ് വേറൊരു വിഷയം വരുന്നത്, സക്കാത്തുൽ ഹുലി, ആഭരണത്തിന്റെ സക്കാത്തിന്റെ ചർച്ച വരുന്നത് അവിടെയാണ്. ഇത്രയും ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ സ്വർണം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത്രയും പറഞ്ഞത് ആഭരണം അല്ല കേട്ടോ. നോർമൽ ഒരാൾ ആഭരണം അല്ലാതെ വെക്കുന്ന സ്വർണ്ണമാണ്. ഇന്ന് അങ്ങനെ വെക്കൽ വളരെ കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആഭരണത്തിന്റെ കാര്യമേ അല്ല. ഇനിയാണ് ആഭരണത്തിന്റെ സക്കാത്തുമായി പണ്ഡിതന്മാർ പറയുന്നത്, ഉപയോഗിക്കാൻ വേണ്ടി വെച്ച, അത് ഉപയോഗിക്കാൻ വേണ്ടി, സ്ത്രീക്ക് ഉപയോഗിക്കാൻ വേണ്ടി വെച്ച ആഭരണങ്ങൾക്ക് സക്കാത്ത് നൽകേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. നമ്മളൊരിക്കലും ഈ വിഷയം ഇത് ഏതെങ്കിലും ഖുറാഫികൾ കൊണ്ടുവന്ന ഒരു വിഷയമാണെന്നോ അല്ലെങ്കിൽ യാതൊരു നിലക്ക് തെളിവില്ലാത്ത വിഷയമാണെന്നോ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് ഉപയോഗിക്കുന്ന സ്വർണത്തിന് സക്കാത്ത് ഉണ്ടോ എന്നുള്ളത്. കാരണം അത് കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നവരും ആസാറുകൾ ഉദ്ധരിക്കാറുണ്ട്, സ്വഹാബികളിൽ നിന്നൊക്കെയുള്ള ആസാറുകൾ ഉദ്ധരിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്ന അല്ലാഹു ആലം കൊടുക്കണം എന്ന് തന്നെയാണ്. ഷെയ്ഖ് ബിൻ ബാസ്, ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹി പോലെ പണ്ഡിതന്മാരൊക്കെ അതിന് സക്കാത്ത് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതിന് തെളിവായിട്ട് പറയുന്ന, നേരത്തെ നമ്മൾ പൊതുവായിട്ട് പറഞ്ഞ സ്വർണത്തിന്റെയും വെള്ളിയുടെ ഒക്കെ തെളിവുകൾ അതൊക്കെ ഇതിന് ബാധകമാണ്. അതിൽ ആഭരണങ്ങൾ വേണ്ടതില്ല എന്ന് അറിയിക്കുന്ന വ്യക്തമായ തെളിവില്ലാത്തത് കാരണത്താൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്വർണത്തിനും കൊടുക്കണം എന്ന് തന്നെയാണ് ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത്. എന്നാൽ പോലും ഉപയോഗിക്കുന്ന സ്വർണത്തിന് കൊടുക്കണ്ട എന്ന് വിചാരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വാങ്ങുന്ന സ്വർണ്ണമൊക്കെ ഭാവിയിൽ വിൽക്കാമെന്ന ഉദ്ദേശത്തിലാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കുന്ന സ്വർണ്ണം എന്നൊന്നും പറയില്ല. നിങ്ങളത് കൊണ്ടുവെക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ പിന്നീട് ഉപയോഗിക്കാം എന്ന ചിന്ത ഉണ്ടെങ്കിൽ പിന്നെ ഈ മസലയിൽ തന്നെ അത് വരുന്നില്ല. തികച്ചും ഉപയോഗിക്കാമെന്ന് മാത്രം ഉണ്ടെങ്കിലാണ് അത് ഉപയോഗിക്കുന്ന സ്വർണത്തിന്റെ മസലയിൽ വരികയും സക്കാത്ത് കൊടുക്കണ്ട എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അത് ഭാവിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും. സ്വർണം മറ്റേ മക്കൾക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ വിൽക്കാം, അങ്ങനെയൊക്കെ ആവശ്യത്തിനാണ്, ഭാവിയിൽ അത് ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് വിറ്റ് സ്ഥലം മേടിക്കാൻ പറ്റും എന്ന വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ആദ്യമേ വാങ്ങി വെക്കുന്നത് എങ്കിൽ അത് നമ്മുടെ സ്വത്തായിട്ട് തന്നെ പരിഗണിക്കും. അവിടെ ഉപയോഗിക്കുന്ന സ്വർണം എന്ന് പറയുന്ന കാര്യമില്ല. മറ്റേതിൻ്റെ ഒരു ഇല്ലത്ത് എന്ന് പറയുന്നത് നമ്മളത് അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാക്കുന്നില്ല. നമ്മൾ വീടൊക്കെ പോലെയായി മാറി. ഇപ്പൊ വീടിന് സക്കാത്തില്ലാത്ത പോലെ, കാരണം വീടിനെ കൊണ്ട് നമ്മൾ കച്ചവടമൊന്നും ചെയ്യുന്നില്ലല്ലോ, വീട് കൊണ്ടൊരു പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായി സക്കാത്ത് വരുന്നില്ല. വികസിക്കുന്ന സമ്പത്തിനെ സക്കാത്തുള്ളൂ എന്നാണ്. അപ്പൊ അതേപോലെയാണ് സ്വർണത്തിനെ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഇവർ ഭാവിയിൽ വിൽക്കണം എന്ന് ഉദ്ദേശിച്ച് വെക്കുകയാണെങ്കിൽ അതിന് സക്കാത്ത് കൊടുക്കണം. അതുപോലെ പൊതുവെ ഒരു സ്ത്രീ ധരിക്കുന്നതിനപ്പുറം ദൂർത്തായി വാങ്ങിവെച്ച സ്വർണ്ണാഭരണമാണെങ്കിൽ അതിനും സക്കാത്ത് കൊടുക്കണം. അതൊന്നും ഈ അഭിപ്രായ വ്യത്യാസത്തിൽ വരുന്നില്ല. അത് ഉപയോഗിക്കുന്നതെന്നല്ല, ഒരു 10,000 അങ്ങനെ വാങ്ങി വെക്കണം, എല്ലായിടത്തും അത് ഒരിക്കലും ഇടവില്ല. ഇത് എപ്പോൾ ഒരു സമ്പത്ത് പോലെ തന്നെ വെക്കുകയാണ്. അപ്പൊ അതും ഈ വിഷയത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. അതിനും സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ ഹറാമായ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന സ്വർണത്തിനും സക്കാത്ത് കൊടുക്കണം. ഏതുപോലെ പുരുഷന്മാരുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ, ഒരാളുടെ കയ്യിൽ കുറേ സ്വർണം ആഭരണങ്ങളും, മോതിരം, ബ്രേസ്ലെറ്റ്, ചെയിന്, ഇതൊക്കെ പുരുഷനാണ് ഉപയോഗിക്കുന്നത്, അത് ഹറാമാണ്. അത് നിർബന്ധമായി സക്കാത്ത് കൊടുക്കണം. അത് ഉപയോഗിച്ചാൽ അവന് കുറ്റമുണ്ട്. മനസ്സിലായില്ല? അത് ഇതിൽ വരുന്നില്ല, കാരണം അത് നിർബന്ധമായ കാര്യമാണ്. അതുപോലെ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി സ്ത്രീകൾ ആഭരണം കാഴ്ചവെക്കുന്ന ആഭരണമാണെങ്കിൽ അതും ഹറാമായ ഉപയോഗമാണ്. കാരണം ആഭരണങ്ങൾ അന്യപുരുഷന്മാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അപ്പൊ ഇതൊക്കെയാണ് ഒരാൾ ഉപയോഗിക്കുന്ന സ്വർണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിർബന്ധമായി അതിന് സക്കാത്ത് കൊടുക്കണം. അതിൽ അഭിപ്രായ വ്യത്യാസത്തിലേക്ക് വരുന്നില്ല. അതല്ലാതെ നോർമലി യൂസ് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ചെയിൻ ഉണ്ട്, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്, അങ്ങനെ പാദസരം ഉണ്ട്, അത് ആ നിലക്ക് വൃത്തിയിൽ ഉപയോഗിച്ച് പോവുകയാണ്, അത് വേറെ വിൽക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, അവിടെയാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതിന് കൊടുക്കേണ്ടതില്ല എന്നൊരു വിഭാഗം പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞു ഏറ്റവും ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്നത്, ഏറ്റവും സൂക്ഷ്മത അല്ലാഹു അലം, അത് കൊടുക്കണം എന്ന് തന്നെയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. പിന്നെ ഇതുമായി സ്വർണ്ണവുമായി ബന്ധപ്പെട്ട 1-2 കാര്യം. വൈറ്റ് ഗോൾഡിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ്. വൈറ്റ് ഗോൾഡ് അല്ലെ,
അപ്പം അത് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഏകദേശം 75% സ്വർണവും ബാക്കി വില കൂടിയ ചില ലോഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് സ്വർണത്തിന്റെ ആ മഞ്ഞ നിറം മാറ്റിയിട്ട് വെള്ള നിറത്തിൽ ഉണ്ടാക്കുന്നതാണ് വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ സക്കാത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എത്ര ശതമാനം സ്വർണ്ണം ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഒരാൾക്ക് 85 ഗ്രാം വൈറ്റ് ഗോൾഡ് ഉണ്ടായാൽ എന്തായാലും എന്ത് വരില്ല, സക്കാത്ത് വരില്ല. കാരണം 85 ഗ്രാമിൽ സ്വർണ്ണം 85 ഗ്രാം ഉണ്ടാവില്ല, അതിന്റെ 75% സ്വർണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും അത് വളരെ കുറവായിരിക്കും. 60 ഗ്രാമോ മറ്റോ ഒക്കെ ഉണ്ടായാലേ ഉള്ളൂ. അപ്പൊ അതിന് സക്കാത്ത് വരുന്നില്ല. അപ്പൊ നമ്മൾ എത്ര ഗ്രാമാണ് നമ്മുടെ കയ്യിൽ വൈറ്റ് ഗോൾഡ് ഉണ്ട് എന്നുള്ളത് നോക്കുക. ആ എത്ര ഗ്രാമിൽ എത്ര സ്വർണ്ണം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുണ്ടാകും ജ്വല്ലറിയിൽ. ഇത് ഇത്ര ഗ്രാമോളം സ്വർണ്ണം ഉള്ളതാണ്, ബാക്കിയാണ് ലോഹം, അതിനനുസരിച്ചിട്ടാണ് അതിന്റെ വില വരിക. അപ്പൊ അത് സ്വർണത്തിന്റെ സക്കാത്തിലേക്ക് വന്നാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ബാക്കിയുള്ള ലോഹത്തിന് സക്കാത്തില്ല. ബാക്കിയുള്ള ലോഹത്തിന് സക്കാത്തില്ല. പ്ലാറ്റിനം പോലെയുള്ള ലോഹങ്ങൾക്കൊന്നും സക്കാത്തില്ല. ഡയമണ്ടിന് സക്കാത്തില്ല. എന്നാൽ ഡയമണ്ടും മറ്റുമൊക്കെ നമ്മൾ വാങ്ങി വെക്കുന്നത് വില കൂടിയാൽ വിൽക്കാമെന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് വിൽപ്പന ചരക്കുകളുടെ ഇനത്തിലേക്ക് വരികയും അതിന് സക്കാത്തിന് ബാധ്യതയാവുകയും ചെയ്യും. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഡയമണ്ട് ഒരാൾ യൂസ് ചെയ്യാൻ വാങ്ങിയ ഡയമണ്ടിന് എന്തില്ല, സക്കാത്തില്ല. ഉദാഹരണത്തിന് ഒരാൾ മോതിരത്തിന് ഡയമണ്ട് മോതിരം വാങ്ങി, ഗോൾഡ് വിത്ത് ഡയമണ്ടാണ്. ആ ഡയമണ്ടിന്റെ ഗ്രാം നമുക്ക് കുറക്കാവുന്നതാണ്. കാരണം ഡയമണ്ടിന് സക്കാത്തില്ല. നമ്മളെല്ലാ സ്വർണം കൂട്ടുന്ന സമയത്ത് ഡയമണ്ടിന് എത്ര തൂക്കമുണ്ട് ചിലപ്പോൾ ആദ്യം ഉണ്ടാവും കണക്കിൽ. ഡയമണ്ട് എത്രയാണെന്നുള്ളത് ആദ്യം വാങ്ങുന്ന സമയത്ത് അത് എടുത്തു വെച്ചാൽ മതി. ആ ഡയമണ്ടിന് സക്കാത്തില്ല. എന്നാൽ ഡയമണ്ട് വാങ്ങി വെക്കുന്നത് എന്തിനാണ്? അത് വില കൂടുമ്പോൾ വിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിനാണ്. അത് വിൽപ്പന വസ്തുക്കളുടെ ഇനങ്ങളിലേക്ക് വന്നു. അത് സ്വർണവും വെള്ളി ആ ഇനത്തിലല്ല, അതിന്റെ കാറ്റഗറി മാറി. വിൽക്കാൻ ഉദ്ദേശിച്ച് എന്ത് വസ്തുവായാലും അതിന് സക്കാത്തുണ്ട്. വർഷാവർഷം വരുമ്പോൾ സക്കാത്തുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. അപ്പം ഇത്രയുമാണ് സ്വർണവും വെള്ളിയുമായി ബന്ധപ്പെട്ട സക്കാത്ത്. അതിനുശേഷം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയേണ്ടത് കറൻസിയുടെ സക്കാത്താണ്. ഇന്നത്തെ കറൻസി എന്ന് പറയുന്നത് കടലാസ് ആണെങ്കിലും അത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അഹ്കാമുകൾ മൊത്തം സ്വർണത്തിന്റെയും വെള്ളിയുടെയും അഹ്കാമിൽ നിന്നാണ് വരിക. കറൻസിക്ക് സക്കാത്തില്ല എന്ന് പറയുന്ന പുത്തൻ വാദം അത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണ്. സ്വർണവും വെള്ളിക്കും കൃത്യമായി പകരം നിൽക്കുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഇന്നത്തെ കറൻസി. അത് ഡോളർ ആകട്ടെ, റിയാൽ ആകട്ടെ, റുപ്പീസ് ആകട്ടെ, ഏതുമാകട്ടെ, എല്ലാത്തിനും സഹോദരങ്ങളെ സക്കാത്തുണ്ട്. അതിന് നിസാബ് എന്ന് പറയുന്നത് അവിടെ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിന് ഏത് നിസാബ് എടുക്കണം? കാരണം അന്ന് സ്വർണവും വെള്ളിയാണ് വിനിമയത്തിന് ഉപയോഗിച്ചത്, ഇന്ന് കറൻസിയാണ്. ഇത് സ്വർണത്തിന്റെ പകരമാണോ കടലാസ്, വെള്ളിയുടെ പകരമാണോ കടലാസ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ പറയുന്ന കറൻസി സ്വർണത്തിന്റെ പകരമാണോ വെള്ളിയുടെ പകരമാണോ എന്ന അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ, അതുപോലെ സൗദി അറേബ്യയിൽ ഉന്നത പണ്ഡിത സഭ എല്ലാം പറഞ്ഞത് ഏറ്റവും കുറഞ്ഞ നിസാബ് ഏതാണോ അത് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഉദാഹരണത്തിന് സ്വർണത്തിന്റെ നിസാബ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 85 ഗ്രാമാണ്. പിന്നത്തെ 85 ഗ്രാം നോക്കുമ്പോൾ എത്ര, 5 ലക്ഷം റുപ്യന് മേലേക്ക് പോകും അല്ലെ, വലിയ എമൗണ്ട് വേണം. അപ്പൊ അത്രയും കറൻസി ഉണ്ടെങ്കിലേ സ്വർണത്തിന്റെ നിസാബ് നോക്കിയാൽ ഒരാൾ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അത്രയും കറൻസി ഉണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. ഏകദേശം മനസ്സിലാക്കാം. അപ്പോ എന്നാൽ വെള്ളിയുടെ നിസാബാണ് ഒരാൾ നോക്കുന്നതെങ്കിൽ വെള്ളി 595 ഗ്രാമിന് ഏകദേശം 50,000 റുപ്യന്റെ ഉള്ളിലൊക്കെ ആയിരിക്കും വരിക. ഞാൻ ഏകദേശം കണക്കാണ്, ഞാൻ ഇന്ന് കണക്ക് നോക്കിയിട്ടില്ല. ഇത് നോട്ട് ഉണ്ടാക്കുമ്പോൾ കുറെ മുമ്പുള്ള നോട്ടായതുകൊണ്ട് അന്നത്തെ കണക്കാണ്. 45, 500 എഴുതിയിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പൊ അത് ഏകദേശം 595 ഗ്രാം അത്രയാണെങ്കിൽ 1 ലക്ഷം രൂപ ഉള്ള ഒരാൾക്കും സക്കാത്ത് കൊടുക്കേണ്ടതായി വരും. കാരണം അയാൾ വെള്ളിയുടെ കണക്കാണ്, വെള്ളിയുടെ നിസാബിന് മേലെ അയാൾ എത്തിയിട്ടുണ്ട്. ഇന്ന് മുഹറം 1 1 ലക്ഷം രൂപയാണെങ്കിൽ വെള്ളിയുടെ നിസാബ് നോക്കുന്ന ആള് അടുത്ത വർഷം അത് ചെലവാകാതെ ഉണ്ടെങ്കിലാണ് പറയുന്നത്, അടുത്ത വർഷം അയാൾ 2,500 രൂപ അതിന്റെ 2% സക്കാത്ത് കൊടുക്കണം. എന്നാൽ സ്വർണത്തിന്റെ നിസാബാണ് ഒരാൾ നോക്കുന്നത് എങ്കിൽ അയാൾക്ക് അന്നും നിസാബ് എത്തിയിട്ടില്ല. കാരണം 1 ലക്ഷം രൂപ 85 ഗ്രാമിന്റെ വിലയോട് എത്രയോ കുറവാണ്. എന്നാൽ ഒരാളുടെ 10 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് എന്ത് ചെയ്യും, സ്വർണത്തിന്റെ നിസാബ് കഴിഞ്ഞിട്ടുണ്ട്, അതിന്റെ സക്കാത്ത് വരും. അപ്പൊ അതാണ് വ്യത്യാസം. അതിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞ നിസാബ്, കാരണം ഇന്ന് സ്വർണവും വെള്ളിയും വളരെ വ്യത്യാസപ്പെട്ടു പോയി. സ്വർണത്തിന് ഗ്രാമും ഇതിന് വളരെ വ്യത്യാസപ്പെട്ടു പോയി. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞതാണ് സാധുക്കൾക്ക് ഏറെ ഉപകാരം ഉണ്ടാകുന്നത്. കാരണം വെള്ളിയുടെ നമ്മൾ കണക്കാക്കിയാൽ ഒരുപാട് ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ടാവും. സാധാരണ ശമ്പളം മേടിക്കുന്ന ആളുകൾക്ക് പോലും 1 ലക്ഷം റുപ്യൊക്കെ കയ്യിലുണ്ട് എങ്കിൽ അവർക്ക് 2,500 വരുന്നുള്ളൂ. അത് വേറെ കാര്യം, 2% വരുന്നുള്ളൂ. അവർക്കും എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കേണ്ടത്. മറ്റേതൊരു 6 ലക്ഷത്തിന്റെ റേഞ്ച് എത്തിയ ആളുകൾക്ക് മാത്രമേ സക്കാത്ത് സ്റ്റാർട്ട് തന്നെ ചെയ്യേണ്ടതുള്ളൂ എന്ന നിലക്ക് വരും. ഇതാ നമുക്ക് ഒരുപാട് ആളുകൾ സക്കാത്ത് കൊടുക്കാൻ സാധിക്കും. സാധുക്കൾക്ക് ഉപകാരം അതാണ്. സാധുക്കൾക്ക് കിട്ടുമ്പോൾ ഒന്നാമത് കിട്ടും, പക്ഷെ 6 ലക്ഷം എത്തണം. അന്നേരം പിന്നെ 2% അയിമത് വരും. പക്ഷെ 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെ കൈമലുള്ളവരുടെ അടുത്തൊന്നും ഒരു സക്കാത്ത് ഇവർക്ക് കിട്ടൂല. എന്നാൽ വെള്ളിയുടെ നിസാബ് നോക്കിയാൽ എല്ലാവരുടെ കയ്യിലും അതിന്റെ മേലെ എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം സക്കാത്ത് എന്ത് ചെയ്യും, അത് വരും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കറൻസിയുമായി ബന്ധപ്പെട്ട് അതിൽ വേറെ തെളിവൊന്നും ഉദ്ധരിക്കേണ്ടതില്ല. കാരണം സ്വർണവും വെള്ളിക്കൊക്കെ ഉദ്ധരിച്ച അതേ നിസാബിന്റെയും അതേ കൊടുക്കേണ്ട കണക്കൊക്കെ തന്നെയാണ്
കറൻസിയിലും വരുന്നത് 2.5% വരുന്നത്. എൻ സഹോദരങ്ങളെ, നമുക്ക് ഏറെ ആവശ്യമുള്ള മറ്റൊരു കാര്യമാണ് കച്ചവട വസ്തുക്കളുടെ സക്കാത്ത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കച്ചവടത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള സമ്പത്തിനെല്ലാം സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മളിപ്പോൾ ആട് മാടൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ആട് ഞാൻ പറഞ്ഞു 40 ആടുണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടതുള്ളൂ. അത് കച്ചവടം ഉദ്ദേശിക്കാതെ നമ്മൾ അങ്ങനെ പോറ്റി വളർത്തുന്ന ആടിനെ കുറിച്ചിട്ടാണ്. വല്ലപ്പോഴും ആരെങ്കിലും ഒന്നൊന്നും എടുത്ത് കൊടുക്കാന്നല്ലാതെ ഇത് മൊത്തത്തിൽ കച്ചവടത്തിനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. കച്ചവടത്തിന് ഉദ്ദേശിച്ച 10 ആട് അല്ലെങ്കിൽ 10 ഒട്ടകയുടെ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ മതി. അത് കാരണം ഈ കച്ചവട വസ്തുക്കളുടെ നിസാബ് നമ്മൾ നോക്കുക ഈ പറഞ്ഞ സ്വർണത്തിന്റെയും വെള്ളിയുടെയും നിസാബാണ്. കാരണം കച്ചവട വസ്തുക്കൾ ആ നിസാബ് അഥവാ വെള്ളിയുടെ നിസാബ്, ഒരാളുടെ ഷോപ്പിൽ 1,00,000 റുപ്യന്റെ പ്രൊഡക്റ്റ് ഉണ്ട് എങ്കിൽ 1,00,000 റുപ്യാണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ്. അതുണ്ടെങ്കിൽ വർഷാവർഷം അയാൾക്ക് അതിന്റെ 2.5% കൊടുക്കേണ്ടി വരും. സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞതാണ്. അതിന്റെ താഴെയുള്ളതിന് നിസാബിന്റെ താഴെയുള്ളതിന് വേണ്ട. കാരണം കച്ചവട വസ്തുക്കൾക്ക് നമ്മൾ സ്വർണത്തിനെയും വെള്ളിയുടെയും പകരമായി കറൻസിയുടെ പകരമായിട്ടാണ് അത് കണക്ക് കൂട്ടുന്നത്. അപ്പൊ അതിന്റെ നിസാബ് തന്നെയാണ് ഇവിടെയും വരുന്നത്. എന്നാൽ കച്ചവടം ചെയ്യാൻ ഉദ്ദേശിക്കാത്ത വസ്തുക്കൾക്കൊന്നും തന്നെ സക്കാത്തില്ല. ഉദാഹരണത്തിന് ഒരാൾക്കൊരു ഷോപ്പുണ്ട്. അപ്പൊ ആ ഷോപ്പിൽ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഷോപ്പിൽ നമ്മൾ ഇന്റീരിയർ ചെയ്യാൻ വേണ്ടി കുറെ ചെലവാക്കിയിട്ടുണ്ടാവും. AC വെച്ചിട്ടുണ്ടാവും, റാക്കുകൾ അടിച്ചിട്ടുണ്ടാവും, നല്ല ടേബിളൊക്കെ വെച്ചിട്ടുണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, പലതും ഉണ്ടാവും. വർഷാവർഷം ഇതിന്റെ ഒന്നും കണക്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും എന്തല്ല, വിൽക്കാൻ വെച്ച വസ്തുക്കളെ അല്ല. ചിലപ്പോൾ ഒരു 10,00,000 റുപ്യ അങ്ങനെ ചെലവാക്കിയിട്ടുണ്ടാവും ആ ഷോപ്പിന്റെ മൊത്തത്തിൽ. ഇത് വർഷാവർഷം നമ്മൾ കണക്കൂട്ടേണ്ടതില്ല. കാരണം അവിടെ അതൊന്നും വിൽക്കാനില്ല. എന്നിട്ട് ബാക്കിയുള്ള വസ്തുക്കൾ, സൂപ്പർ മാർക്കറ്റാന്ന് വിചാരിക്കാം. സൂപ്പർ മാർക്കറ്റ് വലിയൊരു ഹാളിൽ അത്രയും AC ഉണ്ടാക്കാനും മറ്റൊക്കെ ചെലവ് വരും. അതൊന്നും കൂട്ടണ്ട. വർഷാവർഷം അവിടെ ഉണ്ടാകുന്ന സ്റ്റോക്ക് എത്ര എന്നുള്ളത് മാത്രമാണ് ഇയാൾ നോക്കേണ്ടത്. ആ സ്റ്റോക്ക് എത്രയാണെന്ന് നോക്കി അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ് നോക്കേണ്ടത്. അത് പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ എടുക്കുന്ന ഹോൾസെയിൽ പ്രൈസ് അല്ല. നമ്മൾ സാധനം 10 റുപ്യക്ക് എടുക്കും, അത് 20 റുപ്യക്കായിരിക്കും വിൽക്കുക. ആ 20 റുപ്യാണ് നമ്മൾ കണക്കാക്കുക. MRP എന്നല്ല, MRP വളരെ കൂടുതലല്ലേ ഉണ്ട്. വിൽക്കണ പൈസ ഞങ്ങൾക്ക് അറിയാലോ. MRP എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത പൈസ അല്ലേ. അതല്ല, നമ്മൾ വിൽക്കണ പൈസ എങ്ങനെയാണ് അത്ര. പിന്നെ ഉദാഹരണം പറഞ്ഞാൽ 10 റുപ്യൻ്റെ ഒരു സാധനം, 10 റുപ്യൻ്റെ ഒരു സാധനം നമ്മളടുത്ത് ഒരു 10,000 ഉണ്ടെന്ന് വിചാരിക്കുക. 10,000 10 റുപ്യൻ്റെ സാധനം വാങ്ങി. എത്രയാണ്? 1,00,000 റുപ്യാണ് അതിന്റെ വില. പക്ഷെ 1,00,000 റുപ്യ അല്ല നമ്മൾ മൊത്തത്തിൽ കണക്ക് കൂട്ടുക. വർഷത്തിൽ നമ്മൾ ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ 10,000 10 റുപ്യൻ്റെ ഉണ്ടെങ്കിൽ നമ്മളത് എത്രക്കാണ് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ 15-നായിരിക്കും കൊടുക്കുക. 15 × 10,000 ആണ് നോക്കുക. അപ്പോൾ അത് 1,50,000 റുപ്യ ഉണ്ടാവും. അപ്പൊ ആ 1,50,000ന്റെ 2.5%, 1,50,000ന്റെ 2.5% അത്രയാണ് കൊടുക്കുക. 3,150 അത്ര വരും അല്ലെ? അപ്പൊ അത്രേ വരുള്ളൂ. അപ്പൊ അതാണ് നോക്കേണ്ടത്. കച്ചവടത്തിന്റെ സക്കാത്ത് നോക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നമ്മൾ എന്തൊക്കെയാണ് വസ്തുക്കൾ ഉള്ളത് അതെല്ലാം എടുത്തിട്ട്, ഇനിയിപ്പോൾ ഹോൾസെയിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് ഹോൾസെയിൽ റേറ്റ് കൊടുത്താൽ മതി. 10 റുപ്യൻ്റെ അത് റീറ്റെയിൽ ആണ് 15 റുപ്യ, ഹോൾസെയിൽ കൊടുക്കുന്ന ആൾ 12 റുപ്യ കൊടുക്കുന്നുണ്ടാവും ഹോൾസെയിൽ. അപ്പോൾ അയാൾ 12 റുപ്യ കണക്ക് കൂട്ടിയാൽ മതി. രണ്ടും മിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഏകദേശം നമ്മൾ എത്ര ശതമാനം ഹോൾസെയിലാർക്ക് കൊടുക്കുന്നുണ്ട്, എത്ര റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അത് കണക്കാക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ കച്ചവട വസ്തുക്കൾ നിർബന്ധമാകാൻ സഹോദരങ്ങളെ, നമ്മളത് വസ്തു ഉടമപ്പെടുത്തുമ്പോൾ കച്ചവടം ചെയ്യാനുള്ള നീയത്ത് ഉണ്ടെങ്കിലേ നമ്മളതിന് സക്കാത്ത് ആവുന്നുള്ളൂ. നമ്മളതിലൊരു കാറുണ്ട്, നമ്മളത് കച്ചവടം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്, ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതിന് വിൽക്കാം. അപ്പോൾ വിൽക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് നീയത്താക്കി, വിൽക്കാൻ വേണ്ടി ആളെ കേൾപ്പിച്ചു നീയത്താക്കി. അടുത്ത വർഷമായിട്ടും അതിന് ആരും വിൽക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പോൾ 2% കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് സ്ഥലം. നമ്മുടെ അടുത്തൊരു 10 സെന്റ് സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഒരു 10 ഏക്കർ സ്ഥലമുണ്ട്, വെറുതെ വാങ്ങി വെച്ചാണ്. അവിടെ നമ്മൾ നീയത്താക്കിയിട്ടില്ല, അത് നമ്മളൊരു സ്വത്തായിട്ട് തന്നെ വാങ്ങി വെച്ചതാണ്. നമ്മളത് വിൽപ്പനയായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്ത് നമുക്ക് ഉപയോഗപ്പെടാം, വീടെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ കാലത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ വിൽക്കാം. ഇപ്പം ഞാൻ വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, വെറുതെ വാങ്ങിയിട്ടതാണ്. വർഷാവർഷം അതിന് സക്കാത്ത് വരികയില്ല, വർഷാവർഷം അതിന് സക്കാത്ത് വരികയില്ല. എന്നാൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ ഞാനത് വിൽക്കണം എന്ന് നീയത്താക്കി, ആളുകളൊക്കെ ഏർപ്പാടാക്കി, ഇതൊന്നും നോക്കൊണ്ട് ഞാനിതാ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരു വർഷമായിട്ടും അതിന് സക്കാത്ത്, ഒരു വർഷമായിട്ടും അത് വിറ്റുപോയിട്ടില്ലെങ്കിൽ ആ ഒരു വർഷം കഴിയുമ്പോൾ അന്നത്തെ നാട്ടിൽ അതിന്റെ വില അനുസരിച്ച്, ആ നാട്ടിൽ ഇപ്പം ഇത്ര സെന്റിന് ഏകദേശം ഇങ്ങനെയാണ് പോകുന്നത് നമുക്ക് കിട്ടും, അതനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം 1,00,000 റുപ്യുള്ള സെന്റിന്റെ സ്ഥലമാണെന്ന് വിചാരിക്കുക. ഒരാൾ 100 സെന്റ് ഉണ്ട്, ഇപ്പം 100,00,000 റുപ്യയായി അല്ലേ? അപ്പം അത്രയും അതിന്റെ 2.5% അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? 2,50,000 രൂപ ആ വർഷം എന്ത് ചെയ്യേണ്ടി വരും? സക്കാത്തായിട്ട് കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരാൾ അങ്ങനെ നിയത്താക്കിയിട്ടില്ല എങ്കിൽ ഇല്ല. ഇനി ഇത് തന്നെ സഹോദരങ്ങളെ, നമ്മൾ നിയത്താക്കിയ ഒരു വസ്തു നമ്മൾ തിരിച്ച് വിൽക്കേണ്ടതില്ല എന്ന് നിയത്താക്കിയാൽ അതിന്റെ ഹൗല് മുറിയും എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇന്നൊരു 10 സെന്റ് സ്ഥലം വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് ഞാനിങ്ങനെ 5-8 മാസമായി, 9 മാസമായപ്പോൾ ഞാൻ തീരുമാനിച്ചു വിൽക്കണ്ട, ഞാൻ ഇവിടെ വീട് കയറ്റാം, അല്ലെങ്കിൽ കോട്ടേഴ്സ് ഉണ്ടാക്കി ഞാൻ അതിൽ വാടക കൊടുക്കാൻ പോവാണ് എന്ന് വിചാരിക്കുക. അതോടുകൂടി അതിന്റെ ഹൗല് മുറിഞ്ഞു, മനസ്സിലായോ? പക്ഷെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തട്ടിപ്പ് പാടില്ല. അത് ഏകദേശം ഒരു വർഷം തീരാനാകുമ്പോൾ ഞാനിത് വിൽക്കണില്ല എന്ന് വെറുതെ മനസ്സിൽ അങ്ങനല്ല. നമ്മൾ
സത്യസന്ധമായിട്ട് നമ്മൾ തീരുമാനിച്ചു ഇതിനൊരു വാടക കെട്ടിടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ആക്കാൻ പോവാണ്, അല്ലെങ്കിൽ ആ വസ്തു പ്രൊഡക്റ്റ് ഇതായിട്ട് സ്ഥലമായിട്ട് ഞാൻ വിൽക്കുന്നില്ല എന്നൊരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഹൗല് മുറിഞ്ഞു. പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സ് മാറി, വേണ്ട ഇത് വിൽക്കാൻ തന്നെ കൊടുക്കുക, ഇതൊന്നും നടക്കൂല, വാടക വീടൊന്നും വെച്ചിട്ട് അതിൽ നടപടി ആവൂല, അല്ലെങ്കിൽ ആ പരിപാടി നടക്കൂല, ഇവിടെ വീട് കയറ്റൽ ഇപ്പോൾ ഏതായാലും വേണ്ടതില്ല, ഇത് വിൽക്കുക തന്നെ ചെയ്യാം. അങ്ങനെ നമ്മൾ വീണ്ടും നിയത്ത് മാറിയാൽ അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ ഒരു വർഷം ആവേണ്ടതുണ്ട് സക്കാത്ത് കൊടുക്കണമെങ്കിൽ. പക്ഷെ ഇവിടെയൊക്കെ എന്താണ്, തന്ത്രമാവാൻ പാടില്ല. ഏകദേശം 12 മാസം ആവാനാകുമ്പോൾ ഞാൻ നിയത്ത് മാറ്റി ഇത് വിൽക്കണില്ല, പിന്നെ ആ ഹൗല് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിൽക്കണമെന്നുണ്ട്, ഇതാവാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായിട്ട് ഒരാൾക്ക് ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യ ജീവിതത്തിൽ വരാവുന്നതേ ഉള്ളൂ. ഒരാളൊരു സ്ഥലം വാങ്ങി അവിടെ വീട് വെക്കണം ചിന്തിക്കാം, പിന്നെ അത് വിറ്റിട്ട് വേറെ അടുത്ത് വെക്കണം, അങ്ങനെയൊക്കെ ചിന്ത ഉണ്ടാവാവുന്നതേ ഉള്ളൂ. അങ്ങനെ നേർക്കുനേരെയാണ് എങ്കിൽ എപ്പോഴാണോ നമ്മളത് വിൽക്കണം എന്ന് നിയത്താക്കിയത് അത് മുഖേന 1 വർഷത്തുമ്പോഴേ ഉള്ളൂ അതിനെന്ത് സക്കാത്ത്. പിന്നെ നിസാബ് എത്തണം. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയുടെ നിസാബ് നമ്മൾ കണക്കൂട്ടിയാൽ അത്ര ഉണ്ടാവണം. പൊതുവെ ഏതൊരു കച്ചവട സ്ഥാപനത്തിലും അത് ഉണ്ടാവും അല്ലെ. ഒരു 50,000-ന്റെ സ്റ്റോക്കൊന്നും ഇല്ലാത്ത ഷോപ്പുകൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അപ്പൊ എല്ലാവർക്കും നിസാബ് എത്താനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഹൗല് തികയുക എന്നുള്ളതാണ്, വർഷാവർഷമാണ് ആവേണ്ടത്. ഇതൊക്കെ സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. കണക്കൂട്ടേണ്ട കാര്യം വളരെ എളുപ്പമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എത്രയാണ് നമ്മൾ സ്റ്റോക്ക് ഉള്ളത്, വിൽക്കാൻ വെച്ച എന്താണ് വസ്തു, എന്താണ് ഇപ്പം അതിന് നേരത്തെ നമ്മൾ പറഞ്ഞ വാച്ചൊക്കെ ഇതിൽ പെടും. ഒരാൾ കുറേ വാച്ചൊക്കെ 1 ലക്ഷം റുപ്യൻ്റെ വാച്ചൊക്കെ വാങ്ങി വെച്ചു, ആരെങ്കിലും വന്നാൽ വിൽക്കണം, പരസ്യമൊക്കെ ചെയ്യുന്നുണ്ട്, അയാളുടെ കയ്യിൽ സാധനം ഉണ്ടെങ്കിൽ വർഷാവർഷം അയാൾ അതിൻ്റെ മാർക്കറ്റ് വില അനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. വിറ്റാൽ എത്രയാണോ കിട്ടുക അതനുസരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഏതൊരു വസ്തുവും സഹോദരങ്ങളെ അങ്ങനെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. ഇതാണ് കച്ചവട വസ്തുക്കളുമായി ബന്ധപ്പെട്ട സക്കാത്ത്, അത് ശ്രദ്ധിക്കുക. പിന്നീടുള്ളത് കന്നുകാലികളുടെ സക്കാത്താണ്. അതിലേക്ക് ഞാനിപ്പോൾ തൽക്കാലം പ്രവേശിക്കുന്നില്ല, കാരണം അതിൻ്റെ കണക്കുകളും കുറച്ച് സങ്കീർണമാണ്. ഓരോന്നിൻ്റെയും മനപ്പാടാക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതിൻ്റെ ചാർട്ടുകളൊക്കെ വളരെ വ്യക്തമായുണ്ട്. കൃഷിയുടെ സക്കാത്തിലേക്കും തൽക്കാലം പ്രവേശിക്കുന്നില്ല. അതും കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അത്യാവശ്യം ഉള്ള കാര്യം തന്നെയാണ്. ഇനി അവസാനം ഉദ്ദേശിക്കുന്നത് സക്കാത്ത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പം ഏത് സക്കാത്താണെങ്കിലും കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സക്കാത്ത് നൽകുമ്പോൾ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഇത് സക്കാത്താണ് എന്നുള്ള നിയ്യത്തോടു കൂടി കൊടുക്കണം. നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൊടുത്തിട്ട് സദക്കയായിട്ട് കൊടുത്തിട്ട് പിന്നെ സക്കാത്ത് ആക്കുക എന്ന് പറയുന്നത് കഴിയൂല. അത് സക്കാത്ത് ഇതെൻ്റെ സക്കാത്തിൻ്റെ എമൗണ്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. കാരണം ചില ആൾക്കാർ അങ്ങനെ ചോദിക്കണം, ഞാൻ പണ്ടൊരാൾക്ക് എത്ര രൂപ അങ്ങനെ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് വെറുതെ കൊടുത്താണ്, അത് സക്കാത്താക്കിന് മാറ്റാൻ പറ്റുമോ? ഇല്ല. സക്കാത്ത് കൊടുക്കുമ്പോൾ നിയ്യത്ത് വേണം. ഇന്നമല്ല അമാല് ബിന്നിയ്യ, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതെന്റെ നിർബന്ധ സക്കാത്താണെന്ന് മനസ്സിൽ കരുതണം, പറയൊന്നും വേണ്ട. അത് നിർബന്ധമായി നമ്മൾ ചെയ്യണം, അത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ ആളുകൾ ചോദിക്കാറുണ്ട്, ടാക്സ് കൊടുക്കുന്ന സക്കാത്തായി നിയ്യത്താക്കാമോ എന്നാണ്. അത് സക്കാത്തായി നിയ്യത്താക്കാൻ പറ്റില്ല, ടാക്സ് വേറെയാണ്. അത് ഏത് നാട്ടിൽ ഇസ്ലാമിക് ഗവൺമെന്റ് ടാക്സ് വേറെയാണ്, സക്കാത്ത് വേറെയാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. അത് വേറെ തന്നെയാണ് അല്ലെ, അവിടെ രണ്ടും വേറെ വരുന്നില്ലേ? ടാക്സ് വേറെയാണ്, സക്കാത്ത് ഉണ്ട്, പക്ഷെ എനിക്കൊന്ന് ടാക്സ് അത് വേറെ ഉണ്ടോന്നുണ്ട്. ആ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് സൗദിയിലുണ്ട്, ഉണ്ട്. അത് അതിന്റെ ഓരോ സ്ഥാപനത്തിനനുസരിച്ചിട്ട് അവരത് കൊടുക്കേണ്ടി വരും. ആ അതെ, സക്കാത്ത് ആൻഡ് ടാക്സസ് രണ്ടും ഉണ്ട്. അല്ല, ജിസിയ അത് വേറെയാണ്. അത് ഇസ്ലാമിക ഭരണകൂടം വാങ്ങിക്കുന്നതാണ്, മുസ്ലിങ്ങളുടെ അടുത്ത് വാങ്ങിക്കൂല, അത് വേറെയാണ്. അല്ല, അതൊന്നും ഇവിടെ വിഷയമല്ല. ഇവിടെ വിഷയം, ഇവിടെ ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ നമ്മള് കച്ചവടം ചെയ്യുമ്പോൾ GST എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും. അപ്പൊ അതൊന്നും സക്കാത്തായിട്ട് ആരും നിയ്യത്താക്കരുത്, അത് ആവൂല. കാരണം എന്താണ്, ഒന്നാമത് ഇത് സക്കാത്തിന്റെ അവകാശികളിലേക്ക് എത്തൂല എന്നുള്ളത് തീർച്ചയാണ്. 8 അവകാശികളിലേക്ക് ഒരിക്കലും എത്തൂല. കാരണം സക്കാത്ത് എന്ന് പറയുന്നത് ഭരണകൂടത്തിന് കൊടുക്കേണ്ട കാര്യമല്ല, അത് 8 അവകാശികളിലേക്ക് എത്തണം. അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ സക്കാത്ത് നൽകുമ്പോൾ ഇത് സ്വീകരിക്കുന്നവനോട് ഇത് സക്കാത്താണെന്ന് അറിയിക്കൽ നിബന്ധന ഉണ്ടോന്നാണ്. അങ്ങനെ നിബന്ധന ഇല്ല. നമുക്കൊരാൾക്ക് കൊടുക്കുമ്പോൾ ഇത് സക്കാത്തിന്റെ പൈസയാണ് എന്ന് പറയൽ നിബന്ധന ഇല്ല. പക്ഷെ നമുക്ക് ഒരാളെ സംശയം ഉണ്ട്, അയാൾ ചിലപ്പോൾ സക്കാത്തിന് അർഹനല്ലെങ്കിലോ, അപ്പോൾ പറയാം ഇത് സക്കാത്തിന്റെ പൈസയാണ് എന്ന് പറഞ്ഞാൽ അയാൾ എന്താണ് അർഹനല്ലെങ്കിൽ അയാൾ പറയുന്നത് ഞാൻ സക്കാത്തിന് അർഹനാവൂല എന്നൊക്കെ പറയാൻ പറ്റും. അതല്ലാതെ നിബന്ധന ഇല്ല. നമ്മൾ ഒരു പൈസ കൊടുക്കുക, ഒരാൾ സാധുവാണ് നമുക്കറിയാം, അയാൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെ കൊടുക്കുക. നമ്മളെ മനസ്സിൽ നിയ്യത്തുണ്ടായത് എൻ്റെ സക്കാത്താണ്, അയാൾ അറിയിക്കേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, സക്കാത്ത് കൊടുക്കുമ്പോൾ സമയമായാൽ ഉടനെ അത് കൊടുത്തു വിട്ടണം. അതല്ലാതെ വൈകിപ്പിക്കാൻ പാടില്ല. ഓരോത്തിൻ്റെയും സമയമായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കൊടുക്കണം. എന്നാൽ വൈകിപ്പിക്കാൻ അനുവാദമുള്ള ചില സന്ദർഭങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, നിർബന്ധിത സാഹചര്യമല്ലാത്ത
ഒരു ഉപകാരമുള്ള കാര്യത്തിൽ സക്കാത്ത് കൊടുക്കൽ വൈകിപ്പിക്കാമോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അതെ എന്നാണ്. ഉദാഹരണത്തിന് അദ്ദേഹം പറയാണ്, പൊതുവെ എല്ലാവരും റമദാനിലാണ് സക്കാത്ത് കൊടുക്കുന്നത്, പൊതുവെ അങ്ങനെയാണ്. എന്നാൽ ആൾക്കാർ 2 മാസം കഴിഞ്ഞാൽ ഭയങ്കര ഒരു നാട്ടിൽ ശൈത്യമുള്ള അല്ലെങ്കിൽ ദാരിദ്ര്യം വരുന്ന ഒരു സമയമുണ്ട്. അപ്പം എല്ലാവരും ഈ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അന്ന് ആളുകൾക്ക് പൈസ ചിലപ്പോൾ ഇല്ലാതായി പോകും. അപ്പം അങ്ങനെയുള്ളൊരു ആവശ്യമുണ്ട് എങ്കിൽ അതിന് വേണ്ടിയിട്ട് മുന്നിൽ കണ്ടിട്ട് നമുക്ക് 2 മാസം അങ്ങനെ വൈകിപ്പിക്കുന്നുണ്ട് എങ്കിലും അങ്ങനെ സക്കാത്ത് കൊടുക്കാം. പക്ഷെ അവിടെ പറയുന്നുണ്ട് പ്രത്യേകം എഴുതി വെക്കണം. വലിയ സമ്പത്തിൻ്റെ ഉടമയാണെങ്കിൽ ഞാനിതാ റമദാനിലാണ് എൻ്റെ കൊടുക്കേണ്ടത്, ഞാനിപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ദുൽഹിജ്ജയിലാണ് എന്ന് പറഞ്ഞ് എഴുതി വെക്കണം. എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അയാൾ മരണപ്പെട്ടു പോയാൽ അന്തരവകാശികൾക്ക് അതിൽ നിന്നും ഒന്നും എടുക്കാൻ കഴിയില്ല. കാരണം ഇത് ഇയാളുടെ സക്കാത്ത് ഇത്ര ലക്ഷം പോകാനുള്ളതാണ്, സക്കാത്ത് ഇത്ര ലക്ഷം പോകാനുള്ളതാണ്, അത് അയാൾ നിയത്താക്കിയതാണ്, അത് പ്രത്യേകം എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഹൗല് തികയുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാമോ? 1 വർഷം ആകുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാമോ? അത് കൊടുക്കാം. ഒരാളൊരു വർഷം എത്തുന്നതിന് മുമ്പ് തന്നെ സക്കാത്ത് കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായി റമദാനിൽ സക്കാത്ത് കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു പ്രയാസമൊക്കെ വന്നു, അതിന് തൊട്ടു മുമ്പുള്ള മാസം ഷാബാനിലോ റജബിലോ ഒക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ, ഉദാഹരണത്തിന് പല പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ ഒക്കെ വന്നു, ഒരുപാട് സാധുക്കൾ പട്ടിണി ആയി മാറും, ഭക്ഷണം ഇല്ല, വസ്ത്രം ഇല്ല, വീടില്ല, ഇങ്ങനെയൊക്കെ വരും. എൻ്റെ സമയത്ത് അപ്പം ഞാൻ റമദാനിലേക്ക് കൊടുക്കും, എൻ്റെ റമദാനിലാണെന്ന് പറഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, നേരത്തെ അഡ്വാൻസ് ആയിട്ട് അത് കൊടുത്തേക്കാം, അഡ്വാൻസ് ആയിട്ട് അത് കൊടുത്തേക്കാം എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി സക്കാത്ത് കൊടുക്കേണ്ട സമയമായതിനു ശേഷം സമ്പത്ത് നശിച്ചു പോയാൽ എന്ത് ചെയ്യും? ഇവിടെ പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അവർ പറഞ്ഞു, കൊടുക്കേണ്ട സമയമായിട്ട് ഒരാൾ കൊടുക്കാതിരിക്കുകയും പിന്നെ തന്റെ കാരണത്താലോ അല്ലാതെയോ തന്റെ സമ്പത്ത് നശിച്ചു പോവുകയും ചെയ്താൽ അയാൾക്ക് ആ സക്കാത്ത് കൊടുക്കൽ ബാധ്യതയുണ്ട് എന്ന്. സമയമായിട്ടുണ്ട്, ഇപ്പോൾ റമദാനിലായി, പക്ഷെ കൊടുക്കാതെ ഇങ്ങനെ നിന്നു, ശവ്വാലാകുമ്പോഴേക്കും ആ പറയുന്ന സമ്പത്തിൽ വലിയൊരു നഷ്ടം. നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റോക്ക് കണക്കൂട്ടിയ വലിയൊരു ഗോഡൗണൊക്കെ ഉണ്ട്, ഇത്ര കോടി ഉറുപ്പിന്റെ സാധനമൊക്കെ അതിലുണ്ട്, അതിന് ഇത്ര സക്കാത്ത് കൊടുക്കാനുണ്ട്. പക്ഷെ റമദാനായിട്ടാണ് കൊടുത്തില്ല, അയാൾ സമയപ്പോഴാണ്, ശവ്വാലായി ദുൽഖാദായി. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒന്നുകിൽ അയാളുടെ കാരണത്തിലാകാണെങ്കിലും ശരി, അല്ലെങ്കിൽ അയാളുടെ അല്ലാത്ത കാരണമാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, അത് നശിച്ചു പോയാൽ അയാൾക്ക് ആ ബാധ്യത അവിടെ ഉണ്ട് എന്നാണ്. കാരണം റമദാനോടുകൂടി ഇത്ര ഉറുപ്പ്യ ബാധ്യതയൊക്കെ ഉണ്ട്, അപ്പൊ അത് കൊടുക്കേണ്ടി വരും. ഇങ്ങനെ അഭിപ്രായം പറഞ്ഞത് കാണാൻ സാധിക്കും. സൗദി അറേബ്യയിലെ ലജ്നത്തു ദായിമക്ക് ഈ അഭിപ്രായമാണ് സ്വീകരിച്ചത്. എന്നാൽ ചില ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹി പോലെയുള്ള ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യൊക്കെ പറഞ്ഞ അഭിപ്രായം, തൻ്റേതല്ലാത്ത കാരണം കൊണ്ടാണ് സമ്പത്ത് നശിച്ചത് പോയതെങ്കിൽ അയാൾക്ക് അതിന് ബാധ്യത ഇല്ല. അതായത് പെട്ടെന്ന് ഒരു എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ടൊക്കെ ഉണ്ടായി കത്തിപ്പോകാൻ സ്വാഭാവികമായി ഉണ്ടാവാറുള്ളതാണ്, തൻ്റെതായ കാര്യമല്ല. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ എന്തില്ല, അയാൾക്ക് അത് ബാധ്യതയാകുന്നില്ല. കാരണം അയാളുടേതായ കാരണങ്ങൾ കൊണ്ട് വീഴ്ച വരുത്തിയതാണെങ്കിൽ അത് വരും, അതല്ല എങ്കിൽ അതിന് ബാധ്യതയില്ല എന്ന അഭിപ്രായമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വർഷങ്ങളായി സക്കാത്ത് നൽകാത്തവന്റെ വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അയാൾ നൽകുമ്പോൾ എല്ലാ വർഷത്തെയും കണക്ക് കൂട്ടണം. അന്ന് എത്ര കൊടുക്കണം, ഇന്ന് എത്ര കൊടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണം, എല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കണം. സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ള ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ സക്കാത്ത് അനന്തരാവകാശികൾ വീട്ടേണ്ടതുണ്ട്, എന്നിട്ട് അവരെടുക്കാൻ പാടുള്ളൂ. അയാൾക്ക് സക്കാത്ത് കൊടുക്കേണ്ട സമയമായി, അപ്പോഴാണ് അയാൾ മരണപ്പെട്ടത്, അയാൾ കൊടുത്തിട്ടില്ല എന്നറിഞ്ഞാൽ വേഗം വീതിച്ചെടുക്കാൻ പാടില്ല. അയാൾ കടമുണ്ടോ, കടമൊക്കെ കൊടുത്തു വിട്ടണം, സക്കാത്ത് കൊടുക്കാണ്ട് സക്കാത്തൊക്കെ കൊടുത്തു വിട്ടണം. അങ്ങനെയാണ് ശേഷമാണ് ബാക്കിയുള്ള പൈസയെ ആവുന്നുള്ളൂ. കാരണം അതൊന്നും അയാളുടെ പൈസ അല്ല, സക്കാത്തൊക്കെ കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ട ആളുകൾക്കാണ് എന്നുള്ളതാണ്. പിന്നെ നാട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കുമ്പോൾ നാട്ടിൽ തന്നെ നൽകാനാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ ആവശ്യക്കാരുണ്ടെങ്കിൽ അതാത് മഹലിൽ തന്നെ സക്കാത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ പരമദരിദ്രനായിട്ടുള്ള ആളുകൾ വേറൊരു സ്ഥലത്തുണ്ട് എന്ന് അറിയാൻ, അവിടെ എങ്ങനെ എത്തൂല എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരം സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് സക്കാത്ത് കൊടുക്കാം. ആദ്യം നമ്മുടെ നാട്ടുകാരെ തന്നെയാണ് പരിഗണിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ബന്ധത്തിനാണല്ലോ കൂടുതൽ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനുള്ളത്. കുടുംബ ബന്ധത്തിൽപ്പെട്ട ആളുകൾ വേറെ നാട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ അവരെ മുന്തിക്കാവുന്നതാണ് എന്നാണ്. അതല്ലെങ്കിൽ അസ്വല് അതാത് നാട്ടിൽ കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഒരുപാട് ഹിക്മത്തുകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം നാട്ടിൽ കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും, ഇയാളുടെ സമ്പത്തിൽ വലിയ അസൂയയും അതുപോലെ തന്നെ ഇതുപോലെ ഇയാളുടെ ദേഷ്യമൊക്കെ വെച്ച് പുലർത്താൻ സാധ്യതയുണ്ട്. കാരണം ഇയാൾ ഇത്രയും പൈസന്റെ കുടമായിട്ട് ഇവിടെ അറിയപ്പെട്ടിട്ട് ഇവിടെയുള്ള സാധുക്കൾക്കൊന്നും അയാൾ കൊടുക്കുന്നില്ല. ചിലപ്പോൾ അയാൾ വേറെ എവിടെയെല്ലാം കൊടുക്കുന്നുണ്ടാവും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, ജനങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ നാട്ടിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ ബന്ധവും അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉണ്ടാവുന്ന, അവരുടെ മനസ്സിലുണ്ടാകുന്ന മോശപ്പെട്ട ചിന്തകളൊക്കെ നീങ്ങി പോകാനൊക്കെ കാരണമാകുന്നതാണ്. അതുകൊണ്ട് വലിയൊരു മസ്ലഹത്തില്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് കൊടുക്കരുത്. അതാത് നാട്ടിലുള്ള ആളുകൾ അതാത് നാട്ടിൽ തന്നെ കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. സക്കാത്തിന്റെ പണം ഒരിക്കലും നിക്ഷേപമായി വെക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ നാട്ടിൽ ആളില്ലെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചിരിക്കരുത്, അടുത്ത നാട്ടിലേക്ക് എന്ത് ചെയ്യണം, അത് കൊടുക്കണം. ഈ നാട്ടിൽ കൊടുക്കാൻ ആരും കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചിരിക്കരുത്, മറിച്ച് അത് അടുത്ത നാട്ടിലേക്ക് നൽകുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതുപോലെ സൗദിയിലെ ഉന്നത പണ്ഡിത സഭയൊക്കെ ഈ വിഷയത്തിൽ അങ്ങനെയാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും വെച്ച് അങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. സക്കാത്തിന് ആൾക്കാരെ പൈസയൊക്കെ വാങ്ങി അത് ഈ വക്കാലത്ത് സ്വീകരിക്കുന്നവന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചിട്ട്
അതങ്ങനെ ഇവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുത്ത് അങ്ങനെ നീട്ടിവെക്കാൻ പാടില്ല. അവന്റെ പൈസ നീ സക്കാത്ത് കൊടുക്കാൻ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ ആ വർഷം തന്നെ അത് എന്ത് ചെയ്യണം, വീട്ടിൽ ആളുകൾക്ക് കൊടുക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക. എൻ സഹോദരങ്ങൾ, അവസാനത്തെ ഭാഗമാണ് സക്കാത്തിന്റെ അവകാശികളെ കുറിച്ചിട്ടാണ്. അല്ലെ, ഇത്രയും നമ്മൾ സക്കാത്ത് എന്തിനൊക്കെ കൊടുക്കണം, എത്രയൊക്കെ കൊടുക്കണം, കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ പറഞ്ഞു. ഇനി സക്കാത്തിന്റെ അവകാശികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ 60-ാമത്തെ ആയത്തിൽ വളരെ കൃത്യമായി അക്കമിട്ട് 8 അവകാശികളെ പറഞ്ഞു. ഇന്നമസ് സദഖാത്ത്, തീർച്ചയായും സദഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉപയോഗിച്ച സദഖ അത് നിർബന്ധ സക്കാത്താണ്. ആർക്കാണ്? ലിൽ ഫുഖറാ വൽ മസാകീൻ വൽ ആമിലീന അലൈഹ. ആദ്യം പറഞ്ഞത് ദരിദ്രന്മാർ, പിന്നെ പറഞ്ഞത് അഗതികൾ. ഫക്കീറും മിസ്കീനും ഉണ്ട്. എന്താണ് രണ്ടും തമ്മിൽ വ്യത്യാസം? രണ്ടും നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പാവപ്പെട്ട എന്ന് പറയും. ഫക്കീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ചെലവിന്റെ ഒരു പകുതി പോലും എത്താത്തവനാണ് ഫക്കീർ എന്ന് പറയാം. മാസത്തിൽ ഒരാൾക്ക് 30,000 രൂപ ചെലവുണ്ടെങ്കിൽ 15,000 രൂപ പോലും അയാൾക്ക് എത്തുന്നില്ല, അവനാണ് ഫക്കീർ. 10 രൂപയേ ഉള്ളൂ, അവന് ഫക്കീറാണ്. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പകുതിയുടെ മുകളിൽ എത്തുന്നുണ്ട്, പക്ഷെ എന്നാലും അങ്ങോട്ട് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഒരു 25,000 വരെ കയ്യിലുണ്ട്, ഒരു 5,000 രൂപന്റെ കുറവ് എന്തായാലും ഉണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. ആ മിസ്കീനാണ്. ഈ രണ്ട് കൂട്ടർ ഒരുമിച്ച് പറഞ്ഞാൽ ഇതാണ് അർത്ഥം. ഫക്കീറാണ് കൂടുതൽ പാവപ്പെട്ടവൻ, മിസ്കീൻ അതിന്റെ താഴെയാണ് വരുന്നത്. അതല്ലെങ്കിൽ വേറെ വേറെ പറയുമ്പോൾ രണ്ടും ദരിദ്രന്മാർ എന്നുള്ള അർത്ഥത്തിൽ ഫക്കീർ മിസ്കീൻ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒരുമിച്ച് പറയുമ്പോൾ ഫക്കീറാണ് കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അവരെയാണ് ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചത്. ഇന്നമ സദഖാതു ലിൽ ഫുഖറാ, ഫുഖറാക്കൾക്കാണ്. വൽ മസാകീൻ, മിസ്കീൻമാർക്കാണ്. വൽ ആമിലീന അലൈഹ, സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന അതിന്റെ ആളുകളൊക്കെ ഉണ്ട്, അവിടെ പറയുന്നുണ്ട്. വൽ മുഅല്ലഫത്തി ഖുലൂബുഹും, അതുപോലെ ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ട ആളുകളുണ്ട്. വഫിർ റിഖാബ്, അടിമകളുടെ മോചനത്തിനുണ്ട്. വൽ ഗാരിമീന, കടം കൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട്. വഫി സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ട്. അവസാനത്തേത് വബ്നി സബീൽ, വഴിപോക്കനുമുണ്ട്. ഫരീദത്തൻ മിനല്ലാഹ്, ഇത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. അള്ളാഹു അലീമുൻ ഹക്കീം, അള്ളാഹു എല്ലാം അറിയുന്ന വളരെ യുക്തിഭദ്രമായി നിശ്ചയിക്കുന്ന യുക്തിമാനുമാണ്, ഹക്കീമുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നുണ്ട്. ഇപ്പൊ സഹോദരങ്ങളെ, ഫക്കീർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വളരെ ദാരിദ്ര്യമുള്ള ആളുകളാണ്. അത് അവരാണ് പകുതി പോലും കിട്ടാത്ത ആളുകൾ. മിസ്കീന് പകുതിയെങ്കിലും ലഭിക്കുന്ന ആളുകളാണ്. മിസ്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദരിദ്രൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്തവരാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. വീടുണ്ടായാൽ ഒരാൾ ഫക്കീർ ആവാതിരിക്കുകയൊന്നുമില്ല. ഒരാൾക്ക് വീടുണ്ടാകാം, ഒരാൾക്ക് കാറുണ്ടാകാം, എന്നാലും ഫക്കീറോ മിസ്കീനാവും, ചെലവിനെത്തുന്നില്ല. അതാണ് വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, സൂറത്തുൽ കഹ്ഫില് അമ്മ സഫീനത്ത്, കപ്പൽ, ഫകാനത് ലിമസാകീൻ, അത് ചില മിസ്കീന്മാരുടേതെന്നാണെന്ന് പറഞ്ഞത്. യഅമലൂന ഫിൽ ബഹർ, അവർ കടലിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കപ്പൽ കൊണ്ട് പണിക്ക് പോകുന്നുണ്ട്. ഫഅറത്തു അൻ അഈബഹ വകാന വറാഹും മലികും യഖുദു കുല്ല സഫീനത്തിൻ ഗസ്ബ. അതിന്റെ കഥ നമുക്കറിയാം അല്ലെ, ആ കപ്പലിൽ തുളയുണ്ടാക്കിയ വിഷയമൊക്കെ കഥ നമുക്കറിയുന്ന കാര്യമാണ്. ഇവിടെ നമ്മളെ വിഷയം എന്ന് പറയുന്നത്, കപ്പൽ ആരുടേതാണ്? കാനത്ത് ലിമസാകീൻ, അമ്മ സഫീനത്തു ഫകാനത്ത് ലിമസാകീൻ, മിസ്കീന്മാർത്താണ്. ഒരാളടുത്ത് ഇപ്പോൾ ഒരു തോണി ഉണ്ടാകും, പക്ഷെ ഒന്നും കിട്ടുന്നില്ല, നയിച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പൊ തോണിയുടെ വില ഏകദേശം ഇത്ര ഉണ്ട്. അതിനടുത്തൊരു വീടുണ്ട്, ഒരു വീട്ടിൽ താമസിക്കായിരിക്കും, പക്ഷെ തറവാട് വീട് ഭക്ഷണം തരില്ല. തറവാട് വീട് കൊണ്ട് അയാൾക്ക് ഭക്ഷണം കിട്ടണമെന്നില്ല. അതുകൊണ്ട് അയാളുടെ സമ്പത്ത് ഇത്ര ഉണ്ടെന്ന് കണക്കാക്കാൻ പാടില്ല. അയാൾക്കുള്ള ചെലവിന് എത്തുന്നുണ്ടോ ഇല്ലേ, ഇതാണ് മാനദണ്ഡം. അതല്ലാതെ അയാളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളത് മാനദണ്ഡമല്ല. അങ്ങനെ ഒരിക്കലും പറയരുത്, നിങ്ങൾ ഈ വീട് വിൽക്കണം എന്നിട്ട് വാടകയ്ക്ക് പോകണം, ഇല്ല, അതൊന്നും ഒരാളോട് പറയാൻ പാടില്ല. അല്ലെങ്കിൽ വീട്ടിലുള്ള സ്ഥലം ഒക്കെ വിറ്റ് ഒഴിവാക്കണം, ഇല്ല. അയാളുടെ നേരത്തെ ഉള്ളൊരു വീടും സ്ഥലമാണ്, പക്ഷെ രോഗിയായി കിടപ്പിലാണ്, അല്ലെങ്കിൽ അയാൾ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ അത്രക്ക് ആവുന്നില്ല, കാരണം ചെലവുകൾ വളരെ കൂടുതലാണ്, പല കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ ഒരാളുടെ എന്താവാം സഹോദരങ്ങളെ, അയാളെ ദരിദ്രൻ മിസ്കീനൊക്കെ ആക്കാം. അതല്ലാതെ അയാളുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതല്ല. കാരണം ചില സമയത്ത് ചില ദരിദ്രന്മാരെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും. അവർ ബാഹ്യമായിട്ട് മാന്യമായി ജീവിക്കുന്നവർ, അവിടെയാണ് കൂടുതൽ പരിഗണിക്കേണ്ടത് എന്നാണ്. ആളുകളുടെ കയ്യിൽ ഇങ്ങനെ നീട്ടി നടക്കുന്നവനല്ല യഥാർത്ഥത്തിൽ ദരിദ്രൻ. ദരിദ്രൻ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യം ഉണ്ടാവുകയും എന്നാൽ പുറമേക്കത് ആളുകളെ കാണുന്ന സമയത്ത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരക്കാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർക്ക് ചിലപ്പോൾ ആളുകളോട് ചോദിക്കാൻ ലജ്ജയുണ്ടാകും. പ്രത്യേകിച്ച് അത് ചിലപ്പോൾ ഒരു കാലത്ത് തറവാട്ടുകാരായിരിക്കും, ഒരു കാലത്ത് വലിയ നിലയിലുള്ള ആളുകളായിരിക്കും. പിന്നീട് അവർ ഈ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ അവർ തീരെ ആരോടും ചോദിക്കാത്ത അവസ്ഥ വരും. അപ്പം അത്തരക്കാർക്ക് നമ്മൾ പ്രത്യേകം കണ്ടെത്തുകയാണെങ്കിൽ അതിൽ വലിയ ഖൈറുണ്ട് എന്നാണ്. ഇനി ധന്യതയുടെയും ദാരിദ്ര്യത്തിന്റെയും മാനദണ്ഡം എന്താണ്? ദീനുൽ ഇസ്ലാമിൽ എപ്പോഴാണ് അതിന്റെ മാനദണ്ഡം? അതിന് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് തനിക്കും തൻ്റെ കുടുംബത്തിനും അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വെള്ളം, പാർപ്പിടം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുള്ളവനാണ് ധന്യത. അതായത് ഒരാൾക്ക് ഭക്ഷണത്തിന് ഇപ്പം റെന്റ് കൊടുക്കുന്ന ആളാണെങ്കിൽ റെന്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വീടുണ്ട്, ഇപ്പം ഭക്ഷണം, വസ്ത്രം, ഈ പറയുന്ന കാര്യങ്ങൾ, വാഹനം, ഇതെല്ലാം ഒരാൾക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെലവാകുന്നുണ്ട്. അതൊക്കെ ഒരാൾക്ക് മാസത്തിൽ 25,000 രൂപ ചെലവുണ്ട്, അത് കൃത്യമായി വീട്ടാൻ പറ്റിയാൽ ദീനുൽ ഇസ്ലാമിന്റെ കണക്കിൽ അവൻ ധന്യനാണ്. ധന്യൻ എന്ന് പറഞ്ഞാൽ ഈ സക്കാത്തിന്റെ വിഷയത്തിൽ ദരിദ്രനും ധന്യനും അവിടെയാണ് വേർതിരിയുന്നത്. ചെലവ് വീട്ടാൻ പറ്റുന്നവനൊക്കെ ധനികനാണ് അവിടെ.
ഫക്കീറല്ല, മിസ്കീനല്ല. ചിലപ്പോൾ അവന് കൃത്യമായി വീട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് ധന്യനാണ്. ചിലപ്പോൾ അവന് സക്കാത്ത് കൊടുക്കാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല, കാരണം മിച്ചമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവനവന്റെ കാര്യം വളരെ കൃത്യമായി പോകുന്നവനാണെങ്കിൽ അവന് സക്കാത്ത് ലഭിക്കാൻ അർഹതയില്ല. അവന് വേണമെങ്കിൽ വേറൊരാൾക്ക് സദഖ കൊടുക്കാം, അതയാളുടെ ഇഷ്ടമാണ്. ഒരാൾക്ക് കൃത്യമായുള്ള സദഖ കൊടുക്കണേ കൊടുക്കാം, പക്ഷെ സക്കാത്തിന് അർഹതയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറയുന്ന സക്കാത്തിന് ഉടമയായ ആളുകൾക്ക് ചില ആളുകൾക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യതനായിരിക്കും, എന്നാൽ അതോടൊപ്പം തന്നെ അയാൾ പാവപ്പെട്ടവനായിരിക്കും. ഉദാഹരണം, നേരത്തെ 40 ആടുള്ള ഒരാൾക്ക് ഒരാട് സക്കാത്ത് കൊടുക്കണം, അല്ല 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം. പക്ഷെ അയാൾക്ക് ചെലവിന് വേറൊന്നും കിട്ടുന്നില്ല, ഈ 5 ഒട്ടകം ഉണ്ടെന്നേ ഉള്ളൂ. ഇയാൾ എന്ത് ചെയ്യണം, വർഷാവർഷം അതിന്റെ സക്കാത്ത് അയാൾ ചിലപ്പോൾ വേറെ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇയാൾക്ക് എന്ത് ചെയ്യുക, ആളുകളുടെ സക്കാത്ത് സ്വീകരിക്കുകയും ചെയ്യാം, കാരണം തന്നെ ദാരിദ്ര്യം നീങ്ങിപ്പോകണമല്ലോ. ഇനി എത്രയാണ് ഫക്കീറിന് മിസ്കീന് നൽകേണ്ടത്? പണ്ഡിതന്മാർ പറഞ്ഞു, അയാളുടെ ദാരിദ്ര്യം നീക്കി ധന്യത ഉണ്ടാകാൻ പാകമായ പണം സക്കാത്തായി നൽകേണ്ടതുണ്ട്. അത് 1 വർഷത്തേക്കുള്ള പണം തന്നെ നൽകാം. 1 വർഷത്തേക്ക് ഒരാൾക്ക് എത്രയാണ് ചെലവ്, അത് ഒരുമിച്ച് തന്നെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാൾക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ കുറച്ച് എന്തെങ്കിലും കൊടുത്ത് തീർക്കുക എന്നുള്ളതല്ല. ഒരാൾക്ക് അയാളുടെ 1 വർഷത്തേക്ക് മതിയാവുന്ന രൂപത്തിലുള്ള പണം നമുക്ക് ഒരുമിച്ച് കൊടുക്കാവുന്നതാണ് എന്നാണ്. ഇനി വിവാഹം കഴിക്കാൻ സാധിക്കാത്തവന് അതിന്റെ ചിലവിന് വേണ്ട പണം എന്നോണം അതുപോലെ തന്നെ ദീൻ പഠിക്കാൻ മാറിയിരിക്കുന്ന അതിനുവേണ്ടിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഇത്തരം ആളുകൾക്കും സക്കാത്തിന്റെ പണത്തിൽ നിന്ന് കൊടുക്കാമെന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഫക്കീർ മിസ്കീൻ. മൂന്നാമത്തത് ആമിലൂന അലൈഹ, സക്കാത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ എന്നാണ്. അത് സക്കാത്ത് പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിം ഭരണാധികാരി നിയമിക്കുന്നവരാണ് ഈ വിഭാഗം യഥാർത്ഥത്തിൽ. അത് സക്കാത്ത് പിരിച്ചെടുക്കുന്നവർ വരും, അത് ശേഖരിക്കുന്നവർ വരും, അത് വിതരണം ചെയ്യുന്നവർ. ഈ 3 വിഭാഗവും വരും. പിരിക്കണം, അത് ശേഖരിക്കണം, അത് പല വസ്തുക്കളും. ഇപ്പം ആടിനൊക്കെ പിടിച്ചോണ്ട് വരും, ആ കാലത്താണെങ്കിൽ ആടുള്ള ആൾ ഒട്ടകം പിടിച്ചുകൊണ്ട് വരും. അതിന് സമ്പത്ത് എന്താണ്, സ്വർണ്ണവും വെള്ളിയൊക്കെ കൊണ്ടുവരണം. അത് പിരിക്കണം, ശേഖരിക്കണം, അത് സൂക്ഷിപ്പുകാരുണ്ടാവും, അത് വിതരണം ചെയ്യണം. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ അൽ ആമിലൂന അലൈഹ എന്നാണ് വരിക. അത് നമ്മുടെ നാട്ടിലുള്ള സംഘടനയ്ക്ക് വേണ്ടി പിരിക്കുന്ന ആളുകളൊന്നും അതിൽ വരില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം, അത് വേറെയാണ്. അതുപോലെ സാലറി വാങ്ങിയിട്ട് പിരിക്കാൻ വരുന്ന ആൾക്കാരും ഇതിൽ വരില്ല. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പിരിക്കുന്നതിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യും, സക്കാത്തിന്റെ ഒരു എമൗണ്ട് ലഭിക്കും. ഇവർ ദരിദ്രരാകണം എന്നില്ല. പിരിക്കാൻ വരുന്നവർ ചിലപ്പോൾ വേറെ ജോലിയുള്ളവരായിരിക്കും. പക്ഷെ ഇവർ ഗവൺമെന്റ് ഇസ്ലാമിക ഭരണകൂടത്തിൽ ഇവരെന്ത് ചെയ്യും, ഈ പണി ഏറ്റെടുത്തിട്ട് പിരിക്കും, അതിന്റെ കണക്ക് അവിടെ കൊടുക്കും. ഈ പറയുന്ന ജോലി ആളുകൾക്ക്, പാവപ്പെട്ടവരെ തേടി കൊടുക്കും. ഈ പറയുന്ന ആളുകൾക്ക് സക്കാത്തിന്റെ എന്തുണ്ട്, അർഹതയുണ്ട്. അത് എപ്പോഴും വിശ്വസ്തരും അതുപോലെ വിവേകവും പ്രായപൂർത്തിയൊക്കെ എത്തിയ ആളുകളെയാണ് ഇതിന് ജോലി നിയമിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ബൈത്തുൽ മാലിൽ നിന്ന് ഗവൺമെന്റ് ശമ്പളം വാങ്ങുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതിന്റെ സക്കാത്ത് കിട്ടൂല. അപ്പൊ അവർക്ക് ആ ശമ്പളത്തിന് പകരമായിട്ടാണ് ഇതിന്റെ സക്കാത്ത് കൊടുക്കുന്നത്. കാരണം ഇവരിങ്ങനെ ഒരാൾ മാറിയിരിക്കണം, അല്ലെങ്കിൽ ആരാണെന്ന് പിരിച്ചുകൊണ്ട് വരിക, അല്ലെ? എല്ലാവരും അവനവന്റെ ജോലി നോക്കിപ്പോയാൽ ഇതിനൊന്നും കിട്ടൂല എന്ന് പറഞ്ഞാൽ ആരും ഇതിന് ഈ പണിക്ക് നിൽക്കൂല. കാരണം ഇത് പോയി പിരിക്കണം, ശേഖരിക്കണം, ഇത് കൊടുക്കാൻ പോകണം. അപ്പൊ ഇവന്റെ ഒരു ജോലി അതായി. അപ്പൊ ഇവന് അതിന് പകരം ശമ്പളം വാങ്ങുന്നവനാണെങ്കിൽ അതിനാവശ്യമില്ല. ഗവൺമെന്റ് അതിന് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അവന് കിട്ടൂല. അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ഓഹരി അവന്റെ ആവശ്യത്തിനുള്ളത് കിട്ടും. 4-മത് പറഞ്ഞത് അൽ മുഅല്ലഫത്തു ഖുലൂബുഹും എന്നാണ്, ഇസ്ലാമിനോട് മനസ്സുകൾ ഇണക്കപ്പെട്ടവർ എന്നാണ്. ഇക്കൂട്ടര് ധനികരാണെങ്കിൽ പോലും ഇവർക്ക് സക്കാത്തിൽ നൽകപ്പെടും. ധനികരാണെങ്കിൽ പോലും, അതായത് ഒരാൾക്ക് കുറച്ചും കൂടി പണം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യാണ്, സക്കാത്തിന് അർഹനാകും, സക്കാത്തിലേക്ക് വരും എന്ന് ഇസ്ലാമിലേക്ക് വരും തോന്നിയാൽ അവർക്ക് കൊടുക്കാം. ഇസ്ലാമിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ, നമ്മൾ പണം എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ സാധ്യത ഉണ്ട് എങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ പറഞ്ഞതാണ്, അധികാരവും സ്വാധീനവുമുള്ള ഒരുവന് അവന്റെ ഉപദ്രവം തടയാൻ വല്ലതും നൽകിയാൽ സാധിക്കുമെന്ന് കണ്ടാൽ അവനും നൽകാവുന്നതാണ്. അവന് സക്കാത്ത് കൊടുക്കാം. ഒരു നാട്ടിലുണ്ട്, അവിടെ ഇവരുടെ പൈസക്ക് ഇസ്ലാമിലേക്ക് വരുമൊന്നുമില്ല, പക്ഷെ ഇസ്ലാമിനെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ആളുകളാണ്, പ്രയാസപ്പെടുത്തുന്ന ആളുകളാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉപദ്രവം നീങ്ങുമെന്ന് കണ്ടാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് സക്കാത്തിന്റെ എമൗണ്ട് ഒന്ന് കൊടുക്കാമെന്നാണ്. ദരിദ്രന്മാരാവണമെന്നില്ല, അതുപോലെ ഇസ്ലാമിലേക്ക് വരണമെന്നില്ല. ഈ പറയുന്ന വിഭാഗം എന്താണ്, മുസ്ലിമീങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കുന്ന വിഭാഗമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവര് വലിയ നിലക്ക് അവരുടെ ഷറുകൾ ഉണ്ടാവുകയില്ല. അപ്പൊ അത്തരം ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. അതേപോലെ ഈ മുഅല്ലഫത്തുൽ ഖുലൂബിൽ മുസ്ലിമീങ്ങളും പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഇസ്ലാമിലേക്ക് വന്നു പുതിയ മുസ്ലിമാണ്, അവന് ദൃഢതയും യഖീനും സ്ഥിരതയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യാം, കൊടുക്കാം. അവൻ എന്തെങ്കിലുമൊക്കെ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇസ്ലാമിലേക്ക് നിൽക്കാൻ എന്ത് ചെയ്യും, ഒരു താല്പര്യമൊക്കെ ഉണ്ടാകും. അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആദർശങ്ങൾക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല, ഇവൻ അത്ര വിശ്വസിക്കാത്തതുകൊണ്ട് ഇവന് വലിയൊരു നഷ്ടം സംഭവിക്കാൻ പോവാണ്. ഇസ്ലാം ഉപേക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇവന് വലിയ നഷ്ടമാണ്. അപ്പൊ അവനോടുള്ളൊരു ഗുണകാംക്ഷയാണ് ദീനുൽ ഇസ്ലാമിൽ. അവൻ എന്തെങ്കിലും കൊടുത്തിട്ട് അങ്ങനെയെങ്കിലും അവന്റെ മനസ്സിന് അതിനോട് ഇണക്കം ഉണ്ടാകട്ടെ എന്നുള്ള നിലക്ക് അത് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ രൂപത്തിലൊക്കെ സഹോദരങ്ങളെ ഈ മുഅല്ലഫത്ത് ഖുലൂബിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അഞ്ചാമത്തേത് അടിമ മോചനമാണ്, റിഖാബാണ്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും സാധിക്കുകയില്ല. ഈ കാലഘട്ടത്തിൽ അടിമകളില്ല, അതുകൊണ്ട് അടിമകളെ മോചിപ്പിക്കാൻ വേണ്ടി നമുക്കത് കൊടുക്കാൻ സാധിക്കുകയില്ല. ആറാമത്തേത് അൽ ഗാരിമൂൻ, കടക്കാരാണ്. കടക്കാരെ കുറിച്ച് പറയുമ്പോൾ രണ്ട് വിധത്തിൽ കടക്കാരുണ്ടെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. ഒന്ന് സാധാരണ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങിയ ആളുകൾ, അത് ബിസിനസ്സിനോ അല്ലെങ്കിൽ കല്യാണത്തിനോ വീട്ടിനോ ഇങ്ങനെയൊക്കെ രൂപത്തിൽ കടം വാങ്ങി അത് പിന്നെ വീട്ടാൻ സാധിക്കുന്നേ ഇല്ല. വീട്ടാൻ പറ്റുമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്, പക്ഷെ വീട്ടാൻ പറ്റുന്നതേ ഇല്ല, എപ്പോഴും കടത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ആ കടക്കാരാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ സാധാരണ എല്ലാ കച്ചവടക്കാർക്കും ഒരു കടം ഉണ്ടാവും. അതല്ല, ഒരാൾക്ക് അയാളുടെ ചെലവിന് നടക്കുന്നുണ്ട്, പക്ഷേ കടത്തിലേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല. കടത്തിലേക്ക് മാറ്റി വെച്ചാൽ ചെലവിനുണ്ടാവില്ല. ആ അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്, കടം എന്നും തുടർന്ന് നിൽക്കുകയാണ്. സക്കാത്തിന്റെ പൈസ കൊണ്ട് അയാൾ കടം വീട്ടി കൊടുക്കാവുന്നതാണ്. ഇനി വേറെ രണ്ടു പേർക്കുള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരാൾ സാമ്പത്തികമായി ചെലവഴിക്കുകയും പിന്നീട് അത് വീട്ടാൻ സാധിക്കാതെ വരികയും ചെയ്താൽ അയാൾക്കും സക്കാത്തിൽ നിന്ന് കടം വീട്ടാൻ നൽകാവുന്നതാണ്. അയാൾ ധനികനാണ്. ഇപ്പൊ രണ്ടാൾ പ്രശ്നമുണ്ട്, അപ്പൊ ആ പ്രശ്നം തീർക്കാൻ വേണ്ടി ഒരാൾക്ക് എത്ര വേണ്ട ഇത്ര കൊടുത്താൽ പ്രശ്നം തീരും. അപ്പൊ അതിനൊരാൾ ഏറ്റെടുത്ത് കൊടുത്തു. പിന്നെ അയാൾക്കത് കടം വാങ്ങിയിട്ടാണ് അയാൾ കൊടുത്തത്, പിന്നീട് അയാൾക്ക് കടം വീട്ടാൻ പറ്റാതെ വന്നാൽ അയാൾക്കും എന്താക്കാവുന്നതാണ്, സക്കാത്തിൽ നിന്ന് കൊടുക്കാവുന്നതാണ് എന്നാണ്. ഇനി ഹറാമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാൾ കടത്തിലായതെങ്കിലോ, അതായത് ഒരാൾ പലിശ കടം ഈ രൂപത്തിലൊക്കെ ആണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ അയാൾ അതിൽ നിന്ന് തൗബ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കാം. ഒരാൾ തൗബ ചെയ്ത് മടങ്ങി, അയാൾ അറിവില്ലാതെ ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് പലിശക്കായി കടത്തിലൊക്കെയാണ്, അയാൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട് എങ്കിൽ അയാൾക്കും സക്കാത്തിന്റെ പണം കൊടുക്കാവുന്നതാണ്. അയാൾക്ക് അയാളുടെ കടം വീട്ടാൻ വേണ്ടി അത് ഉപയോഗിക്കാം. അത് ബാങ്കിലൊക്കെ അങ്ങനെ കുടുങ്ങിയ ആൾക്കാരെ നമുക്ക് സഹായിക്കാം. കാരണം നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിൽ അയാൾ കൂടുതൽ കടത്തിലേക്കാണ് പോവുക. കാരണം അയാൾ ബാങ്കിൽ പിന്നെയും പലിശക്ക് പലിശ, അതിന്റെ അപ്പുറത്തെ പലിശയും വരും. നമ്മൾ സഹായിക്കണം. അയാൾ സഹായിച്ചിട്ട് അതിന് ഇനി മേലെ പോകരുത് എന്നുള്ള നിലക്കായിരിക്കണം. അതല്ലാതൊരു അതിനൊരു വളം വെച്ച് കൊടുക്കരുത്. ഇങ്ങനെ കടം വാങ്ങുക, എന്നിട്ട് പൈസക്കാരുടെ നിന്ന് പൈസ സക്കാത്തിന്റെ പൈസ വാങ്ങി അത് വീട്ടുക, പിന്നെയും കടം വാങ്ങുക, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന തന്ത്രം കാണിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അവന് കൊടുക്കേണ്ടതില്ല. അതല്ല, ഒരാൾ പറ്റിപ്പോയതാണ് അറിവില്ലായ്മ കൊണ്ടോ. ഇനി അറിവുള്ളവർ തന്നെ ചില സമയത്ത് ഈമാനികമായ കുറവൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഇത്ര ഹറാമായ രീതിയിലൊക്കെ എന്ത് ചെയ്യും, പൈസ വാങ്ങിയിട്ടുണ്ടാവും. പിന്നീട് തൗബ ചെയ്താൽ അവർക്ക് ആ കടം വീട്ടാൻ വേണ്ടി കൊടുക്കാവുന്നതാണ് എന്നാണ് പറയുന്നത്. ഇനി അവസാനം ഏഴാമത് ഫീ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ. ഇവിടെ ഏറ്റവും ശരിയായ അഭിപ്രായം ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇതിൽ പല കാര്യങ്ങളും പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കീഴിൽ അതിന്റെ നിബന്ധനകൾ പാലിച്ചിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമല്ലോ, അപ്പൊ അവിടെ അതിന്റെ പോരാളികൾക്കും അതിന്റെ ആയുധങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ടൊക്കെ സക്കാത്തിൽ നിന്ന് ചെലവഴിക്കാമെന്നാണ്. അതല്ലാതെ മദ്രസകളോ സ്കൂളുകളോ അതല്ലെങ്കിൽ മസ്ജിദുകളോ ഇതൊന്നും ഇതിൽ പെടുന്നതല്ല. മസ്ജിദ് എടുക്കാൻ വേണ്ടി സക്കാത്തിന്റെ പൈസ എടുക്കാവുന്നതല്ല, അത് വേറെ ചെലവാക്കേണ്ട കാര്യമില്ല. മസ്ജിദ് എടുക്കാൻ വളരെ ഉപകാരമുള്ള, കൊടുക്കുന്ന ആളുകൾക്ക് എത്ര ചെറിയതാണെങ്കിൽ തന്നെ വലിയ നേട്ടമുള്ള കാര്യമാണ്. പക്ഷെ അത് സക്കാത്തിന്റെ പണമാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ്. അഥവാ മസ്ജിദിന്റെ കാര്യത്തിലല്ല, ഇത്തരം ദാവാ രംഗത്തേക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. എന്നാൽ ഏറ്റവും ശരിയായ ഫീ സബീലില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതെല്ലാം തന്നെ ഖുർആൻ പരിശോധിച്ചാൽ അത് അള്ളാഹുവിന്റെ മാർഗത്തെ ജിഹാദാണ്. അതല്ലെങ്കിൽ എല്ലാം ഫീ സബീലില്ല, എല്ലാത്തിലും കൊടുക്കാമല്ലോ. എന്തിനാ കൊടുക്കാൻ പറ്റാത്ത? എല്ലാം ഫീ സബീലില്ല എന്ന് പറയാലോ. അല്ല, ഇത് ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയായ അർത്ഥം അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ് എന്നാണ്. എട്ടാമത്തേത് വഴിപോക്കർ ഇബ്നു സബീൽ എന്ന് പറയുന്നത്, അതായത് ഒരു ദൂരയാത്രയ്ക്ക് ഒരാൾ പുറപ്പെടുകയും പകുതിക്ക് വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യും, യാത്ര മുട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടായി, പണമില്ല. ഈ ആൾക്ക് ചിലപ്പോൾ നാട്ടിൽ പണം ഉണ്ടെങ്കിലും ശരി, അയാൾക്ക് അയാളുടെ യാത്ര പൂർത്തീകരിക്കാനുള്ള പണം ആ നാട്ടിലെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കാമെന്നാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് ATM പോലെയുള്ള സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് അതിന്റെ ആവശ്യം പൊതുവെ വരാറില്ല. കാരണം ഒരാൾക്ക് പൈസ മുക്കിയാലും വേറൊരാൾക്ക് അയച്ചു കൊടുക്കാനും അയാൾക്ക് അയാളുടെ യാത്ര പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്നതാണ്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതില്ല. എന്നാൽ പഴയ കാലത്ത് അങ്ങനെയല്ല. നാട്ടിലൊരാൾ പൈസ ഉണ്ടാവും, യാത്രക്കുള്ള പൈസക്കായിട്ട് പോകും, പകുതി വെച്ചിട്ട് പൈസ പെട്ടെന്ന് തീർന്നു പോകും, വിചാരിക്കാത്ത ചെലവ് വരും, അയാൾ മുട്ടിപ്പോകും, യാത്ര മുട്ടിപ്പോകും, ഇനി പൂർത്തിയാക്കാൻ പറ്റൂല. പത്തരക്കാർക്ക് അത് സക്കാത്തിൽ നിന്നും കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പറയുന്ന മേലുള്ള 8 വിഭാഗം ആളുകൾക്കാണ് സക്കാത്ത്, അതല്ലാത്ത ആളുകൾക്ക് പാടില്ല. അഥവാ പാടില്ലാത്ത ആളുകൾ ആരാ? ധനികർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അവരുടെ ചെലവ് പൂർത്തിയാവുന്ന ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ലാത്തതാണ്. അതുപോലെ അധ്വാനിച്ച് തനിക്ക് വേണ്ട സമ്പാദിക്കാൻ കഴിവുള്ളവൻ, സമ്പാദിക്കാനൊക്കെ കഴിവുണ്ട്, നല്ല അധ്വാനിക്കാനൊക്കെ കഴിവുണ്ട്, അവനല്ല സക്കാത്ത് കൊടുക്കണം. അവൻ അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിന് സക്കാത്ത് പാടില്ല എന്നാണ്. ബനു ഹാഷിം വിഭാഗത്തിന് സക്കാത്തില്ല. എന്നാൽ അവർക്ക് സദഖകൾ കൊടുക്കാം, സക്കാത്തിനെ അവർ പാടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ചെലവഴിക്കൽ ബാധ്യതയുള്ള കുടുംബക്കാർക്കും സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഉപ്പ മകന് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. കാരണം ഉപ്പാന്റെ ബാധ്യതയാണ് മോന് ചെലവ് കൊടുക്കുക എന്നുള്ളത്. ഭർത്താവ് ഭാര്യയ്ക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല. ഭർത്താവ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അയാളുടെ ഉപ്പാക്കോ ഉമ്മാക്കോ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. മുകളിലേക്കും താഴേക്കും ഇതൊക്കെ നമുക്ക് ചെലവഴിക്കാൻ ബാധ്യതയുള്ള കാര്യമാണ്. അത്തരക്കാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? സക്കാത്ത് കൊടുക്കാൻ പാടില്ല. അവർക്ക് ചെലവഴിക്കലാണ് വേണ്ടത്, ഇൻഫാഖാണ് വേണ്ടത്. അതാണ് നമുക്ക് ബാധ്യതയുള്ളത്. അവർക്ക് സക്കാത്തിൽ നിന്ന് കൊടുക്കാൻ
പാടില്ല. എന്നാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം ഭാര്യയുടെ മേൽ ഭർത്താവിന് സക്കാത്ത് കൊടുക്കൽ, ഭർത്താവിന് ചെലവെടുക്കൽ ഭാര്യയ്ക്ക് നിർബന്ധമില്ല. ഭർത്താവിന് ഭാര്യയ്ക്കാണ് നിർബന്ധം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മേൽ ബാധ്യത ഇല്ല. അതുകൊണ്ട് ഭർത്താവ് ഇങ്ങനെ കടക്കണിയിൽപ്പെട്ടു, ഭാര്യ അടുത്താണ് കുറെ സ്വർണ്ണം ഉണ്ട്, അവർക്ക് വേണമെങ്കിൽ ആ സക്കാത്ത് എന്ത് ചെയ്യാം, അത് ഇവന് കൊടുക്കാം, ഇവന് അതിന്റെ സക്കാത്തിന്റെ എമൗണ്ട് കൊടുക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അഞ്ചാമത് അവിശ്വാസികൾ, നേരത്തെ നമ്മൾ പറഞ്ഞ മുഅല്ലഫത്തുൽ ഖുലൂബ് അല്ലാത്ത ബാക്കിയുള്ള അവിശ്വാസികൾക്കൊന്നും സക്കാത്തിന്റെ ഇനത്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സാധാരണ ചാരിറ്റി സദഖകൾ അത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത്രയുമാണ് സഹോദരങ്ങളെ സക്കാത്തുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അവൻ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ അവൻ അനുഗ്രഹിച്ചു നൽകിയ സമ്പത്ത് ഉപയോഗപ്പെടുത്താനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.